കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കൈവീശി കാണിച്ചല്ലോ ഒരു എനർജറ്റിക് ആയിട്ട്. കേൾക്കുന്നുണ്ടോ മക്കളെ? കൈവീശിക്കേ. ഓക്കെ, നമ്മുടെ പ്രെയർ ടൈം ആയിട്ടുണ്ട്. ഒന്ന് എല്ലാവരും നിവർന്നിരിക്കുക കേട്ടോ. നട്ടെല്ലൊക്കെ നിവർത്തി ഒന്ന് നിവർന്നിരിക്കുക കേട്ടോ. എല്ലാവരും നിവർന്ന് കണ്ണുകൾ അടച്ചിരിക്കുക. എല്ലാവരും നിർബന്ധമായിട്ടും പ്രെയർ അറ്റൻഡ് ചെയ്യുക. നിവർന്ന് കണ്ണുകൾ അടച്ചിരിക്കുക കേട്ടോ. ഒരു സാധാരണ ശ്വാസം അകത്തേക്ക് എടുക്കുക. സാവധാനം പുറത്തേക്ക്. ഒരു ദീർഘശ്വാസം ശ്രദ്ധയോടകത്തേക്ക്, പതിയെ പുറത്തേക്ക്. വീണ്ടും ഒരു ദീർഘശ്വാസം ശ്രദ്ധയോടകത്തേക്ക്, പതിയെ പുറത്തേക്ക്. ചുറ്റുപാടും കേൾക്കുന്ന ശബ്ദങ്ങളെല്ലാം ശ്രദ്ധിക്കുക. മൈക്രോ ഇക്കണോമിക്സിലെ 3 ചാപ്റ്ററുകളാണ് എക്സാമിന് പറയുന്നത്. ആ 3 ചാപ്റ്റർ ആയിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുക. ഓക്കെ, അപ്പൊ നമ്മൾ ഫസ്റ്റ് സാർ എന്ന് കേട്ടു നമുക്ക് പഠിക്കാനുള്ളത് അതിൽ 3rd ചാപ്റ്റർ നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാം. കാരണം 3rd ചാപ്റ്റർ ആയിരിക്കും നിങ്ങൾ അധികം ഫോക്കസ് ചെയ്യാത്തതും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നുന്നതും 3rd ചാപ്റ്റർ ആണെങ്കിൽ നമുക്ക് വിശി കാണിച്ച 3rd ചാപ്റ്റർ ആണെങ്കിൽ യെസ്. അപ്പൊ നമുക്ക് 3rd ചാപ്റ്റർ ആദ്യം ഡിസ്കസ് ചെയ്തിട്ട് ബാക്കിയുള്ള ഫസ്റ്റ് ചാപ്റ്റർ സെക്കൻഡ് ചാപ്റ്റർ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇന്ന് നമുക്ക് എടുക്കാൻ പറ്റുന്ന മാക്സിമം നമ്മൾ കവർ ചെയ്തിട്ട് ബാക്കി നമുക്ക് നാളെ ഈവനിങ്ങിൽ ക്ലാസ് ഉണ്ടായിരിക്കും. നിർബന്ധമായിട്ട് എല്ലാവരും കയറണം. അപ്പൊ നാളെ ഈവനിങ്ങിൽ ഞാൻ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് പറയും. ഉറപ്പായിട്ടുള്ള ഷുവർ ക്വസ്റ്റ്യൻസ് ഞാൻ നാളെ ഈവനിങ് പറയും കേട്ടല്ലോ. അപ്പൊ എല്ലാവരും നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം? അന്ന് നാളെ വരാമെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഇറങ്ങി പോകരുത്. ഇന്നത്തെ ക്ലാസ് നിങ്ങൾ എന്ത് ചെയ്യണം? ഇന്നത്തെ ചാപ്റ്റർ ഫുള്ളായിട്ട് പഠിക്കും വേണം. അതിനോടൊപ്പം എന്ത് ചെയ്യണം? നാളത്തെ ഈവനിങ്ങിൽ നമുക്ക് എന്ത് ചെയ്യാം? ഷുവർ ക്വസ്റ്റ്യൻസ് പറഞ്ഞു തരാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് ചാപ്റ്റർ 3 പോകാം. ചാപ്റ്റർ 3 ഏതാണ്? പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ് ആണ് മക്കളെ. വളരെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണിത്. ഇത് എനിക്ക് തോന്നുന്നത് എങ്ങനെ പോയാലും ഒരു 20 ബിലോ മാർക്സിന് എന്തായാലും ഈ ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും കേട്ടോ. ഇതിൽ ആദ്യം നമുക്ക് പഠിക്കേണ്ടത് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആണ്. വാട്ട് ഈസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ? എന്താ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ? അതായത് ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ എത്രത്തോളം ഇൻപുട്ട് ഇട്ട് കൊടുക്കണം. ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ നമ്മൾ എത്രത്തോളമാണോ ഇൻപുട്ട് ഇട്ട് കൊടുക്കുന്നത് അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ടില്ലേ, അങ്ങനെ കൊടുക്കുന്ന ഇൻപുട്ടും കിട്ടുന്ന ഔട്ട്പുട്ടും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെയാണ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയാം. ക്ലിയർ ആണെങ്കിൽ കൈ കാണിച്ച്. ഇറ്റ് ഷോസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്. ക്ലിയർ അല്ലേ? ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടും അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ടും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയുക. ക്ലിയർ ആണെങ്കിൽ ഒന്ന് കൈ കാണിച്ച് എല്ലാവർക്കും പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ക്ലിയർ ആണെങ്കിൽ. അപ്പൊ വാട്ട് ഈസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ? ഇറ്റ് ഈസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്. സെറ്റ് അല്ലേ മക്കളെ? സെറ്റ് ആണെങ്കിൽ എനർജറ്റിക് ആയിട്ട് കൈ കാണിച്ചേ. അപ്പൊ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ നമ്മൾ പഠിച്ചു. നെക്സ്റ്റ് നമ്മൾ പഠിക്കാനായിട്ടുള്ള ടോപ്പിക് ഐസോകോണ്ട്. എന്താണ് ഐസോകോണ്ട്? ഐസോ എന്ന് പറഞ്ഞാൽ സെയിം എന്നാണ് അർത്ഥം. കോണ്ട് എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റി. ഓർത്ത് വെക്കുക കേട്ടോ. ഐസോ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം മക്കളെ? ഐസോ മീൻസ് സെയിം എന്നാണ് അർത്ഥം. സെയിം. ഐസോ എന്ന് പറഞ്ഞാൽ എന്താണ്? സെയിം എന്നാണ്. കോണ്ട് എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? കോണ്ട് മീൻസ് ക്വാണ്ടിറ്റി. അതായത് നമ്മൾ എങ്ങനെ ഇൻപുട്ട് കൊടുത്താലും ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ, ഇപ്പൊ ഈ ഒരു പേന ഉണ്ടാക്കാനായിട്ട് അതിനേക്ക് ഞാൻ എന്ത് ചെയ്യണം? മെറ്റീരിയൽ ഇട്ട് കൊടുക്കണം അല്ലേ? അപ്പൊ ഏത് അളവിൽ മെറ്റീരിയൽ കൊടുത്താലും അതിൽ നിന്ന് കിട്ടുന്ന ഔട്ട്പുട്ട് എനിക്ക് എന്തായിരിക്കും? സെയിമും ആയിരിക്കും, അത് മാക്സിമം ആയിരിക്കും. ശ്രദ്ധിക്കാട്ടോ. എങ്ങനെ നമ്മൾ പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഇൻപുട്ട് ഇട്ട് കൊടുത്തോ അതിൽ നിന്ന് കിട്ടുന്ന ഔട്ട്പുട്ട് നമുക്ക് ഈക്വൽ ആയിട്ടോ അല്ലെങ്കിൽ മാക്സിമം ആയിട്ടോ കിട്ടുകയാണെങ്കിൽ അവയെ തമ്മിൽ ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന കർവാണ് ഐസോകോണ്ട് കർവ്. എക്സാമ്പിൾ പറഞ്ഞുതരാം. ലേബർ ക്യാപിറ്റൽ. ക്യാപിറ്റലിന് കെ ആണ് കേട്ടോ മക്കൾ എക്കണോമിക്സില്. ഔട്ട്പുട്ട് നോക്കി. ഒരു 10 ലേബറിനെയും ഒരു 5 ലക്ഷം രൂപ ക്യാപിറ്റൽ ഞാൻ ഇറക്കിയപ്പോ എനിക്ക് 20 യൂണിറ്റ് ഔട്ട്പുട്ട് കിട്ടി. ശ്രദ്ധിക്കാട്ടോ. അപ്പൊ ഞാൻ കൊടുത്ത ഇൻപുട്ട് ഏതൊക്കെയാ? ലേബറും ക്യാപിറ്റലും. എൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ലേബർ ആണ്. K4 എന്താണ്? ക്യാപിറ്റൽ ആണ്. അപ്പൊ അങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ കൊടുത്ത ഇൻപുട്ടുകൾ ഏതൊക്കെയാ? 2 ഇൻപുട്ട് കൊടുത്തേക്കണേ, ലേബറും ക്യാപിറ്റലും. 10 നമ്പർ ഓഫ് എംപ്ലോയീസ്, 10 തൊഴിലാളികളെയും 5 ലക്ഷം രൂപ ക്യാപിറ്റൽ ഇറക്കിയപ്പോ എനിക്ക് അതിൽ നിന്ന് കിട്ടിയ ഔട്ട്പുട്ട് എത്രയാ? 20 യൂണിറ്റ്. കറക്റ്റ് ആണെങ്കിൽ കൈസി കാണിച്ച്, കറക്റ്റ് ആണെങ്കിൽ കൈസി കാണിച്ച്. ക്ലിയർ ആണെങ്കിൽ യെസ്. ഇനി ഞാൻ ലേബറുടെ എണ്ണം ഞാൻ കുറച്ചു, എന്നിട്ട് ക്യാപിറ്റൽ ഒരു 6 ആക്കി. അപ്പോഴും എനിക്ക് 20 യൂണിറ്റ് കിട്ടി. ക്ലിയർ അല്ലേ? ഇനി ലേബർ വീണ്ടും ഞാൻ കുറച്ചു, ക്യാപിറ്റൽ ഒരു 8 ആക്കി. അപ്പോഴും എനിക്ക് എന്താ കിട്ടിയേ? 20 യൂണിറ്റ്. കത്തിയോ മക്കളെ? അതായത് എങ്ങനെ ഇൻപുട്ട് കൊടുത്താലും എനിക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് അത് മാക്സിമം ആയിരിക്കും, ഈക്വലും ആയിരിക്കും.
എനിക്ക് അതിൽ നിന്ന് കിട്ടുന്ന മാക്സിമം ഔട്ട്പുട്ട് ആയിരിക്കും അത്. പക്ഷെ അതിൽ കൂടുതൽ ഉണ്ടാക്കാനും പറ്റില്ല. മനസ്സിലായോ? അങ്ങനെ ഈക്വൽ ആയിട്ട് കിട്ടുന്ന ഈ പറയുന്ന ഇൻപുട്ടുകൾ തമ്മിൽ ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന കർവിനെയാണ് ഐസോകോണ്ട് കർവ് എന്ന് പറയാ. അത് നമ്മുടെ ഇൻഡിഫറൻസ് കർവ് പോലെയാണ്. വെറുതെ നമ്മൾ അളവൊന്നുമില്ല, അത് ഇങ്ങനെ വരച്ചാൽ മതി. ഇതാണ് ഐസോകോണ്ട് കർവ്. ക്ലിയർ ആണെങ്കിൽ കൈവീശി കാണിച്ച് എല്ലാവരും. സെറ്റ് ആണെങ്കിൽ കൈവീശി കാണിച്ച്. സെറ്റല്ലേ എനർജറ്റിക് ആയിട്ട് എല്ലാവരും കൈവീശിക്കേ. പോരാ, കൈവീശല് പോരാ. അതായത് സെറീന കൈവീശലാ. ഓക്കെ, അപ്പൊ ഐസോകോണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ എങ്ങനെ ഇൻപുട്ട് കൊടുത്താലും നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന ഔട്ട്പുട്ട് എന്തായിരിക്കും? ഈക്വലും ആയിരിക്കും, മാക്സിമം ആയിരിക്കും. അവയെ തമ്മിൽ ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന കർവാണ് ഐസോകോണ്ട് കർവ്. ഇനി ഡൗട്ട്? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ മക്കളെ? എല്ലാവർക്കും സെറ്റ് അല്ലേ? ഐസോകോണ്ട് രോഹിത്തെ ക്ലിയർ? യെസ്, എല്ലാവർക്കും ഓക്കെയാണ്. ഡൗട്ട് ഒന്നുമില്ല ആർക്കും? യെസ് ദിയ സെറ്റ് അല്ലേ? മർവ ഓക്കെയാണ്? യെസ്. ഐസോകോണ്ട് മാപ്പ് എന്താണ്? ഐസോകോണ്ട് മാപ്പ് ഒരു കൂട്ടം ഐസോകോണ്ടിനെ ഞാൻ ഒരുമിച്ച് വരയ്ക്കുവാണേ. ഐസോകോണ്ടിന് ഞാൻ ഒരു കൂട്ടം, അതായത് ഒരു 2-3 ഞാൻ ഒരുമിച്ച് ഇങ്ങനെ വരയ്ക്കുക. കണ്ടോ? ഇങ്ങനെ വരച്ചാൽ കിട്ടുന്ന Q1, Q2, Q3 കണ്ടോ? ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് ഐസോകോണ്ട്. ക്ലിയർ ആയോ? ഒരു കൂട്ടം ഐസോകോണ്ട് കർവുകളെ നമുക്ക് എന്ത് വിളിക്കാം? ഐസോകോണ്ട് മാപ്പ് എന്ന് പറയാം. സെറ്റ് ആണെങ്കിൽ കൈവീശി കാണിച്ച എല്ലാവരും. മക്കളെ, ഇത് പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾ ഇൻഡിഫറൻസ് കർവും പഠിച്ചു പോവാ. ഇൻഡിഫറൻസ് മാപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് ഇൻഡിഫറൻസ് കർവ്. 2ാമത്തെ ചാപ്റ്റർ ആണ്, അത് ഞാൻ നാളെ എടുക്കുമ്പോൾ പറഞ്ഞുതരാം. ഒരു കൂട്ടം ഇൻഡിഫറൻസ് കർവിനെ ഇൻഡിഫറൻസ് മാപ്പ് എന്ന് പറയുന്നു. ഒരു കൂട്ടം ഐസോകോണ്ട് കർവിനെ ഐസോകോണ്ട് മാപ്പ് എന്ന് പറയുന്നു. സെറ്റ് ആണെങ്കിൽ കൈവീശി കാണിച്ച എല്ലാവരും. ക്ലിയർ അല്ലേ? എനി ഡൗട്ട്? എല്ലാവർക്കും സെറ്റ് അല്ലേ? രോഹിത്തെ ഓക്കെ അല്ലേ? മക്കളെ, ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ. എല്ലാവർക്കും ക്ലിയർ ആണ്. അപ്പൊ ഐസോകോണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് എങ്ങനെ, ഏത് കോമ്പിനേഷനിൽ ഇൻപുട്ട് കൊടുത്താലും നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്തായിരിക്കും? ഈക്വലും ആയിരിക്കും, മാക്സിമം ആയിരിക്കും. അവയെ തമ്മിൽ ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന കർവാണ് ഐസോകോണ്ട് കർവ്. ഐസോകോണ്ട് മാപ്പ് എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം ഐസോകോണ്ട് കർവുകളെ ഐസോകോണ്ട് മാപ്പ് എന്ന് പറയാം. മക്കളെ, എല്ലാവർക്കും ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണെങ്കിൽ ഒന്ന് കൈവീശി കാണിച്ചേ. സെറ്റ് ആണോ? ഐസോകോണ്ട് മാപ്പ് ക്ലിയർ അല്ലേ? യെസ്. ഓക്കെ, എങ്കിൽ നമുക്ക് ഈ ഐസോകോണ്ട് കർവുകളുടെ പ്രോപ്പർട്ടീസ്, സവിശേഷതകൾ എന്തൊക്കെയാന്ന് നോക്കാം. മക്കളെ, ലേറ്റ് ആയി ജോയിൻ ചെയ്തവരോട് പറയാണ്, നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് 3rd ചാപ്റ്റർ ആണ്. ആദ്യം 3ാമത്തെ ചാപ്റ്റർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. 3ാമത്തെ ചാപ്റ്റർ കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ തൊട്ട് മുമ്പത്തെ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുക. കാരണം പലർക്കും കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നുന്ന ചാപ്റ്റർ 3rd ചാപ്റ്റർ ആണ്. അതുകൊണ്ടാണ് 3rd ചാപ്റ്റർ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ ആയില്ലേ? യെസ്. സാറേ, പ്രോപ്പർട്ടീസ്. മക്കൾ, ഈ ഐസോകോണ്ട് കർവിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ എന്താ പറയാ? സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാം. എന്തൊക്കെയാണ് പ്രോപ്പർട്ടീസ്? യെസ്, 1ാമത്തെ പ്രോപ്പർട്ടീസ് ആണ് ഐസോകോൺസ് ആർ, അല്ലെങ്കിൽ ഐസോകോണ്ട് കർവ്സ് ആർ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. അല്ലെ? ലെഫ്റ്റിൽ നിന്നും റൈറ്റിലോട്ട് ഇങ്ങനെ ചരിഞ്ഞിറങ്ങുന്നു. അല്ലെ? ഐസോകോണ്ട് കർവ് എന്ത് ചെയ്യുന്നു മക്കളെ? ലെഫ്റ്റിൽ നിന്നും റൈറ്റിലോട്ട് ഇങ്ങനെ ചരിഞ്ഞിറങ്ങുന്നു. അപ്പൊ ഐസോകോണ്ട് കർവ് എന്താണ്? 1ാമത്തെ പ്രോപ്പർട്ടി എന്താണ്? സെറീന അവിടെ ചിരിച്ചിരുന്നോട്ടാ. ഐസോകോൺസ് ആർ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. ലെഫ്റ്റിൽ നിന്നും റൈറ്റിലോട്ട് ചരിഞ്ഞിറങ്ങുന്നു. സെക്കൻഡ് വൺ, ഐസോകോൺസ് ആർ കോൺവെക്സ് ടു ദ ഒറിജിൻ. ഒറിജിനിന്ന് നോക്കുമ്പോൾ, അതായത് ഓയിൽ നോക്കുമ്പോൾ, സീറോയിൽ നോക്കുമ്പോൾ അത് കോൺവെക്സ് ഷേപ്പിലായിരിക്കും. ഏത് ഷേപ്പിലായിരിക്കും? കോൺവെക്സ് ഷേപ്പിലായിരിക്കും. 3ാമത്തെ പോയിന്റ് ആണ് ഐസോകോൺ ഡു നോട്ട് കട്ട് ഈച്ച് അതർ. ഒരിക്കലും പരസ്പരം കട്ട് ചെയ്യൂല, കൂട്ടിമുട്ടുകയില്ല. ക്ലിയർ ആയോ? അപ്പൊ ഐസോകോണ്ട് കർവിന്റെ 3 പ്രോപ്പർട്ടീസ് എല്ലാവർക്കും ക്ലിയർ ആണെങ്കിൽ ഒന്ന് കൈവീശി കാണിച്ചേ. യെസ്. അപ്പൊ ഐസോകോണ്ട് കർവിന്റെ 3 പ്രോപ്പർട്ടി എന്തൊക്കെയാ? ഒന്ന്, ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. അല്ലെ? ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് ചരിഞ്ഞിറങ്ങുന്നു. ഐസോകോണ്ട് കോൺവെക്സ് ഷേപ്പിലാണ്. അവ തമ്മിൽ ഒരിക്കലും പരസ്പരം ടച്ച് ചെയ്യുകയില്ല. ക്ലിയർ? സെറ്റ് അല്ലേ മക്കളെ? അപ്പൊ ഐസോകോണ്ട് എന്ന് പറയുന്ന ടോപ്പിക് നമ്മുടെ കഴിഞ്ഞു. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ. ആരാണ്? വിശാലെ, ക്ലിയർ ആയോ? വിശാൽ സെറ്റ് ആണോ? പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞ വിശാലെ വേഗം ഒന്ന്. വാട്ട് ആർ ദ പ്രോപ്പർട്ടീസ് ഓഫ് ഐസോകോണ്ട്? Icosahedron are downward sloping from left to right. They are convex to the origin and they do not intersect. Very good, very good, very good. മക്കളെ, എല്ലാവർക്കും ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? ആർക്കും ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? അടുത്ത ടോപ്പിക്കിലോട്ട് പോകാം. ഇനി നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്ന നെക്സ്റ്റ് ടോപ്പിക് ആണ് മക്കളെ ടൈം സ്പാൻ. എക്കണോമിക്സില് സമയത്തെ, ടൈമിനെ നമുക്ക് 2ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഷോർട്ട് റൺ ഉണ്ട്, ലോങ് റൺ ഉണ്ട്. ഷോർട്ട് റൺ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പഠിക്കാം കേട്ടോ. ഷോർട്ട് റൺ എന്ന് പറഞ്ഞാൽ കുറച്ച് സമയമേ ഉള്ളൂ നമുക്ക്. അതുകൊണ്ട് തന്നെ എന്താണ്, നോക്കി
ഇത് ഫോം കനോട്ട് വേരി ഓൾ ദ ഇൻപുട്സ് ഫോർ ചേഞ്ച് ഇൻ ഔട്ട്പുട്ട് സം ഇൻപുട്സ് ആർ ഫിക്സഡ് അതേഴ്സ് ആർ വേരിയബിൾ. മക്കൾ ഇങ്ങനെ മാത്രം പഠിച്ചാൽ മതി. ഷോർട്ട് റണ്ണില് കുറച്ച് ഇൻപുട്ട് ഫിക്സഡും ബാക്കിയുള്ളവ വേരിയബിളും ആയിരിക്കും. അങ്ങനെ പഠിച്ചു പോവാട്ടോ. സം ഇൻപുട്സ് ആർ ഫിക്സഡ് ആൻഡ് അതേഴ്സ് ആർ വേരിയബിൾ. അതാണ് ഷോർട്ട് റൺ. ഓർത്ത് വെക്കുക, സം ഇൻപുട്ട് കുറച്ച് ഇൻപുട്ടുകൾ നമ്മൾ പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി കൊടുക്കുന്ന ഇൻപുട്ട് ഇല്ലേ, ആ ഇൻപുട്ടില് കുറച്ച് ഫിക്സഡും ആയിരിക്കും, ബാക്കിയുള്ളത് വേരിയബിളും ആയിരിക്കും. അങ്ങനെ പഠിച്ചു വെക്കുക. നമ്മളൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി കൊടുക്കുന്ന കുറച്ച് ഇൻപുട്ട് ഫിക്സഡും കുറച്ച് ഇൻപുട്ട് വേരിയബിളും ആണെങ്കിൽ അത് ഷോർട്ട് റൺ ആണ്. ക്ലിയർ ആണെങ്കിൽ വിശിക്കാണ് ചെയ്യേ. സം ഇൻപുട്സ് ആർ ഫിക്സഡ് ആൻഡ് അതേഴ്സ് ആർ വേരിയബിൾ. ക്ലിയർ ആയോ ഷോർട്ട് റൺ? കെയ്ത്തെ ക്ലിയർ ആയോ? അപ്പൊ ഷോർട്ട് റൺ എന്ന് പറഞ്ഞാൽ എന്താ കെയ്ത്തെ? കെയ്ത്തുള്ളി സാർ സെക്കൻഡ് വൺ. എന്താണ് ഷോർട്ട് റൺ എന്ന് പറഞ്ഞ മോനെ? ഇതാണ് ഞാൻ പറഞ്ഞത്. സം ഇൻപുട്സ് ആർ ഫിക്സഡ് കണ്ടാണല്ലേ, അതേഴ്സ് ആർ അപ്പൊ കുറച്ച് ഇൻപുട്ട് ഫിക്സഡും കുറച്ച് ഇൻപുട്ടും വേരിയബിളും ആണെങ്കിൽ അത് ഷോർട്ട് റൺ. ക്ലിയർ കത്തിയാ? ലോങ് റണ്ണിൽ അങ്ങനെയല്ല, ഓൾ ദ ഇൻപുട്സ് ആർ വേരിയബിൾ, ദർ ഈസ് നോ ഫിക്സഡ് ഇൻപുട്ട്. ക്ലിയർ ആയോ? അവിടെ എല്ലാ ഇൻപുട്ടും വേരിയബിൾ ആയിരിക്കും, ഫിക്സഡ് ഇൻപുട്ട് ഉണ്ടാവില്ല. മക്കൾ അങ്ങനെ പഠിച്ചു വെക്കുക കേട്ടോ. ഷോർട്ട് റണ്ണില് കുറച്ച് ഇൻപുട്ട് വേരിയബിളും കുറച്ച് ഇൻപുട്ട് ഫിക്സഡും. ലോങ് റണ്ണില് എല്ലാ ഇൻപുട്ടും വേരിയബിൾ ആണ്, അവിടെ ഒരിക്കലും ഫിക്സഡ് ഇൻപുട്ട് ഇല്ല. ക്ലിയർ ആണെങ്കിൽ കഴിച്ച് കാണിച്ചേ. ഇതുപോലെ നീട്ടി വലിച്ചൊന്നും എഴുതണ്ട, നിങ്ങൾ മനസ്സിലാകുന്ന രീതിയിലൊക്കെ എഴുതാട്ടോ അമൽദാസേ. ഓക്കെ, അപ്പൊ ഷോർട്ട് റണ്ണും ലോങ് റണ്ണും ക്ലിയർ ആയില്ല. അമൽദാസിനെ വിളിച്ചു സാറേ, ഷോർട്ട് റൺ ലോങ് റൺ ഒന്ന് വേഗം പറഞ്ഞ മോനെ. അടി ഷോർട്ട് റൺ എന്താണ് ലോങ് റൺ വേഗം പറഞ്ഞേ. യെസ്, വെരി ഗുഡ്. സം ഇൻപുട്സ് ഫിക്സഡ്. എന്തുവാടാ ലോങ് റൺ പറഞ്ഞപ്പോ എന്തോ എഴുതിക്കൊണ്ടിരിക്കുവായിരുന്നു. ലോങ് റൺ പറഞ്ഞ ആണോ? ഇതൊക്കെ നേരത്തെ ഈ തന്നതാ. ഓക്കെ ഓക്കെ, കുഴപ്പമില്ല, എന്തായാലും എഴുതി കൊടുത്തില്ല. അങ്ങനെ ഒരു ഇത് ഇപ്പോഴെങ്കിലും കാണിച്ചല്ലോ എക്സാമിന് തലേ ദിവസമെങ്കിലും. വെരി ഗുഡ്. ഓക്കെ, ലോങ് റൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ദർ ഇസ് നോ ഫിക്സഡ് ഇൻപുട്ട്. അവിടെ എന്തില്ല? ഓൾ ഇൻപുട്സ് ആർ വേരിയബിൾ. എല്ലാ ഇൻപുട്ടും വേരിയബിൾ ആണ്, അവിടെ ഫിക്സഡ് ഇല്ല കേട്ടോ. എഴുതിച്ചോ, ഓൾ ഇൻപുട്സ് ആർ വേരിയബിൾ, ദർ ഇസ് നോ ഫിക്സഡ് ഇൻപുട്ട് കേട്ടോ. മക്കളെ ഷോർട്ട് റണ്ണും ലോങ് റണ്ണും ക്ലിയർ ആയവരൊന്ന് കൈ കാണിച്ചേ. ഷോർട്ട് റൺ സം ഇൻപുട്സ് ആർ ഫിക്സഡ് അതേഴ്സ് ആർ വേരിയബിൾ. ലോങ് റണ്ണിൽ ഓൾ ഇൻപുട്സ് ആർ വേരിയബിൾ, നോ ഫിക്സഡ് ഇൻപുട്ട്. അതിലനുപേ സെറ്റ് അല്ലടാ? ഓക്കെ, മക്കളെ എല്ലാവർക്കും ക്ലിയർ ആണെങ്കിൽ ഒന്ന് കൈ കാണിച്ചേ. ഇനി ഡൗട്ട്? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഷോർട്ട് റൺ ലോങ് റണ്ണിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല, എല്ലാവർക്കും സെറ്റ് ആണ്. യെസ്. ഇന്ന് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷന്റെ എക്സാം ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഈസി ആയിരുന്നോ? കുറച്ച് പേർക്ക് കൈവശുന്നുണ്ട്. ഈസി ആയിരുന്നു അല്ലേ? ഓക്കെ, എങ്കിൽ നമുക്ക് ടൈപ്സ് ഓഫ് പ്രൊഡക്ഷൻ ഫംഗ്ഷനിലോട്ട് പോകാം. പ്രൊഡക്ഷൻ ഫംഗ്ഷനെ നമുക്ക് രണ്ടായി തരംതിരിക്കാം. എന്താ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ? നേരത്തെ പറഞ്ഞു അല്ലേ, ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടും നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന ഔട്ട്പുട്ടും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെയാണ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയാ. അവ രണ്ട് തരമുണ്ട്. ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഉണ്ട്, ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഉണ്ട്. ഓക്കെ അല്ലേ? എന്തായിരുന്നു ഷോർട്ട് റൺ? ഞാൻ ഇപ്പൊ പറഞ്ഞല്ലോ എന്താ ഷോർട്ട് റൺ എന്ന്. ആരെ വിളിക്കാം നമുക്ക് ഷോർട്ട് റൺ പറയാനായിട്ട്? അദ്വൈത് കൃഷ്ണ, എന്തായിരുന്നു ഷോർട്ട് റൺ എന്ന് പറഞ്ഞാല്? ഞാൻ ഇപ്പൊ പറഞ്ഞില്ലേ ഷോർട്ട് റൺ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? സം ഇൻപുട്സ് ഫിക്സഡും അതേഴ്സ് വേരിയബിളും അല്ലെ? സം ഇൻപുട്സ് ഫിക്സഡും അതേഴ്സ് വേരിയബിളും, മറ്റുള്ളവ വേരിയബിളുമാണ്. ലോങ് റണ്ണിലോ? ഓൾ ഇൻപുട്സ് ആർ വേരിയബിൾ. അവിടെ എന്തില്ല? ഫിക്സഡ് ഇല്ല അല്ലെ? ഓൾ ഇൻപുട്സ് ആർ വേരിയബിൾ. യെസ്. ഇനി മക്കളെ ശ്രദ്ധിച്ചോ, ഷോർട്ട് റൺ എന്ന് പറഞ്ഞാൽ കുറച്ച് ഇൻപുട്ട് ഫിക്സഡ് ആണ്, കുറച്ച് ഇൻപുട്ട് വേരിയബിൾ ആണ്. ഇവിടെയാണെങ്കിൽ എല്ലാ ഇൻപുട്ടും വേരിയബിൾ ആണ്. ഇനി എന്താ ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ? സം ഇൻപുട്സ് ആർ ഫിക്സഡ് അതേഴ്സ് ആർ വേരിയബിൾ, പ്രൊപ്പോർഷൻ ബിറ്റ്വീൻ ഇൻപുട്ട് ചേഞ്ചസ്. അവിടെ ചേർക്കാം. പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഈ കൊടുക്കുന്ന ഇൻപുട്ടുകളില്ലേ, ഫിക്സഡ് ആയിട്ടുള്ള ഇൻപുട്ട് ഉണ്ട്, വേരിയബിൾ ആയിട്ടുള്ള ഇൻപുട്ട് ഉണ്ട്, അവ തമ്മിലുള്ള അനുപാതം ഇല്ലേ, പ്രൊപ്പോർഷൻ. ആ പ്രൊപ്പോർഷന് മാറ്റം വരും. പ്രൊപ്പോർഷൻ ചേഞ്ചസ് ആണ്. മനസ്സിലായോ? അനുപാതം ചേഞ്ചസ് ആയിരിക്കും. ഇവിടെയാണെങ്കിലോ പ്രൊപ്പോർഷൻ എന്തായിരിക്കും മക്കളെ? പ്രൊപ്പോർഷൻ എന്തായിരിക്കും? ഫിക്സഡ് ആയിരിക്കും. പ്രൊപ്പോർഷൻ എന്തായിരിക്കും? ഫിക്സഡ് ആയിരിക്കും. ഓർത്ത് വെക്കുക, പറഞ്ഞുതരാം. ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ഇൻപുട്ട് കൊടുക്കണം അല്ലേ? ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ ഇൻപുട്ട് കൊടുക്കണം, എന്നാലേ നമുക്ക് അതിന് ഔട്ട്പുട്ട് കിട്ടുള്ളൂ. അപ്പൊ കൊടുക്കുന്ന ഇൻപുട്ടിൽ കുറച്ച് ഇൻപുട്ട് ഫിക്സഡും കുറച്ച് ഇൻപുട്ട് വേരിയബിൾ ആണെങ്കിൽ ഷോർട്ട് റൺ ആണ്. അവ തമ്മിലുള്ള പ്രൊപ്പോർഷൻ അനുപാതം
ചേഞ്ച് ആവുകയാണെങ്കിൽ ഓരോ സ്റ്റേജിലും ചേഞ്ച് ആയി വരികയാണെങ്കിൽ അത് ഷോർട്ട് റൺ ആണ്. അതുപോലെ ലോങ് റൺ എന്ന് പറഞ്ഞാൽ എല്ലാ ഇൻപുട്ടും വേരിയബിൾ ആണ്, പക്ഷെ അവ തമ്മിലുള്ള പ്രൊപ്പോർഷൻ എന്തായിരിക്കും സെയിം. നമ്മൾ അന്ന് ദോശയൊക്കെ ഉണ്ടാക്കുന്ന കഥ പറഞ്ഞ ഓർക്കുന്നുണ്ടോ നിങ്ങൾ? അരിയും അതുപോലെ തന്നെ ഉഴുന്നും അല്ലെ? ദോശ ഉണ്ടാക്കണമെങ്കിൽ 1 കപ്പ് അരി എടുത്താൽ എന്താണ് 1/2 കപ്പ് ഉഴുന്നെടുക്കണം. അപ്പൊ 2 കപ്പ് അരി എടുത്താൽ ഓട്ടോമാറ്റിക്കലി അത് 1 കപ്പ് ഉഴുന്നാവും. അവ തമ്മിൽ റേഷ്യോ ഉണ്ട് അല്ലെ? അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് എപ്പോഴും മാറും, പക്ഷെ അവ തമ്മിലുള്ള പ്രൊപ്പോർഷൻ സെയിം ആയിരിക്കും. അതാണ് ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. ക്ലിയർ ആയോ? എന്ന് കൈശി കാണിച്ച എല്ലാവരും സെറ്റ് അല്ലേ? അപ്പൊ ഷോർട്ട് റണ്ണും ലോങ് റൺ എന്താണെന്ന് പഠിച്ചു. ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷനും ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷനും എന്താണെന്ന് പഠിച്ചു. ഓക്കെ ആണോ? സെറ്റ് ആണോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്തോ. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്തോ, പറഞ്ഞുതരാം. ആർക്കെങ്കിലും ഇതുവരെയുള്ള ടോപ്പിക്സിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്താൽ പറഞ്ഞുതരാം. കഴിഞ്ഞ വീക്കിൽ എന്നെ കാണാതെ ആരും ചോദിച്ചില്ലല്ലോ സാറേ? നിങ്ങളൊരു വാക്ക് ചോദിച്ചു എന്നെ കാണാതെ കഴിഞ്ഞ എക്കണോമിക്സ് ക്ലാസ്സിൽ? ഇല്ലല്ലേ? ദൃശ്യൊക്കെ ചിരിക്കണ്. ഞങ്ങൾക്ക് സന്തോഷമായിരുന്നു സാറിന്ന്. അന്ന് മാത്രം ഉപദേശം ഉണ്ടായിരുന്നില്ല, ചീത്ത ഉണ്ടായിരുന്നില്ല അല്ലേ? ആരാണത്? അഭിനവ്. എന്താ മോനെ? പറഞ്ഞുതരല്ലോ, ഞാൻ പിന്നെ പറഞ്ഞു തരൂല്ലേ? എടാ ഷോർട്ട് റൺ എന്താണെന്ന് അറിയാലോ? ഷോർട്ട് റൺ എന്ന് പറഞ്ഞാല് കുറച്ച് ഇൻപുട്ട് ഫിക്സഡും കുറച്ച് ഇൻപുട്ട് വേരിയബിളും ആണ്. ശരിയല്ലേ ഷോർട്ട് റൺ എന്ന് പറഞ്ഞാൽ? ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? കുറച്ച് ഇൻപുട്ട് ഫിക്സഡും കുറച്ച് ഇൻപുട്ട് വേരിയബിൾ. അത് ഷോർട്ട് റൺ. അതിന്റെ കൂടെ എന്തുകൂടി പറയാ? പ്രൊപ്പോർഷൻ കൂടി പറയാ. അവ തമ്മിലുള്ള അനുപാതം മാറുകയാണെങ്കിൽ, ചേഞ്ച് ആവുകയാണെങ്കിൽ ഷോർട്ട് റൺ. ക്ലിയർ ആയോ? ലോങ് റൺ എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാ ഇൻപുട്ടും എന്താ അവിടെ? വേരിയബിൾ. പക്ഷെ അവ തമ്മിലുള്ള പ്രൊപ്പോർഷൻ എന്തായിരിക്കും? ഫിക്സഡ് സെയിം ആയിരിക്കും. കത്തിയാ? ഓക്കെ. ആരും ചോദിച്ചില്ലല്ലോ സാറേ എന്ന്? ഡെയിലി സാറ് പറയണം ആരും ചോദിച്ചില്ല സാറേ കാണാതെ. ഓക്കെ. അപ്പൊ ഇവർക്ക് ഇത് കാണുമ്പോൾ ഉള്ളൊരിത് മാത്രമേ ഉള്ളൂ സാറേ. അല്ലെങ്കിൽ കാണാതിരിക്കുമ്പോ അന്വേഷിക്കൂല്ലേ സാറിന് എന്ത് പറ്റിയെന്നൊക്കെ? ഇത്ര നാൾ എക്കണോമിക്സ് എടുത്തല്ലേ? ഇവിടെ അല്ലേ? മക്കളെ, അപ്പോ ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആരാ ഹാൻഡ് റൈസ് ചെയ്തേ? അഫിനെ ചോദിച്ചാടാ? പൂജ മിസ് ഇങ്ങോട്ട് പറഞ്ഞു. അപ്പൊ ഞങ്ങളൊന്നും ചോദിച്ചില്ലെന്ന്. എനിക്ക് പനിയാന്ന് പറഞ്ഞു. എനിക്കായിരുന്നു സുഖമില്ലാത്തത്. ഓക്കെ ഓക്കെ, ശരി ശരി. കുട്ടിക്ക് സുഖമില്ലായിരുന്നു, അത് എനിക്ക് പകർന്ന് എനിക്ക് സുഖമില്ലാതായി. ഓക്കെ മക്കളെ, അപ്പൊ നമ്മുടെ ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ, ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എല്ലാവർക്കും ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? എങ്കിൽ നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലോട്ട് പോകാം. TP, AP, MP. ഇതിലൊരു പ്രോബ്ലം വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അതെങ്ങനെ വരാമെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അതുപോലെ പഠിച്ചു പോണേ, എക്സാമിന് വരാൻ ചാൻസ് ഉണ്ട്. TP എന്ന് പറഞ്ഞാൽ ടോട്ടൽ പ്രൊഡക്റ്റ് എന്നാണ് അർത്ഥം, മൊത്തം ഉൽപ്പന്നം. AP എന്ന് പറഞ്ഞാലോ ആവറേജ് പ്രൊഡക്റ്റ്. MP എന്ന് പറഞ്ഞാൽ മാർജിനൽ പ്രൊഡക്റ്റ്. പറഞ്ഞുതരാം കേട്ടോ, ശ്രദ്ധിച്ചിരുന്നു. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. നമുക്ക് TP എന്ന് പറഞ്ഞാൽ എങ്ങനെയാ TP കണ്ടുപിടിക്കാന്ന് പറഞ്ഞുതരാം. അതുപോലെ APയും MPയും കണ്ടുപിടിക്കുന്നത് എങ്ങനെയാന്ന് പറഞ്ഞുതരാം. സാർ ഒന്ന് പ്ലെയിൻ ആക്കി തരുമോ? എനിക്ക് വയ്യായിരുന്നു. ആരാ ചോദിച്ചത്? ഓ, പ്രണവ്. കുട്ടിയൊക്കെ ഉണ്ടത് കേട്ട് എന്നെ കണ്ടാലേ അങ്ങനെ പ്രായം തോന്നില്ലെങ്കിലും ഇൻപുട്ട് കുട്ടിയൊക്കെ ഉണ്ട്. ചെറിയ കുട്ടി, 2 വയസ്സായത്. അരുൺ സാർ ഒരു അഞ്ച് കുട്ടിയുടെ തന്നെ പറയപ്പോ ഇൻപുട്ട് പ്രൈസ്. മക്കളെ ശ്രദ്ധിച്ചോട്ടോ. പ്രൈസ് ഇൻപുട്ട് എന്ന് പറയുന്നതാണ് എക്സ് കേട്ടോ മക്കളെ. എക്സ് ആണ്. ഇതിന് 0, 1, 2, 3 ഒരു 4 വരെ 5 വരെ കൊടുക്കുവാണേ. ഇനി P കൊടുക്കുന്നുണ്ട്. P ഞാൻ എങ്ങനെ കൊടുക്കണം? ഒരു കാണിച്ചു തരാം. 2, ഒരു 4, 6, 8, ഒരു 10 വരെ കൊടുക്കും. TP ഇങ്ങനെ കാണാൻ അറിയോ? ടോട്ടൽ പ്രൊഡക്റ്റ് കണ്ടുപിടിക്കണമെങ്കിൽ P ഇൻറ്റു Q ചെയ്താൽ മതി. P ഇൻറ്റു Q ചെയ്യാം കേട്ടോ. Q എന്ന് പറഞ്ഞാൽ എക്സ് ആണ്. Q എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പറയുന്ന ഔട്ട്പുട്ട് ആണ് കേട്ടോ. Q എന്ന് പറഞ്ഞാൽ എക്സ് ആണ്, ഔട്ട്പുട്ട് ആണ്. P ഇൻറ്റു Q ചെയ്താൽ നമുക്ക് TP കിട്ടും. അപ്പൊ ഒരാളെ വിളിച്ച് സാറേ TP എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം? ഗൗരി നന്ദന, എങ്ങനെയാണ് TP കാണാ? ഫസ്റ്റത്തെ TP പറഞ്ഞേ. 0 to 2 എത്രയാ? 2 ആണ്. ആ ബാക്കിൽ നിൽക്കണ മോനോട് ചോദിച്ചേ 0 to 2 എത്രയാന്ന് ചോദിക്കാം. അവൻ്റെ അടുത്ത് ചോദിക്കി. അവ എത്രയുള്ള പഠിക്കണേ? ആരാപ്പുറത്ത് നിൽക്കണേ? അനിയ എത്രലടാ?
4യുടെ 0 into 2 എത്രയാ മോനെ? അറിയില്ലേ? 3യാ? 0 എന്നാണോ പറഞ്ഞവൻ? അവനറിയില്ലെന്നാണോ പറഞ്ഞോ? അപ്പൊ ചേച്ചി മാറ്റി പറഞ്ഞല്ലേ? അപ്പൊ 0 into 2 ഏതൊരു നമ്പറിനെയും 0 വെച്ച് ഇൻറ്റു ചെയ്താൽ 0 ആയിരിക്കും അല്ലേ? അപ്പൊ 0. ഓക്കെ. ഇനി 1 into 4ഓ? അടുത്ത ആരെ വിളിക്കാം? അതിൻ കൃഷ്ണ. 1 into 4 എത്രയാടാ? 2 into 6 8 into 3 10 into 4 40. വെരി ഗുഡ് മക്കളെ. ടി പി മനസ്സിലായെങ്കിൽ ഒന്ന് കൈവശി കാണിച്ചേ. ടി പി ക്ലിയർ ആണെങ്കിൽ ഒന്ന് കൈവശി കാണിച്ചേ. യെസ്. ഇനി എ പി കാണാൻ പറഞ്ഞാൽ എങ്ങനെയാ മക്കളെ? ആവറേജ് കാണാൻ പറഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. സിമ്പിൾ ആണ്. ആവറേജ് കാണാൻ പറഞ്ഞാൽ എങ്ങനെ കണ്ടുപിടിക്കാന്ന് പറഞ്ഞുതരാം. യെസ്. ടി പി ബൈ ക്യൂ എന്താണ് ഇക്വേഷൻ? ടി പി ബൈ ക്യൂ. ടി പിനെ ക്യൂ വെച്ച് ഡിവൈഡ് ചെയ്യാ. അപ്പൊ 0/0 എത്രയാ? 0. 4/1 4/1 എത്രയാ? 4. 12/2 6. 24/3 8. 40/4 10. ക്ലിയർ ആണെങ്കിൽ ഒന്ന് കൈവശി കാണിച്ചേ. എ പി മനസ്സിലായെങ്കിൽ മക്കൾ ഒന്ന് എനർജറ്റിക് ആയിട്ട് കൈവശി കാണിച്ചേ. എ പി എന്ന് പറഞ്ഞാൽ ആവറേജ് പ്രൊഡക്റ്റ്. എ പി കാണാൻ ഇക്വേഷൻ എന്താ സഫ മർവ? എ പി കാണാൻ ഇക്വേഷൻ എന്താ സഫ മർവ? ഈസ് ഈക്വൽ ടു എന്തിട്ട് ഇത് പിച്ചും പേയും പറയണോ? എ പി ഈസ് ഈക്വൽ ടു ആ വെരി ഗുഡ്. ശരിയായിരിക്കും. എ പിയും പ്രൈസും സെയിം ആയിരിക്കുന്നല്ലേ ചോദിച്ചേക്കണേ. മിക്കവാറും ഈ പ്രൈസ് തരാറില്ല ഡക്സ. അതാണ് ഞാൻ ഇങ്ങനെ കാണിച്ചു തരണേ കേട്ടോ. ഡക്സ എവിടെ സാറേ? പി ആണ് പ്രൊഡക്ഷൻ അല്ല, പി പ്രൈസ് ആണത് കേട്ടോ. ഡക്സ. അപ്പൊ ഈ പ്രൈസ് മേ ബി തരാറില്ല. ടി പി തന്നിട്ട് ചിലപ്പോൾ എ പി കാണാനാ പറയുക. അപ്പൊ ഇത് ടി പി ബൈ ക്യൂ അങ്ങനെ പഠിച്ചാൽ മതി. ഇത് തരാറില്ല കേട്ടോ. ഓക്കെ. ഇനി എം പി മക്കളെ. എം പി എം ഓർത്ത് വെക്കുക. എന്ന് പറഞ്ഞാൽ മാർജിനൽ എന്നാണ് അർത്ഥം. മാർജിനൽ. മാർജിനൽ. എം എവിടെ കണ്ടാലും ശ്രദ്ധിക്കാട്ടോ. എമ്മിന് എം സി കാണാനുണ്ട്, എം പി കാണാനുണ്ട്, എം ആർ കാണാനുണ്ട്. അതിനൊക്കെ എമ്മിന്റെ കുറെ സാധനങ്ങൾ വരാറുണ്ട്. അപ്പൊ എം വന്നാൽ എന്താണ് മക്കളെ? എം വന്നാൽ ഓർത്ത് വെക്കുക. എം ആണ് കണ്ടുപിടിക്കാനുണ്ടെങ്കിൽ ഡെൽറ്റ ടി എടുക്കുക. ഡെൽറ്റ ടി ഇവിടെ എന്ത് വരും? അപ്പൊ ഡെൽറ്റ ടി പി. ക്ലിയർ ആയോ? ക്ലിയർ ആണെങ്കിൽ കൈവശി കാണിച്ചേ. ഡെൽറ്റ ടി പി. ടി പിയുടെ ഡിഫറൻസ് ഓക്കെ ആണോ? ഇത് കൈവശി കാണിച്ചേ. അപ്പൊ ഡെൽറ്റ ടി പി. അപ്പൊ എം എന്ന് പറഞ്ഞാൽ മാർജിനൽ എന്നാണ് അർത്ഥം. മാർജിനൽ കണ്ടുപിടിക്കണമെങ്കിൽ ടോട്ടലിന്റെ ഡിഫറൻസ് എടുക്കുക. അപ്പൊ ഫസ്റ്റത്തെ ടോട്ടൽ നില്ലാക്കി ഇടുക. 0 എത്രയായി മക്കളെ? 4 ആയി അല്ലേ? ടി പിയിൽ 0 4 അപ്പൊ എത്രയാ മാറ്റം? 4. ഇനി 4 12 ആയില്ലേ? അപ്പൊ എത്രയാ മാറ്റം? 12 4 കുറച്ചാൽ 8. തൊട്ട് മുമ്പുള്ളത് കുറച്ചാൽ മതി. 12 24 ആയില്ലേ? അപ്പൊ 24 12 കുറച്ചാൽ 12. ഇനി 24 40 ആയില്ലേ? അപ്പൊ 40 24 കുറച്ചാൽ എത്ര വരും? 16. ക്ലിയർ ആണെങ്കിൽ കൈവശി കാണിച്ച എല്ലാവരും. എം പി കാണാൻ മനസ്സിലായെങ്കിൽ ഒന്ന് കൈവശി കാണിച്ച എല്ലാവരും. എനർജറ്റിക് ആയിട്ട് കൈവശി കാണിച്ചേ. കെയ്ത്തെ ക്ലിയർ ആയോ? അപ്പൊ എ പി കാണാൻ ടി പി ബൈ ക്യൂ, എം പി കാണാൻ ടി പിയുടെ ഡിഫറൻസ് എടുക്കുക. എം കാണാൻ എപ്പോഴും ടിന്റെ ഡിഫറൻസ്, ടോട്ടൽ ഡിഫറൻസ്. അപ്പൊ എം സി കാണാനോ? എം സി വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ പറഞ്ഞു തരണം കേട്ടോ. എം സി എം ആർ ഒക്കെ വരുമ്പോൾ എം വന്നാൽ ടിന്റെ ഡിഫറൻസ്, എം പി ആയതുകൊണ്ട് ടി പിയുടെ ഡിഫറൻസ്, എം സി ആയാൽ ടി സിയുടെ ഡിഫറൻസ്. ഓർത്ത് വയ്ക്കുക. എം മാർജിനൽ. മാർജിനൽ കാണെങ്കിൽ എന്ത് ചെയ്യണം മോനെ? ആരെ വിളിക്കാം? റോമിയ. മാർജിനൽ കാണാൻ എന്താ ചെയ്യണ്ടേ? എം കണ്ടാൽ എന്ത് ചെയ്യണം മോനെ? എം കണ്ടാൽ എം കണ്ടാൽ ഡെൽറ്റ എന്നിട്ടിട്ട് ഇവിടെ അങ്ങനെ ടി കൊടുത്താൽ മതി. എമ്മിന് വരടുത്ത് കൊടുക്കുക ടി പി. ക്ലിയർ ആയോ? സെറ്റ് അല്ലേ മക്കളെ? എല്ലാവർക്കും ഓക്കെ ആണോ? കൈവീശ് കൈവീശ്. സെറ്റ്. ആരത്? ജുവിനെ. മോനെ ക്ലിയർ ആയോടാ? ഉഷാറിൽ എന്ത് പറ്റി? പനിയാണോ? ഏത് പരീക്ഷ? സെക്കൻഡ് ലാംഗ്വേജ് നാളെ ഉണ്ടോ? തൃശ്ശൂർ ജില്ലക്ക് മുടക്കിട്ടി പരീക്ഷ നാളെയാണോ? ആര് പറഞ്ഞു? ഓ, അതിന്റെ സങ്കടത്തിലിരിക്കുവാണോ?
കമ്പ്യൂട്ടർ നല്ല സുഖമായിരുന്നു. എല്ലാത്തിനും വിഷമമുണ്ടായിരുന്നു അപ്പൊ അല്ലേ? കുഴപ്പമില്ല, എക്കണോമിക്സ് നീ സന്തോഷിക്കണം. അപ്പൊ അതിനു വേണ്ടി ചിരിച്ചിരിക്കുക കേട്ടോ. സാരമില്ലടാ, നമുക്ക് ശരിയാക്കാത് കേട്ടോ. ഇട്ടുകളേ, അവിടെ പരീക്ഷയല്ലേ. കഴിഞ്ഞതിനെ കുറിച്ച് ചിന്തിച്ച് കളയല്ലേ, സമയം കളയല്ലേ. വരാതിരിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കൂ കേട്ടോ. ഓക്കെ. നിരഞ്ജൻ പ്രസാദ് മക്കളെ, അപ്പൊ എല്ലാവർക്കും ഇത് ക്ലിയർ ആയോ? സെറ്റ് ആണെങ്കിലും ഒന്ന് എനർജറ്റിക് ആയിട്ട് കഴിച്ച് കാണിച്ചേ. എല്ലാവർക്കും ക്ലിയർ ആണ്. മറ്റേ ഇവര് ഡെൽജോ ഉണ്ടോ? ഇനി ഞാനൊരു കാര്യം ചോദിക്കട്ടെ. MP തന്നിട്ട് TP കാണാൻ പറഞ്ഞാലോ? MP തന്നിട്ട് MP തന്നേക്കാം, എന്നിട്ട് ഇത് രണ്ടും ഇല്ല, ഇത് തന്നിട്ടില്ലേ? ഇത് തരാതെ MP തന്നിട്ട് TP കാണാൻ പറഞ്ഞാൽ എന്താ ചെയ്യണ്ടേ? ആര് പറയും? ആതിര പറഞ്ഞോ. ഇത് ക്വസ്റ്റ്യൻ തന്നേക്കാം. ഇൻപുട്ടും MP തന്നിട്ടുണ്ട്, എന്നിട്ട് TP കാണാൻ പറഞ്ഞു. എന്ത് ചെയ്യണം മോനെ? MP ബൈ ഔട്ട്പുട്ടാ. അപ്പൊ 4/1 4, 8/2 4 തന്നെയല്ലേ വരിക? അന്ന പ്രൈസ് വെച്ചായിരിക്കും, ഏതെങ്കിലും വഴി ഉണ്ടാവും അല്ലേ? ഓക്കെ, നോക്കാം നമുക്ക്. ആര് പറയും? നമ്മുടെ തിരുവനന്തപുരം കാര്യമായിട്ടുള്ള റിയ പറയും. കറക്റ്റ് ആയില്ലേ? ആദ്യത്തേത് നമുക്ക് 0 എഴുതാം എന്നാണ് റിയ പറയുന്നത്. ഓക്കെ, സമ്മതിച്ചു. ഈ 0ന്റെ കൂടെ 4 കൂട്ടുക, അപ്പൊ 4. യെസ്, 4ന്റെ കൂടെ 8 കൂട്ടുക, അപ്പൊ 12. 12ന്റെ കൂടെ 12 കൂട്ടുക, അങ്ങനെയല്ലേ? 24ന്റെ കൂടെ 16 കൂട്ടുക. ഞാനല്ലേ ഉത്തരം പറഞ്ഞത് ഇപ്പൊ? ഓക്കെ, സെറ്റ് വെരി ഗുഡ് മകളെ. അപ്പൊ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി പഠിച്ചിട്ടില്ലേ കഴിഞ്ഞ വർഷം? ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി പഠിച്ചിട്ടില്ലേ? ഒട്ടേൽ കഴിച്ച് കാണിച്ച ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. അതേപോലെ MP-നെ കൂട്ടി കൊടുത്താൽ മതി. അപ്പൊ TP കിട്ടി. കറക്റ്റ് അല്ലേ? TP 0 ആയത് 4, 12, 24, 40. കറക്റ്റ് അല്ലേ? കഴിച്ച് കാണിച്ചേ. അപ്പൊ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ. MP തന്നിട്ട് TP കാണാൻ പറഞ്ഞാൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്തോ. സ്റ്റെഫാനിയോ ക്ലിയർ അല്ലടാ? രോഹിത്തെ ഡൗട്ട് ഉണ്ടോ മോനെ? ചോദിച്ചോടാ. കേട്ടില്ലടാ? എങ്ങനെ ചെയ്യാം? എടാ ഇതില്ല, ഈ P ഒന്നുമില്ല. MP കൂട്ടി കൊണ്ടുവരാം. ആയത് ഇല്ല ആയതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ 0 ഒന്ന് കൊടുക്കാം. 0ന്റെ കൂടെ 4 കൂട്ടുക. TP തന്നിട്ടില്ലടാ, ഇത് തന്നിട്ടില്ല എന്ന് കരുത്, വിചാരിക്കി. അതായത് ഈ 2 കോളം മാത്രമേ തന്നിട്ടുള്ളൂ, ഇൻപുട്ടും MP. എന്നിട്ട് TP കാണാൻ പറഞ്ഞു. അപ്പൊ എങ്ങനെ TP കാണാന്ന്? ഗസ് ചെയ്ത് എങ്ങനെ ശരിയാവണേ? ഓഡ് ചേഞ്ച് അല്ല, അത് കൂട്ടി കൊണ്ടുവന്നാ പോരെ. എന്തിനാ ഗസ് ചെയ്യണേ? ആദ്യത്തെ 0ന്റെ കൂടെ 4 കൂട്ടിയാൽ എത്രയാ? 4. 4ന്റെ കൂടെ അടുത്ത നമ്പർ 8 കൂട്ടിയാൽ 12. 12ന്റെ കൂടെ അടുത്ത 12 കൂട്ടിയാൽ 24. 24 + 16 40. കറക്റ്റ് ആയിട്ട് കിട്ടിയില്ലേ TP? സെറ്റ് അല്ലേ? സെറ്റ് ആയാ? സംശയം ഉണ്ടല്ലോ? ക്ലിയർ? ഡൗട്ട് ഉണ്ടോ? മുഖത്ത് എന്തോ ഒരു സംശയം പോലെ ഇല്ല? ഓക്കെ ആണ്. ഓക്കെ മക്കളെ, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോട്ടോ. രഞ്ജന ഓക്കെ അല്ലേ? ജിയോ രഞ്ജന ദേവി ക്ലിയർ അല്ലേടാ? ഡൗട്ട് ഉണ്ടോ? ചോദിച്ചു. ഏതാടാ? MP കാണാൻ TP ഡിഫറൻസ് എടുക്കുക. ആദ്യത്തെ 0 അല്ലേ? അത് അതുപോലെ തന്നെ എഴുതി. 4ന് 0 കുറയ്ക്കുക. തൊട്ടുമ്പോൾ കുറച്ചാൽ മതി. 4ന് 0 കുറച്ചാൽ 4. കുറച്ച് പോയാൽ മതി. ഇവിടെ കൂട്ടി കൊണ്ടുവരിക. കുറച്ച് പൈസ കൂട്ടി കൊണ്ടുവന്നാൽ TP കിട്ടും. സെറ്റ് അല്ലേ? ഓക്കെ. മകളെല്ലാവർക്കും ഓക്കെ ആണെങ്കിൽ ഒന്ന് വീശി കാണിച്ചേ. അപ്പൊ നമുക്ക് TP തരാതെ MP തന്നിട്ട് TP കാണാൻ പറഞ്ഞാൽ കൂട്ടി കൊണ്ടുപോവുക.
ടി പി തന്നിട്ട് എം പി കാണാൻ പറഞ്ഞാലോ ചേഞ്ച് എടുക്ക. സെറ്റ് അല്ലേ? ഡൗട്ട് ഇല്ലല്ലോ ആർക്കും? ഓക്കെ ആണെങ്കിൽ ഒന്ന് കൈവശി കാണിച്ചേ. ഇനി എ പി തന്നിട്ടുണ്ടേ, എ പി തന്നിട്ടുണ്ട്, എ പി തന്നിട്ട് ടി പി കാണാൻ പറഞ്ഞു. അപ്പോഴോ ആര് പറയും? സാറ് നടക്കിയത് ഡോറ്. അവനിതേ പറയടാ. ഇതൊന്നും തന്നിട്ടില്ലേ? ഇതൊന്നുമില്ല. ടി പി കാണണം എനിക്ക്. എ പി തന്നിട്ടുണ്ട് 0, 4, 6, 8, 3. ഇത് തന്നിട്ടുണ്ട്. അപ്പൊ എങ്ങനെയാ ടി പി കാണാ? എടാ പരീക്ഷയില്ല നിനക്ക്? അതെന്താണ് ലേറ്റ് ആയത് കയറാൻ? കമ്പ്യൂട്ടർ ആയിരുന്നോ പരീക്ഷ? അതിന്റെ ക്ഷീണായിരുന്നു അല്ലേ? ഈസി ആയിരുന്നു. ഓക്കെ ശരി 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 ഓക്കേടാ. ആര് ചോദിച്ചേ? പേരെന്തായിരുന്നു? മാളവിക എക്കണോമിക്സ് ആണ് കേട്ടോ. മാളവികയോട് സാറേ. മാളവിക എക്കണോമിക്സിന്റെ 3rd ചാപ്റ്റർ ആണ് കേട്ടോ. 3rd ചാപ്റ്ററിൽ പ്രോബ്ലം ഉണ്ട് കേട്ടോ. പ്രോബ്ലം കണ്ടിട്ടാവും അല്ലേ? മൈക്രോയിലെ 3ാമത്തെ ചാപ്റ്റർ പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ് പ്രൊഡക്ഷനിലെ ചെറിയൊരു കുഞ്ഞു ടോപ്പിക്കാണ് പ്രോബ്ലം കേട്ടോ. അത് വരാറുണ്ട് ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, ഫാത്തിമ ചോദിച്ച. ഫാത്തിമ പറഞ്ഞോടാ. എ പി തന്നിട്ട് ടി പി കാണാൻ പറഞ്ഞ എങ്ങനെ ചെയ്യാ? യെസ്, എ പി ഇൻറ്റു ക്യൂ ചെയ്താൽ മതി. നമ്മൾ ടി പിനെ ക്യൂ വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോഴല്ലേ എ പി കിട്ടാറ്. അപ്പൊ ഇൻറ്റു ചെയ്യാം. അപ്പൊ 0 × 0 0, 4 × 1 4, 6 × 2 12, 8 × 3 24, 10 × 4 40. മക്കളെ സെറ്റ് ആണെങ്കിൽ കഴിച്ച് കാണിച്ച്. അപ്പൊ എ പി തന്നിട്ട് എ പിയും ഇൻപുട്ടും തന്നിട്ട് ടി പി കാണാൻ പറഞ്ഞ് ഇൻറ്റു ചെയ്താൽ മതി. ക്ലിയർ ആയോ? കത്തിയെങ്കിലും ഒന്ന് കഴിച്ച് കാണിച്ച എല്ലാവരും. സെറ്റ് അല്ലേ? ഡൗട്ട് ഇല്ലല്ലോ? എല്ലാവർക്കും ഓക്കെ അല്ലേ? സിൽവ ഓക്കെ അല്ലേടാ? യെസ്. അപ്പൊ നമുക്ക് അടുത്ത ടോപ്പിക്കാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 8 മാർക്കിന്റെ ക്വസ്റ്റ്യനിലോട്ട് നമ്മൾ പോവാണേ. അപ്പൊ ഇതിലൊന്നും ആർക്കും സംശയവും ഇല്ല എന്ന് കരുതുന്നു. വായിക്കുവാണേ മക്കളെ. 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻ നിങ്ങൾ റെഡിയാണോ പഠിക്കാൻ? 8 മാർക്കിന്റെ എസ്എ ക്വസ്റ്റ്യൻ ചെയ്യാൻ റെഡിയാണോ എല്ലാവരും? റെഡിയാണെങ്കിൽ റെഡി എന്ന് പറഞ്ഞേ, അല്ലെങ്കിൽ എല്ലാവരും ഹാൻഡ് റൈസ് ചെയ്തേ. റെഡിക്ക് വരെ ഹാൻഡ് റൈസ് ചെയ്താൽ മതില്ലേ സാറേ? 8 മാർക്കിന്റെ എസ്എ ക്വസ്റ്റ്യൻ പഠിക്കാൻ നിങ്ങൾ റെഡി ആണെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്തേ. ബിബിനെ രണ്ടിടത്ത് ഒരേ ക്ലാസ് തന്നെയാ ബിബിൻ. ഇനി ഇപ്പുറത്തേക്ക് സാറ് വേറെന്തെങ്കിലും പഠിപ്പിച്ചാലോ? 2 ഐഡിയിലും കയറിയിരിക്കുക. ആരൊക്കെ സാറ് റെഡി ഉള്ളത് 8 മാർക്ക് വാങ്ങാൻ? 6 പേര് റെഡിയാണ്. 46 പേര് ഇവിടെ റെഡിയാണ്. മക്കളെ 100 പേര് റെഡി ആവണ്ടേ? അതല്ലേ പറഞ്ഞത് കാര്യമുള്ളൂ അല്ലേ സാർ? ആരും സാറേ? സിദ്ധാർത്ഥ്, ശ്രീനികേഷ് റെഡിയല്ലടാ നീ? സാ അരവിന്ദൻ എന്താ ഡൗട്ട്? എത്രയാ? അതൊക്കെ തന്നിട്ടുണ്ട്, കഴിഞ്ഞ ക്ലാസ്സിൽ തന്നു. ചിലപ്പോ ചോദിക്കും ബ്രീഫ്. ഇതുവരെ ചോദിച്ചു കണ്ടിട്ടൊന്നുമില്ല. പ്രോബ്ലം ചോദിക്കാറുള്ളൂ. എന്നാലും വെറുതെ ജസ്റ്റ് ബ്രീഫായിട്ട് പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. ഓക്കെ, സ്ലൈഡ് അയച്ചു തരാം കേട്ടോ. PDF അയച്ചു തന്നിരുന്നല്ലോ ഈ ചാപ്റ്ററിന്റെ. ഓക്കെ മക്കള് റെഡി ആവാത്ത ആരൊക്കെ സാറേ പേരിന്ന് വിളിച്ച് വേഗം റീസെന്റ് എത്തിയത് ചെയ്യാത്തവർ? ആദിൽ അനൂപ്, അപർണ, നസ്രീൻ, അവിനാഷ്, ശിവനന്ദന. റെഡിയല്ലേ ശിവനന്ദന? ശിവനന്ദന ഇപ്പൊ കേറിയിട്ടുള്ള റെഡി ആയിട്ട്. കണ്ടുപിടിക്കും സാറേ. എല്ലിന്ന് TP കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ആരാണത്? മക്കളെ ഇൻപുട്ടിന് വരെ എല്ലിന്റെ കാര്യം പറഞ്ഞപ്പോഴേ ഓർത്തത്. അതാരാണ് എല്ല് പറഞ്ഞ ആള്? ഇപ്പൊ എല്ലിന്റെ കാര്യം പറഞ്ഞല്ലോ. ശേ
മക്കളെ ബെല്ല് പറഞ്ഞത് സൗണ്ട് കേട്ടിട്ട് ആരായിട്ട് എനിക്ക് തോന്നിയത് എയ്ഡൻ ആണോ സാറേ? എയ്ഡൻ ആണോ സംശയം. മക്കളെ ഈ ഇൻപുട്ടിന് പകരം ചിലപ്പോ എല്ല് തരും. എല്ലിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഓർത്തത്. മക്കളെ ഇൻപുട്ടിന് പകരം ഇങ്ങനെ എല്ല് തരും കേട്ടോ. എല്ല് തരും. ലേബർ എന്ന് പറഞ്ഞ ഇൻപുട്ടാണ്. ടി പി തന്നിട്ട് എം പി കാണാൻ പറഞ്ഞപ്പോ മനസ്സിലായല്ലോ, ഇത് ഇൻപുട്ടാണ് കേട്ടോ. എൽ എന്ന് പറഞ്ഞ എന്താണ്? ഇൻപുട്ടാണ് കേട്ടോ. സെറ്റ് അല്ലേ? ലേബർ കേട്ടോ. സെറ്റ് അല്ലേ? സംശയമില്ലല്ലോ. യെസ്. അപ്പൊ ലേബർ എന്ന് തരും, അത് ഇൻപുട്ടാണ്. ഇൻപുട്ട് തന്നെ തരണമെന്നില്ല കേട്ടോ. ക്യൂവിന് പകരം ലേബർ എന്ന് തരും. ഓക്കെ മക്കളെ, അപ്പൊ 8 മാർക്കിന്റെ ക്വസ്റ്റിനോട്ട് പോയാൽ ഭൗമിക മോനെ പണി തുടങ്ങി. അതിന്റെ സ്റ്റാർട്ട് ചെയ്തോ? ക്ലാസ് ശ്രദ്ധിക്കുക ഭൗമിക. 8 മാർക്ക് നിനക്ക് വേണ്ടേ? നീ ഇവിടെ ശ്രദ്ധിച്ചിരിക്കും മക്കളെ. ലോ ഓഫ് വേരിയബിൾ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ പ്രൊപ്പോർഷൻ സാറെ കാണിച്ചോ? ഇതൊന്നും തെളിയാത്താണല്ലോ ഒറ്റമേനെ. 8 മാർക്കിന്റെ ക്വസ്റ്റിനിലോട്ട് പോകാൻ കേട്ടോ മക്കളെ. 8 മാർക്കാണ്, 1-2 മാർക്കല്ല. 8 മാർക്കിന് എക്സ്പ്ലെയിൻ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കും. എങ്ങനെ ചോദിക്കുക? എക്സ്പ്ലെയിൻ ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ പ്രൊഡക്റ്റ് ഓർ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും. ഇത് എങ്ങനെ എഴുതേണ്ടത് പറഞ്ഞുതരാം. അതായത് ശ്രദ്ധിക്കോ, ഞാൻ ആദ്യം എക്സ്പ്ലനേഷൻ പറയാം. അതിന് ഫിഗർ ഉണ്ട് മക്കളെ. ഫിഗർ വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനാ ചോദിക്കുക. അപ്പൊ ഫിഗർ വരയ്ക്കാൻ എല്ലാവരും റെഡിയാണോ? ഞാൻ വരച്ച് കാണിച്ചു തരാം. വളരെ സിമ്പിൾ ആണ് കേട്ടോ. ഫിഗർ വളരെ സിമ്പിൾ ആണ്. ശ്രദ്ധിച്ചു എല്ലാവരും. എക്സ് ആക്സിസ്, വൈ ആക്സിസ് ക്ലിയർ അല്ലേ? എക്സ് ആക്സിസ് വൈ ആക്സിസ് വരച്ച് ക്ലിയർ അല്ലേ മക്കളെ? ഭൗമിക മോനെ ഇവിടെ ശ്രദ്ധിച്ചിരുന്നോ? ഇതിനെ ഇറക്കി വിടും ഞാൻ. വൈറ്റ് അങ്ങനെ ഉണ്ടോ? എക്സ് ആക്സിസ് വരച്ചു, വൈ ആക്സിസ് വരച്ചു. ക്ലിയർ അല്ലേ? അപ്പൊ 8 മാർക്കിന് ചോദിച്ചാൽ എക്സ്പ്ലനേഷൻ മാത്രം എഴുതിയാൽ പോരാ, ഫിഗറും കൂടി വരയ്ക്കണം. ഫിഗർ വരയ്ക്കാൻ എളുപ്പവഴി പറഞ്ഞുതരാം. ആദ്യം നമ്മൾ ഇത് ഇങ്ങനെ അങ്ങോട്ട് ടി പി വരയ്ക്കുക. കണ്ടോ? അത് ഇങ്ങനെ ടി പി വരച്ചത് മനസ്സിലായെങ്കിൽ കൈവശം കാണിച്ചേ. ടി പി വരച്ചത് മനസ്സിലായെങ്കിൽ കൈവശം കാണിച്ച എല്ലാവരും. മക്കളെ ഈ ഫിഗർ വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ 8 മാർക്കിന് ചോദിക്കാം കേട്ടോ. ടി പി ഇതിങ്ങനെ അങ്ങോട്ട് റാ പോലെ അങ്ങോട്ട് വരയ്ക്കുക. റായല്ല, ഇതിങ്ങനെ കേട്ടോ. ഒരു മല പോലെ വരയ്ക്കുക. ക്ലിയർ ആണെങ്കിൽ കൈവശം കാണിച്ച നൈജോനെ. ടി പി വരച്ചത് മനസ്സിലായോ? യെസ്. എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയോ? ഈ മലയുടെ മുകളിലെ മക്കളെ ഈ ഏറ്റവും ടോപ്പ് ഭാഗം അത് ഇതിങ്ങനെ താഴോട്ട് ഒരു മാർക്ക് ചെയ്യുക. താഴോട്ട് ഇങ്ങോട്ട് അങ്ങോട്ട് മാർക്ക് ചെയ്യുക. ഓക്കെ ആണെങ്കിൽ കൈവശം കാണിച്ചേ. എന്നിട്ട് വീണ്ടും ഇതിലൂടെ കട്ട് ചെയ്യുന്ന മറ്റൊരു മല വരയ്ക്കുക. ഇതിങ്ങനെ അങ്ങോട്ട് വേറൊരു മല. അതാണ് എം പി. മക്കളെ ക്ലിയർ ആണെങ്കിൽ ഒന്ന് കൈവശം കാണിച്ചേ. ഇനി ഈ മലയുടെ മുകളിലെ മക്കളെ ഈ മുകൾ തൊട്ടടിയിലായിട്ട് ഒരു പോയിന്റ് മാർക്ക് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക? അവിടെ കട്ട് ചെയ്തിട്ട് ഒരു എ പി വരയ്ക്കുക. അവിടെ കട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുക? എ പി വരയ്ക്കുക. ഇത്രയേ ഉള്ളൂ. സിമ്പിൾ ആണ് ഫിഗർ. ടി പി, എ പി, എം പി. ഇത് ഇൻപുട്ട്. ഇത് കൂട്ടിമുട്ടിയ പോയിന്റ് ഇല്ലേ? അവിടെയും ഒരു ലൈൻ അങ്ങോട്ട് വരയ്ക്കുക. അങ്ങനെ താഴോട്ട്. ഇത് സ്റ്റേജ് 1, സ്റ്റേജ് 2, ഇത് സ്റ്റേജ് 3. മക്കളെ സെറ്റ് ആണെങ്കിലോ നിങ്ങളുടെ സെറ്റിക്കായിട്ട് കൈവശം കാണിച്ച് എല്ലാവരും സെറ്റ് ആണെങ്കിൽ ഒന്ന് ഉഷാറായിട്ട് കൈവശം കാണിച്ച്. എക്സാമിന് ചോദിച്ചാൽ ഇതേപോലെ വരയ്ക്കണം. ഓക്കെ ആണോ? അതിലെ ക്ലിയർ ആയോടാ? അമ്മലേ ക്ലിയർ? ഫിഗർ ക്ലിയർ ആയോ? കേട്ടുള്ളൂ മക്കളെ. എല്ലാവർക്കും ഫിഗർ ഓക്കെ ആണെങ്കിൽ ഒന്ന് കൈവശം കാണിച്ചേ. സാറല്ലോ വാറന്റ് ചെയ്തോ? ഒന്നൂടെ വരച്ച് കാണിക്കണോ? സാറല്ലോ വാറന്റ് ചെയ്തു. രണ്ടെടുത്ത് ഫിഗർ ഒന്നുകൂടെ വേണമെങ്കിൽ വിളിച്ചോ? അദ്ദേഹത്തെ ഫിഗർ റിപ്പീറ്റ് ചെയ്യണോ? ഫിഗർ ആണോ? യെസ്, കാണിച്ചു തരാം. എക്സ് ആക്സിസ്, വൈ ആക്സിസ്, ഇതൊക്കെ അല്ലേ? ടി പി വരയ്ക്കാം. ടി പി ഇതിങ്ങനെ വരയ്ക്കാം. ടി പി കണ്ടോ? ഓക്കെ ആണോ? ഇതിന്റെ ടോപ്പ് ഭാഗമല്ലേ? ടോപ്പ് അത് സ്കെയിൽ വെച്ചിട്ട് എന്ത് ചെയ്യുക? താഴോട്ട് ഒരു പോയിന്റ് മാർക്ക് ചെയ്യുക. ഇവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്യുക. ഓക്കെ ആണോ? ഓക്കെ അല്ലേ? യെസ്. എന്നിട്ട് എന്ത് ചെയ്യണം? ഇവിടെ കട്ട് ചെയ്തിട്ട് നമ്മൾ അടുത്തൊരു മല ഇങ്ങനെ വരയ്ക്കുക. എം പി. ക്ലിയർ? ഓക്കെ ആണോ? ഇനി ഇതിന് ടോപ്പ് ഇല്ലേ? ഇതിന് ടോപ്പ് അതിന് തൊട്ട് താഴെയായിട്ട് ഒരു പോയിന്റ് മാർക്ക് ചെയ്യുക. തൊട്ട് താഴെയായിട്ട് കേട്ടോ. അവിടെ കട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുക? എ പി വരയ്ക്കുക. എ പി. ഇത് രണ്ടു കൂട്ടിമുട്ടി പോയിന്റിലിടാ. അവിടെ വീണ്ടും ഒരു ലൈൻ താഴോട്ട് വരയ്ക്കുക. അപ്പൊ ഇതാണ് 1, നടുക്ക് 2, ഇത് സ്റ്റേജ് 3. ക്ലിയർ? സെറ്റ് ആയാ? ഓക്കെ.
ശിവനന്ദന കുഴപ്പമില്ലടാ, ഇത് കഴിഞ്ഞ ഫസ്റ്റ് ചാപ്റ്റർ എടുക്കും. ഇത് പഠിച്ചോണ്ട് കുഴപ്പമൊന്നുമില്ല. ഇനി ഞാൻ വീണ്ടും ഈ ചാപ്റ്റർ എടുത്തു തരൂലല്ലോ പിന്നീട്. അതാണ് ഞാനല്ലല്ലോ എടുത്തത്. ശിവനന്ദന എവിടെ ഇരുന്നോ? ക്ലാസ് ശിവനന്ദന SI ആണ്. ഓക്കെ അല്ലേ ശിവനന്ദന? പഠിച്ചതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. സ്കൂൾ എടുത്തിട്ടില്ലേ ചാപ്റ്റർ? നാളെ ഇല്ല എക്സാം, മറ്റന്നാളല്ലേ? ഏതൊക്കെ ചാപ്റ്ററാ? ആ കേക്കാം. മൈക്രോ 2 മാക്രോ 2 അല്ലേ? ഓക്കെ നമ്മൾ മൈക്രോ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ കുഴപ്പമില്ല, കേട്ടോ എന്തായാലും. മക്കളെ ഫിഗർ ക്ലിയർ ആയല്ലോ. ഇനി കോൺസെപ്റ്റ് പറഞ്ഞുതരാം. ഇറ്റ് റെഫേഴ്സ്, എനിക്ക് ഇവരെ സംസാരിച്ച് വഴക്കുണ്ടാക്കണേന്ന് തോന്നുന്നു. അദ്വൈത് കൃഷ്ണയാണോ ഇപ്പൊ സംസാരിച്ചത്? മ്യൂട്ട് ചെയ്യാതെ. ഓക്കെ. ഇറ്റ് റെഫേഴ്സ് ടു ഷോർട്ട് റൺ അനാലിസിസ് ഓഫ് പ്രൊഡക്ഷൻ. മക്കളെ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ പറഞ്ഞാൽ ഷോർട്ട് റൺ ആണ്. അത് ആദ്യം പറയാം കേട്ടോ. ഒന്നാമത്തെ പോയിന്റ് എന്താ എക്സ്പ്ലെയിൻ ചെയ്യാൻ 8 മാർക്കിന് ചോദിച്ചാൽ അത് ഷോർട്ട് റൺ ആണ്. കറക്റ്റ് അല്ല? ഒന്നാമത്തെ പോയിന്റ് കിട്ടിയാ? അത് ഷോർട്ട് റൺ അനാലിസിസ് ആണ്. ശ്രദ്ധിക്കുക, വെൻ മോർ ആൻഡ് മോർ യൂണിറ്റ്സ് ഓഫ് വേരിയബിൾ ഇൻപുട്ട് ഈസ് ആഡഡ് വിത്ത് ഫിക്സഡ് ഇൻപുട്ട്. നമുക്കറിയാം ഷോർട്ട് റൺ എന്ന് പറഞ്ഞാൽ കുറച്ച് ഇൻപുട്ട് വേരിയബിളും കുറച്ച് ഇൻപുട്ട് ഫിക്സഡും ആണ്. ശരിയല്ലേ? ഷോർട്ട് റൺ എന്ന് പറഞ്ഞാൽ കുറച്ച് ഇൻപുട്ട് വേരിയബിളും കുറച്ച് ഇൻപുട്ട് ഫിക്സഡും ആണ്. കറക്റ്റ് ആണ്? കൈവശം കാണിച്ചേ. യെസ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? കൂടുതൽ എന്ത് ചെയ്യുന്നു? ഇൻപുട്ട് നമ്മൾ ആഡ് ചെയ്യാണ്. ഫിക്സഡിന്റെ കൂടെ കൂടുതൽ ഇൻപുട്ട് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ ഈ ടോട്ടൽ പ്രൊഡക്റ്റ് ഇല്ലേ, ടോട്ടൽ മൊത്തം ഉൽപ്പന്നം, അതൊരു സ്റ്റേജ് വരെ എന്താവുള്ളൂ? കൂടുള്ളൂ. കണ്ടോ? ടോട്ടൽ പ്രൊഡക്റ്റ് ഒരു സ്റ്റേജ് വരെ കൂടും, പിന്നെ അത് കുറയുന്നു. മനസ്സിലായോ? ഇതാണ് ഇൻപുട്ട്. കണ്ടോ? എക്സാക്ട്സ് ആണ് ഇൻപുട്ട്. ഇതൊരു എക്സാമ്പിൾ പറയാം. ഇത് എക്സാക്റ്റ് ആയിട്ടുള്ള എക്സാമ്പിൾ അല്ല, എന്നാലും നിങ്ങൾക്ക് ഓർത്ത് വെക്കാനുള്ള എളുപ്പ വഴിയാണ്. ഇതൊരിക്കലും ഞാൻ പറയുന്നത് 100% യാഥാർത്ഥ്യവുമല്ല. പറയട്ടെ, എക്സാമ്പിൾ പറയട്ടെ? റെഡിയാണോ? ഓക്കെ ആണോ? നിങ്ങൾ ഈ തൊഴിലുറപ്പ് പദ്ധതിയൊക്കെ കണ്ടിട്ടുണ്ടോ മക്കളെ? തൊഴിലുറപ്പ് ഉണ്ടോ? നിങ്ങൾക്ക് ഈശി കാണിച്ച്. തൊഴിലുറപ്പ് അറിയാലോ. വീടിൻ്റെ അടുത്തൊക്കെ നിങ്ങൾ മറ്റേ പറമ്പ് കളിക്കാനും പുല്ല് പറിക്കാനൊക്കെ വരുന്ന ആളുകളെ കണ്ടിട്ടുണ്ടോ? യെസ്. അത് അടിപൊളി നല്ലൊരു ജോലിയാണ്. നമുക്കറിയാം, നല്ല രീതിയിൽ ജോലി ചെയ്ത് ജീവിക്കുന്നവരാണ് അതല്ലേ? യെസ്, അതൊക്കെ നല്ല പെർഫെക്റ്റ്. ഞാൻ അവരെ ബഹുമാനിക്കുന്നു. ഞാൻ പറയുന്നത് അതുമായിട്ടൊന്ന് എക്സാമ്പിൾ പറയുകയാണെ, ശരിക്കും അത് എക്സാക്റ്റ് അല്ല. നിങ്ങൾക്ക് ഓർത്ത് വെക്കുക. ഞാൻ അങ്ങനെ എക്സാമ്പിൾ പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ മൈൻഡിലേക്ക് വേഗം സ്ട്രൈക്ക് ചെയ്യും, പെട്ടെന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഒരു എക്സാമ്പിൾ പറയുന്നത് കേട്ടോ. അപ്പോൾ ആദ്യമേ ഞാൻ പറയാണ്, ഞാൻ അവരെ റെസ്പെക്ട് ചെയ്തുകൊണ്ടാണ് ഞാൻ ഒരു എക്സാമ്പിൾ പറയുന്നത്. അതായത് നമുക്കൊരു അവിടെ എന്ന് പറഞ്ഞാൽ പണ്ട്, ഇപ്പോഴൊക്കെ വളരെ പ്രോപ്പറായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ സാറേ, പ്രോപ്പറായിട്ട് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പണ്ടൊക്കെ ആണെങ്കിൽ കുറേ ആളുകളൊക്കെ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങും അല്ലേ? എന്നിട്ട് ആക്ച്വലി എന്താ അവിടെ സംഭവിക്കുന്നേ? ആരെ വിളിക്കാം നമുക്ക്? ഏഞ്ചൽ, എന്താ അവിടെ സംഭവിക്കുന്നേടാ? കണ്ടിട്ടുണ്ടോ? എന്താ പോണ കാണാം. സാധാരണ പണ്ടൊക്കെ എങ്ങനെ സംഭവിച്ചിരുന്നത്? ആദ്യം നോക്കാനൊന്നും ആരും ഉണ്ടായിരുന്നില്ല. അപ്പൊ അവരെന്ത് ചെയ്യും? ഇപ്പോഴും ഇല്ലാന്ന് ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടാ. ഏഞ്ചലാണ് പറയുന്നത് ഇപ്പോഴും അങ്ങനെ ആരും നോക്കാനൊന്നുമില്ല, അവിടെ പോയിട്ട് വെറുതെ ഇരിപ്പാന്ന്. ഞാൻ ഇപ്പോഴത്തെ കാര്യമില്ല, പണ്ട്. അതായത് ആളുകള് നമ്മള് പരസ്പരം എന്ത് ചെയ്യും? വർത്താനൊക്കെ പറഞ്ഞ് അപ്പുറത്തെ വീട്ടിലെ കഥയും ഇപ്പുറത്തെ വീട്ടിലെ കഥയും തലേ ദിവസത്തെ സീരിയലിന്റെ കഥയും ഇതൊക്കെ പറഞ്ഞിരിക്കും. ശരിയാണോ? യോജിക്കുന്നുണ്ട്. അതായത് ഇനി എണ്ണം കൂടിയാലോ? ആളുകളുടെ എണ്ണം കൂടിയെന്ന് സംഭവിക്കുകയും ചിലേ ഒരു പണി നടക്കൂല. ശരിയല്ലേ? ആവശ്യത്തിന് കുറച്ച് എണ്ണൊക്കെ ആണെങ്കിൽ എന്തെങ്കിലുമൊക്കെ പണി നടക്കും. ആളുകളുടെ എണ്ണം കൂടിയാൽ എന്താ സംഭവിക്കുക മക്കളെ? ഒട്ടും പണി നടക്കൂല. ശരിയാണെങ്കിൽ കേശി കാണിച്ചേ. അത് തന്നെയാണ് ഇവിടെ പറയണേ. ഇൻപുട്ട് നമ്മൾ കൂടുതൽ ആഡ് ചെയ്യുമ്പോൾ, മോർ ആൻഡ് മോർ യൂണിറ്റ്സ് ഓഫ് ഇൻപുട്ട് ആഡ് ചെയ്യുമ്പോൾ ടോട്ടൽ പ്രൊഡക്റ്റ് മൊത്തമായിട്ട് കിട്ടുന്ന ഔട്ട്പുട്ടില്ലേ, അതൊരു സ്റ്റേജ് വരെ കൂടുള്ളൂ, പിന്നെയും കുറയുന്നു. ഇപ്പൊ നമുക്കൊരു 10 പേരെ തൊഴിലുറപ്പിന് നമുക്ക് മതി. 10 പേര് നല്ല രീതിയിൽ ചെയ്യും പണി. 11 പേരാകുമ്പോഴും ചിലപ്പോൾ കുറച്ചും കൂടി നല്ല ഔട്ട്പുട്ട് കിട്ടും. 12 പേരാണെങ്കിലും നമുക്ക് ഔട്ട്പുട്ട് കിട്ടും, മാക്സിമത്തിലേക്ക് എത്തും. പിന്നെ 13 പേരെ ആഡ് ചെയ്താലോ? 13ഉം 14ഉം 15 പേരെയൊക്കെ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ
നമ്മൾ ഉദ്ദേശിക്കുന്ന ഔട്ട്പുട്ട് കിട്ടില്ല. ഔട്ട്പുട്ട് എന്താവും? ടോട്ടൽ പ്രൊഡക്റ്റ് കുറയും. ഇതിനെയാണ് ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ എന്ന് പറയുക. അധികമായാൽ അമൃതം വിഷം. കേട്ടിട്ടുണ്ടോ മക്കളെ? കേട്ടിട്ടുണ്ട്? കൈ കാണിച്ചേ. യെസ്, അധികമായിട്ടുണ്ടെങ്കിൽ എന്താണ്? അത് അമൃതമാണെങ്കിലും അത് വിഷമാണെന്നാണ് പറയുന്നത്. അതായത് നമുക്ക് ആവശ്യത്തിന് ഇൻപുട്ട് ഇട്ട് കൊടുത്താൽ മതി, പിന്നെ നമ്മൾ ഇൻപുട്ട് ഇടാൻ നിന്നാൽ ടോട്ടൽ പ്രൊഡക്റ്റ് ഔട്ട്പുട്ടിൽ നമുക്ക് അത്ര വലിയ പുരോഗതി ഉണ്ടാവില്ല, മാക്സിമം എത്തും. പിന്നെ നമ്മൾ ഇൻപുട്ട് ഇട്ട് കൊടുത്താലോ? ഇതല്ല ഇൻപുട്ട്. കൂടുതൽ ഇൻപുട്ട് ഇട്ട് കൊടുക്കും തോറും ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ ടോട്ടൽ പ്രൊഡക്റ്റ് എന്താവും? കുറയും. ഇതിനെയാണ് ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ അഥവാ ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയാം. ക്ലിയർ ആണെന്ന് കൈ കാണിച്ച എല്ലാവരും? യെസ്. അപ്പൊ എന്താണ് ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ? 8 മാർക്കിന് ചോദിച്ചാൽ ഇറ്റ് റെഫേഴ്സ് ടു ഷോർട്ട് റൺ ആണ്. വെൻ മോർ ആൻഡ് മോർ യൂണിറ്റ്സ് ഓഫ് വേരിയബിൾ ഇൻപുട്ട് ഈസ് ആഡഡ് വിത്ത് ഫിക്സഡ് ഇൻപുട്ട് ദ ടോട്ടൽ പ്രൊഡക്റ്റ് വിൽ ഡിക്രീസ് ആഫ്റ്റർ ഈ സ്റ്റേജ്. കണ്ടോ? ടോട്ടൽ പ്രൊഡക്റ്റ് ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ എന്താവും? കുറയും, അല്ലെങ്കിൽ മാർജിനൽ പ്രൊഡക്റ്റ് കുറയും. ഇതിനെയാണ് ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ പ്രൊഡക്റ്റ് ഓർ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ എന്ന് പറയുക. ക്ലിയർ ആണോ മക്കളെ? സെറ്റ് ആണെങ്കിൽ ഒന്ന് എനർജറ്റിക് ആയിട്ട് കൈശി കാണിച്ചേ. അപ്പൊ ലോ എന്താണെന്ന് പറയാ, ഫിഗർ വരച്ചാൽ 8 മാർക്ക്. ഇതിൽ 3 സ്റ്റേജ് കൂടി പറയണം കേട്ടോ. ഫസ്റ്റ് സ്റ്റേജിൽ എന്ത് സംഭവിക്കുന്നു, സെക്കൻഡ് സ്റ്റേജിൽ എന്ത് സംഭവിക്കുന്നു, തേർഡ് സ്റ്റേജിൽ എന്ത് സംഭവിക്കുന്നു. ഈ 3 സ്റ്റേജും കൂടി എഴുതണം, എന്നാലേ 8 മാർക്ക് കിട്ടുള്ളൂ. അത് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഞാൻ ഈ ഒരു ഫിഗർ, ഒറ്റ ഫിഗർ മതി കേട്ടോ, ഞാൻ അവന് വേണ്ടി അദ്വൈതിന് വേണ്ടിയിട്ട് ഞാൻ വീണ്ടും വരച്ചതാണ്. അപ്പൊ ആർക്കെങ്കിലും ഫിഗർ വരയ്ക്കാൻ അറിയാത്തവരോ ഈ ലോ മനസ്സിലാകാത്തവരോ ഉണ്ടെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്തോളൂ. അപ്പൊ ഞാൻ ആദ്യമേ പറയുകയാണ്, ഞാൻ ജസ്റ്റ് ഓർത്ത് വെക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത്. ഒരിക്കലും അവരങ്ങനെയല്ല കേട്ടോ, ആക്ച്വലി അങ്ങനെയല്ല കേട്ടല്ലോ. ഓക്കെ അല്ലേ? കൈവിശിക്കേ. യെസ്, ഓർത്ത് വെക്കാൻ എളുപ്പത്തിന് ഞാൻ പറഞ്ഞേ ഉള്ളൂ കേട്ടോ മക്കളെ. യെസ്. സാർ എന്താണ് അങ്ങനെ പറഞ്ഞതെന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. അങ്ങനെ പറഞ്ഞതല്ല, നിങ്ങൾക്ക് മനസ്സിലാകാൻ എളുപ്പത്തിന് പറഞ്ഞതാണ്. കുറച്ച് ഇൻപുട്ടേ നമുക്ക് ആവശ്യമുള്ളൂ, പിന്നെ വീണ്ടും ഇൻപുട്ട് ഇട്ട് കൊടുത്താൽ ടോട്ടൽ പ്രൊഡക്റ്റ് കുറയും. അത് കമ്പനികളിലാണെങ്കിലും ഫാക്ടറികളിലാണെങ്കിലും ഏത് സ്ഥാപനത്തിലാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ആവശ്യത്തിൽ മാത്രം തൊഴിലാളികൾ മതി അല്ലേ. അതിൽ കൂടുതൽ ആയിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമ്മൾ നന്ദനം ഫിലിം കണ്ടിട്ടുണ്ടോ മക്കളെ? നന്ദനം സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ കഴിച്ച് കാണിച്ച് കണ്ടിട്ടുണ്ടോ? അതിലെ ഈ വയസ്സായ 2-3 അമ്മമാരില്ലേ, കഴിഞ്ഞ വർഷം 2-3 അമ്മാമ്മമാരില്ലേ മക്കളെ? അവര് പണിയെടുക്കുന്നവരാണ് അല്ലേ. അപ്പൊ ഒരാളുടെ എന്തെങ്കിലും ജോലി ചെയ്യാൻ പറഞ്ഞാൽ അവരെന്ത് ചെയ്യും? ഒന്ന് ഹാൻഡ് റൈസ് ചെയ്ത് പറഞ്ഞ് ആർക്കെങ്കിലും ഡയലോഗ് ഓർമ്മയുണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യും. ആരുമില്ലേ? ഇതൊക്കെ +1 അവർ പറഞ്ഞേനെ. മക്കളൊന്ന് ഹാൻഡ് റൈസ് ചെയ്ത് പറയും. അധികമായാൽ അമൃതം വിഷമാണ് അല്ലേ. അപ്പൊ ആളുകൾ നമുക്ക് ആവശ്യത്തിന് മതി, അതിൽ കൂടുതലായ പ്രശ്നമാണ്. ലക്സ എന്ന് പറയൂ. ലക്സ അറിയോ? ശ്രീദേവി, ശിവനന്ദന. ശിവനന്ദന ചിരിക്കുന്നതിന്, ശിവനന്ദനക്ക് അറിയാം, പക്ഷെ പറയൂല ഡയലോഗ്. ഒന്ന് പറഞ്ഞേ. ക്ലിയർ അല്ലടാ, കഷ്ടായി. ഇപ്പൊ ദിയക്കറിയാം. അറിഞ്ഞൂടാ? ആര് പറയും മക്കളെ? ധൈര്യപൂർവ്വം വരൂ. ആദിൽ അനൂപേ, അമൽദാസേ, ആരും പറയുന്നില്ല? മോശമായി പോയല്ലോ. ആരും പറയുന്നില്ല. രോഹിത്തേ, ഇതാരതിനോടിരിക്കണേ? ആരത്? അദ്വൈതെന്ന് പറഞ്ഞേടാ, നിനക്ക് പണിഷ്മെന്റ്. ആ ഡയലോഗ് ഒന്ന് പറഞ്ഞേ. നീ ആ വെള്ളം കുടിക്കോ മോനെ? തൊണ്ടയിലിരിക്കും. എന്ത് തിന്നത്? പഴമാണ് ഇങ്ങനെ വിഴുങ്ങിയത്. ശരി. ഇതും കൂടി എഴുതി ചേർത്താലേ നമുക്ക് ഫുൾ മാർക്ക് കിട്ടുള്ളൂ. പറഞ്ഞുതരാം മക്കളെ, 3 സ്റ്റേജ് പറഞ്ഞുതരാം. ഒന്നാമത്തെ സ്റ്റേജ് ഇതല്ലേ. ഇവിടെ നോക്കിയേ, TP കൂടാണല്ലേ. കൂടിയ നിരക്കിലാണ് TP കൂടിക്കൊണ്ടിരിക്കുന്നത്, ശരിയല്ലേ? പെട്ടെന്ന് വലിയൊരു മാറ്റം ഉണ്ടാവാണ്. MP അവിടെ കൂടാണ് അല്ലെ. MP എന്ത് തന്നെയാണ്? കൂടുക തന്നെയാണ്. അപ്പൊ ഒന്നാമത്തെ സ്റ്റേജിൽ എന്താ? TP ഇൻക്രീസസ് അറ്റ് ഇൻക്രീസിംഗ് റേറ്റ്. കൂടിയ നിരക്കിൽ TP കൂടുന്നു, അപ്പൊ MP കൂടുന്നു. ഇതാണ് ഒന്നാമത്തെ സ്റ്റേജ്. ഇതാണ് സ്റ്റേജ് 2.
അപ്പൊ ടി പി അധിക വലിയ കൂടലൊന്നും ഇല്ല, കുറയാൻ വേണ്ടി കൂടാണ് അല്ലേ. അപ്പൊ ടി പി ഇൻക്രീസസ് തന്നെയാണ്, പക്ഷെ ഡിക്രീസിങ് റേറ്റ്, കുറഞ്ഞ നിരക്കിലാണ് ടി പി കൂടുന്നത്. അപ്പൊ എം പി കുറയുന്നു. ക്ലിയർ അല്ലേ? കൈവശി കാണിച്ചേ, എം പി കുറയുന്നു. മൂന്നാമത്തെ സ്റ്റേജ് ഇതല്ലേ, ടി പി താഴോട്ട് പോയി കുറയുന്നു, എം പി എക്സ് ആക്സിസിനെ കട്ട് ചെയ്ത് നെഗറ്റീവിലോട്ട് പോയി അല്ലേ. അപ്പൊ നമുക്ക് എന്ത് പറയാം, ടി പി ഡിക്രീസസ്, എം പി ബിക്കംസ് നെഗറ്റീവ്. ഈ 3 സ്റ്റേജും കൂടി എക്സ്പ്ലെയിൻ ചെയ്താലേ 8 മാർക്ക് നിങ്ങൾക്ക് കിട്ടുള്ളൂ. മക്കളെ സെറ്റ് ആണെങ്കിൽ ഒന്ന് കൈവീശി കാണിച്ച് 8 മാർക്കിന് ചോദിച്ചാൽ ലോ എന്താണെന്ന് എഴുതാ, ഫിഗർ വരയ്ക്കുക, 3 സ്റ്റേജ് എഴുതാ. സെറ്റ് ആണെങ്കിൽ ഒന്ന് ഉഷാറായിട്ട് കൈവീശി കാണിച്ച എല്ലാവരും. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ. സ്റ്റേജ് 1 ഒന്നുകൂടെ പറയാം. സ്റ്റേജ് 1 ഇതാണ്, ടി പി കൂടിയ നിരക്കിൽ കൂടുന്നു, എം പിയും കൂടുന്നു. 2, ടി പി കുറഞ്ഞ നിരക്കിൽ കൂടുന്നു, എം പി കുറയുന്നു. 3, ടി പി കുറയുന്നു, എം പി നെഗറ്റീവ് ആകുന്നു. ക്ലിയർ? സെറ്റ് അല്ലേ? യെസ് വിളിച്ചോ. ആരാണ്? സെറീന. ഡൗട്ട് ആണോ? ചോദിച്ചോടാ. കേട്ടില്ല. ടി പിയുടെ എം പിയുടെ റിലേഷൻഷിപ്പ് ചോദിച്ചാലും ഇതന്നെ എഴുതിയാൽ മതി. കേട്ടില്ലടാ, കേട്ടില്ല. അല്ലടാ, റിലേഷൻഷിപ്പ് ആണ് ഈ 3 സ്റ്റേജ്. റിലേഷൻഷിപ്പ് സെപ്പറേറ്റ് ചോദിച്ചാലും ഈ 3 ആൻസർ എഴുതിയാലും മതി. വേണമെങ്കിൽ ഒരെണ്ണം കൂടി എക്സ്ട്രാ എഴുതാം. ടി പി മാക്സിമം ആകുമ്പോൾ ടോപ്പിൽ എത്തുമ്പോൾ എം പി 0 ആയിരിക്കും. അതുകൊണ്ട് വേണമെങ്കിൽ എക്സ്ട്രാ എഴുതാം ഒരു പോയിന്റ്. ടി പി റീച്ചസ് മാക്സിമം, എം പി ബിക്കം 0. ആ ഒരു പോയിന്റ് കൂടി എഴുതാം കേട്ടോ സെറീന. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടി പി ആൻഡ് എം പി ചോദിച്ചാ ഓക്കെ അല്ലേ? ജുവിനെ ചോദിച്ചോടാ. കേട്ടില്ല. പക്ഷെ ഇതൊന്നും ഇല്ലടാ, ഞാൻ എഴുതുന്ന സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ. കാരണം ഇതൊക്കെ നല്ല വരച്ച്, അത് റെക്കോർഡ് ക്ലാസ് ആണോ? ഇതൊന്നും നീ ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കൂ. എഴുതാ ഫിഗർ വരച്ചാ ഓക്കെ. ഫിഗർ വരയ്ക്കാൻ ക്ലിയർ ആയല്ലോ മക്കളെ. ആർക്കെങ്കിലും ഫിഗർ വരയ്ക്കാൻ ഡൗട്ട് ഉണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്തോ. ജുവിനപ്പൊ തരാം, PDF ഇടാം കേട്ടോ. അദ്വൈത ക്ലിയർ ആയോടാ? എല്ലാവർക്കും ഓക്കെ ആണോ? എല്ലാവർക്കും സെറ്റ് ആണോ? സംശയമൊന്നുമില്ലല്ലോ. ഫിഗർ വരയ്ക്കാൻ ഓക്കെ അല്ലേ പുതിയ കുട്ടികളെ? സിൽവ ഓക്കെ അല്ലേടാ? ഫിഗർ വരയ്ക്കാൻ ഓക്കെ അല്ലേ? ആരത്? ഫിയോന സിൽവ ഓക്കെ അല്ലേ മോനെ? കൈവീശിക്ക്, ഇങ്ങനെ കൈവീശിക്ക്. ഓക്കെ സെറ്റ് ആണ്. യെസ് മക്കളെ, ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ. അപ്പൊ 8 മാർക്കിന് ലോ വേരിയബിൾ പ്രൊപ്പോർഷൻ അങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ട് ആരെങ്കിലും ആൻസർ ചെയ്യാതെ വന്നാൽ എന്റെ കയ്യിൽ നിന്ന് ഇടി കിട്ടും കേട്ടല്ലോ. ആദ്യം എന്താണെന്ന് എഴുതുക, ഫിഗർ വരയ്ക്കുക, ഈ 3 സ്റ്റേജ് എഴുതുക. സെറ്റ് ആണോ? കൈവീശിക്കേ, എനർജറ്റിക് ആയിട്ട് കൈവീശിക്കേ എല്ലാവരും. സെറ്റ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഒരു 10 മിനിറ്റ് ബ്രേക്ക് വരട്ടെ നിങ്ങൾക്ക് ചായ കുടിക്കാനായിട്ട്. 10 മിനിറ്റ് ഉള്ളൂ കേട്ടോ. 10 മിനിറ്റ് കഴിഞ്ഞാൽ കറക്റ്റ് സമയത്ത് ഓടി വരണം കേട്ടോ. ഓടിപ്പോയിട്ട് ഓടി വരൂ. ടി പി എം പി താഴെയാണ് കേട്ടോ മക്കളെ. ഇതാണ് എം പി കേട്ടോ, താഴോട്ട് പോകുന്നതാണ് എം പി. ഞാൻ ഇവിടെ എഴുതിയില്ലെന്നേ ഉള്ളൂ, എം പി ആണ് കേട്ടോ. യെസ് സർ. ഡൗട്ടാണോ? നവനീത് ഡൗട്ടാണോ? നവനീത് ഡൗട്ടാണോ മോനെ? ചോദിച്ചോടാ. എ പിയുടെ പറയണമെന്നില്ല, ഇവിടെ ടി പി എം പി തമ്മിൽ റിലേഷൻഷിപ്പ് പറഞ്ഞാലും മതി കേട്ടോ. അത് പക്ഷെ എക്സാമിന് എഴുതുമ്പോൾ ടി പി എം പി എഴുതിയാലും മതി കേട്ടോ. എ പി എഴുതണമെന്നില്ല കേട്ടോ. ഈ ക്വസ്റ്റ്യനിലാണ് കേട്ടോ നവനീത്, ഈ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ ചോദിക്കുമ്പോൾ എ പി എഴുതണമെന്നില്ല. പക്ഷെ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എ പി അങ്ങനെ ചോദിച്ചാൽ എ പി എഴുതണം കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ കാണിച്ചു. നെക്സ്റ്റ് ടോപ്പിക് മക്കളെ റിലേഷൻഷിപ്പ് ആണ്. ഇത് ചിലപ്പോൾ ഏതെങ്കിലും റിലേഷൻഷിപ്പ് എക്സാമിന് വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പൊ ആദ്യം നമുക്ക് ടി പി എം പി പറയാം. ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്, ടി പി ഇങ്ങനെ പോകും, എം പി അടിയിലോട്ട് പോകും. അറിയാലോ, ഫിഗർ അറിയാലോ. ഇപ്പൊ ടി പി എം പി തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താ? ടി പി കൂടിയ നിരക്കിൽ കൂടുമ്പോൾ എം പി കൂടുന്നു, ടി പി കുറഞ്ഞ നിരക്കിൽ കൂടുമ്പോൾ എം പി കുറയുന്നു. ടി പി മാക്സിമത്തിലേക്ക് എത്തുന്നത്, ടോപ്പിലേക്ക് എത്തുമ്പോൾ എം പി എന്തായിരിക്കും? 0 ആയിരിക്കും അല്ലേ? നമ്മൾ ഓൾറെഡി പറഞ്ഞില്ലേ, അത് തന്നെയാണ് കേട്ടോ. അപ്പൊ മക്കളെ റിലേഷൻഷിപ്പ് ചിലപ്പോൾ എക്സാമിന് ചോദിക്കും. ഈ ഫിഗർ ഒന്ന് മാറ്റാമോ സാറേ? വേണ്ട, സ്ലൈഡിൽ നിന്ന് കളയണ്ട, ഇതിൽ കളയാം മക്കളെ. അപ്പൊ ഞാൻ ഈ ടി പി എം പി വേണേൽ ഒരുമിച്ച് ഒന്ന് കാണിച്ചു തരാം. ഞാൻ വരച്ച് കാണിച്ചു തരാം, അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലിയർ ആവും. ടി പി എം പി മാത്രം മതി കേട്ടോ. അപ്പൊ ടി പി എം പി നമ്മൾ എങ്ങനെ വരച്ച?
അറിയാലോ നിങ്ങൾ. ഫസ്റ്റ് നമ്മൾ വരച്ചില്ലേ എക്സ് ആക്സിസ് വൈ ആക്സിസ്. ആദ്യം ടി പി വരയ്ക്കാം. കണ്ടോ ടി പി ടോപ്പിലെത്തുമ്പോൾ എം പി ഇവിടെ എന്ത് ചെയ്യണം? കട്ട് ചെയ്യണം. കണ്ടോ? ഇതാണ് ഫിഗർ. ഓക്കെ അല്ലേ? ഇതാണ് ടി പി, ഇതാണ് എം പി. അപ്പൊ ടി പി കൂടിയ നിരക്കിൽ കൂടുമ്പോൾ, കാരണം ടി പി ഇങ്ങനെ പെട്ടെന്നാണ് മാറ്റം വരുമ്പോൾ എം പി കൂടുന്നു. അതാണ് ഒന്നാമത്തെ സ്റ്റേജ്. ടി പി കുറയാൻ വേണ്ടി കൂടാണ്. അപ്പൊ ടി പി ഇൻക്രീസസ് അറ്റ് ഡിക്രീസിങ് റേറ്റ് എന്ന് അർത്ഥം. കുറഞ്ഞ നിരക്കിൽ കൂടുന്നു, അപ്പൊ എം പി കുറയുന്നു. ടി പി മാക്സിമം ടോപ്പിൽ എത്തുമ്പോൾ നോക്കി, ടി പി ഏറ്റവും ടോപ്പ് എത്തുമ്പോഴോ എം പി 0 അല്ലേ മക്കളെ? എം പി 0 അല്ലേ? ആണെങ്കിൽ കഴിച്ച് കാണിച്ചേ. ടി പി മാക്സിമത്തിലേക്ക് എത്തുമ്പോൾ എം പി 0, പിന്നെ ടി പി കുറഞ്ഞു. ടി പി കുറയുമ്പോഴോ എം പി നെഗറ്റീവായി. ഇതാണ് 4 സെറ്റ് ആണെങ്കിൽ കഴിച്ച് കാണിച്ച എല്ലാവരും. ടി പിയും എം പിയും തമ്മിലുള്ള റിലേഷൻ. അദ്വൈത ക്ലിയർ അല്ലേടാ മോനെ? ഓക്കെ. ഏഞ്ചൽ സെറ്റ് ആണോ? ഓക്കെ. ഇവയല്ലേ സാർ ഇത്? സെക്കൻഡ് റോയിൽ തേർഡ് വൺ ഇപ്പുറത്ത് പുതിയ പിയോണ സെറ്റ് അല്ലേടാ? സെറ്റ്. ഹാപ്പി. ആസിയ ഓക്കെ അല്ലേ? ആസിയ, അനീഷ് സെറ്റ്. അപ്പൊ നമുക്ക് ടി പിയും എം പിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് പഠിച്ചു വെക്കുക. സിമ്പിൾ ആണ് കേട്ടോ മക്കളെ. ഇതൊക്കെ വരച്ച് നിങ്ങൾ ഇത് നോക്കി തന്നെ എഴുതാൻ പറ്റും. അത്ര സുഖമാണ്. അടുത്തതിലേക്ക് പോവാം. ഇനി നിങ്ങൾക്ക് എം പിയും എ പിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് വയ്ക്കും. എം പിയും എ പിയും ചിലപ്പോൾ എക്സാമിന് മക്കളെ, ഒരു തവണ എക്സാമിന്, നമ്മുടെ ബോർഡ് എക്സാമിനാന്ന് തോന്നുന്നു, ബോർഡ് എക്സാമിന് ഒരു ഫിഗർ തന്നിട്ട് അത് ഐഡന്റിഫൈ ചെയ്യാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫിഗർ തന്നിട്ട് എന്ത് ചെയ്യാൻ ചോദിച്ചു? ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതെങ്ങനെ തന്നേന്ന് അറിയാമോ മക്കളെ? ഇങ്ങനെ തന്നെ കാണിച്ചുതരാം. ഇങ്ങനെ ഒരു ഫിഗർ തന്നിട്ടേ, ഇതിങ്ങനെ ഒരു ഫിഗർ തന്നു കണ്ടോ? ഇത് 1 എന്ന് കൊടുത്തു, ഇത് 2 എന്ന് കൊടുത്തു. ഐഡന്റിഫൈ ദ കർവ്. ഇത് ഏത് കർവാണെന്ന്. 1 ഏതാ? ആദ്യം വരുന്ന സാധനം എന്താണെന്നറിയോ? ഇത് എം പി ആണ്. ആദ്യത്തെ 1 എന്ന് പറഞ്ഞാൽ എം പി, ഇത് എ പി. ഓക്കെ ആണെങ്കിൽ കഴിച്ച് കാണിച്ച് എക്സാമിന് ചോദിക്കാറുണ്ട്. 2 റാ തരും, റാ ഇടും. അതായത് ആദ്യത്തെ റായാണ് എം പി കേട്ടോ. ഓർത്ത് വെക്കുക. ഫസ്റ്റ് വരുന്നതാണ് എം പി, രണ്ടാമത് എ പി. അപ്പൊ എം പിയും എ പിയും തമ്മിലുള്ള ബന്ധം നോക്കി. എം പി റീച്ചസ് മാക്സിമം ഏർലിയർ ടു എ പി. എ പി മാക്സിമം ആവുന്ന ഇവിടെ അല്ലേ മക്കളെ? എ പി മാക്സിമം ആവുന്ന ഇവിടെ അല്ലേ? എ പി ഇവിടെ അല്ലേ മാക്സിമം ആവുന്നത്? കണ്ടോ? ഈ ഫിഗറിലാണെങ്കിൽ ഇവിടെയാണ് എ പി മാക്സിമം ആവുക. ഈ എ പി മാക്സിമം ആണതിന് മുമ്പ് ആര് മാക്സിമം ആവും? എം പി മാക്സിമം ആവില്ലേ? കൈവീശി കാണിച്ചേ. അപ്പൊ എ പിക്ക് മുമ്പ് എം പി മാക്സിമം ആണ്. എം പി റീച്ചസ് മാക്സിമം ഏർലിയർ ടു എ പി. എ പിക്ക് മുൻപ് എം പി മാക്സിമം ആവും. ക്ലിയർ ആണെങ്കിൽ കൈവീശി കാണിച്ച ഒന്നാമത്തെ പോയിന്റ് സെറ്റ് അല്ലേ? യെസ്. 2, when the value of MP is greater than AP, then AP increases. MP AP-നേക്കാൾ മുകളിലാണെങ്കിൽ, MP ഇതല്ലേ? ഇതാണ് MP അല്ലേ? AP-നേക്കാൾ മുകളിലാണ് MP എങ്കിൽ AP അവിടെ കൂടാണെന്ന്. കത്തി അതല്ലേ? AP കൂടുന്ന സമയത്ത് AP ഇവിടെ നിന്ന് ഇൻക്രീസ് ചെയ്ത് ഇവിടെ നിൽക്കല്ലേ? ആ സമയത്താണ് MP AP-ക്ക് മുകളിൽ വരുന്നതെന്ന്. കണ്ടോ? എം പി ഇസ് ഗ്രേറ്റർ ദാൻ എ പി. എം പി എന്ന് പറഞ്ഞാൽ ഏതിനേക്കാൾ? എ പിന്നേക്കാൾ കൂടുതലാണ് എം പി എങ്കിൽ അതിനർത്ഥം എ പി ഇൻക്രീസസ് എന്നാണ് അർത്ഥം. ക്ലിയർ ആയ? കത്തിയാ? കഴിച്ച് കാണിച്ചേ. ഇവിടെ എ പി ഇതല്ലേ? എ പിക്ക് മുകളിൽ എപ്പോഴാണോ എം പി വരുന്നത് അതുവരെ എ പി ഇൻക്രീസസ് ആ. ഇനി എം പി താഴോട്ട് വരുമ്പോഴോ എ പി ഡിക്രീസസ് ആ. കത്തിയോ? അതാണ് അടുത്ത പോയിന്റ്. നോക്കി. വെൻ എ പി ഇസ് ലെസ് ദാൻ എ പി ദെൻ എ പി ഡിക്രീസസ്. നിങ്ങൾ ആ പോയിന്റ് ബുദ്ധിമുട്ടാണെങ്കിൽ, പഠിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ആ 2 സ്കിപ്പ് ചെയ്തോ. എന്നിട്ട് വേണമെങ്കിൽ ഇത് പഠിച്ചോ. ഇത് സിമ്പിളാ. നോക്കി. എ പിയും എം പിയും 2 കർവുകളും യു തിരിച്ചിട്ട പോലെയാണെന്ന്. യു ഇല്ല, യു തിരിച്ചിട്ട് എന്തായിരിക്കും? റാ ആയിരിക്കും. മലയാളത്തിലെ റാ. ശരിയല്ലേ? നോക്കി. ബോത്ത് എ പി ആൻഡ് എം പി കർവ് ആർ ഇൻവേഴ്സ് യു ഷേപ്പ്ഡ്. 2 കർവുകളും യു തിരിച്ചിട്ട പോലെയാണ്. ക്ലിയർ ആണെങ്കിൽ വീശി കാണിച്ചേ. യെസ്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞതില് എം പി കൂടുന്നുണ്ട്, 0-ൽ കട്ട് ചെയ്യുന്നുണ്ട്, അടിയിലോട്ട് പോകുന്നുണ്ടല്ലേ? നേരത്തെ മുൻപത്തെ ഫിഗറിൽ പഠിച്ചില്ലേ? അപ്പൊ എം പി എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആകാം, 0 ആകാം, നെഗറ്റീവ് ആകാം. പക്ഷെ എ പി എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. നമ്മൾ നേരത്തെ ഫിഗർ വരച്ചപ്പോൾ ഞാൻ പറഞ്ഞു തന്നായിരുന്നു. ഇങ്ങനെ ഒരു ഫിഗർ വരച്ചപ്പോൾ കണ്ടോ? എം പി ഇങ്ങനെ വന്നില്ലേ? എം പി അപ്പൊ എം പി കൂടുന്നുണ്ട്. പോസിറ്റീവ് ഉണ്ട്, 0 ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്. പക്ഷെ എ പി ഇവിടെ തന്നെ മാത്രമേ കിടന്ന് കളിക്കുള്ളൂ, അടിയിലോട്ട് പോവില്ല. മനസ്സിലായോ? അടിയിലോട്ട് കട്ട് ചെയ്ത് എക്സ് ആക്സിനെ കട്ട് ചെയ്ത് താഴോട്ട് പോവില്ല. അപ്പൊ നമുക്ക് എങ്ങനെ പറയാം? എം പി എന്ന് പറഞ്ഞാല് പോസിറ്റീവും ആണ്, 0 ആണ്, നെഗറ്റീവ് ആണ്.
പക്ഷെ APO ഓൾവേസ് ബി പോസിറ്റീവ്. ക്ലിയർ ആണോ? കൈവശി കാണിച്ച എല്ലാവരും? യെസ്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു 4 പോയിന്റ് പഠിച്ചു. ഈ പോയിന്റ് സുഖമാണ് പഠിക്കാൻ, ഈ പോയിന്റ് സുഖമാണ്, ഈ പോയിന്റ് സുഖമാണ്. ഒരു 3 പോയിന്റെങ്കിലും അറ്റ്ലീസ്റ്റ് പഠിച്ചു വെക്കാം കേട്ടോ. സെറ്റല്ലേ? 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 യെസ്. ഡൗട്ടില്ലല്ലോ ആർക്കും? യെസ്. അടുത്തതാണ് റിട്ടേൺസ് ടു സ്കെയിൽ. ഇത് ലോങ് റൺ ആണ്. അപ്പൊ നമ്മൾ ഇതുവരെ പഠിച്ചത് ഷോർട്ട് റൺ ആണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ലോങ് റൺ ആണ് കേട്ടോ. ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആണ് പഠിക്കാൻ പോണേ. അതിനെ റിട്ടേൺസ് ടു സ്കെയിൽ എന്ന് പറയാറുണ്ട്. റിട്ടേൺസ് ടു സ്കെയിൽ. ഈ റിട്ടേൺസ് ടു സ്കെയിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ നമ്മൾ ഇൻപുട്ട് ഇട്ട് കൊടുക്കില്ലേ മക്കളെ? നമ്മൾ കുറച്ച് ഇൻപുട്ട് കൊടുക്കുമ്പോൾ നമുക്ക് എങ്ങനെയൊക്കെ ഔട്ട്പുട്ട് കിട്ടാം, അതാണ് നമ്മൾ പറയാൻ പോണേ. 3 ടൈപ്സ് ഓഫ് റിട്ടേൺസ് ടു സ്കെയിൽ ഉണ്ട്. റിട്ടേൺസ് ടു സ്കെയിൽ എത്ര ഉണ്ട്? ഒരാൾ വിളിച്ച സാറേ. സാനിയ, റിട്ടേൺസ് ടു സ്കെയിൽ എത്ര ഉണ്ട് മോനെ? റിട്ടേൺസ് ടു സ്കെയിൽ അഥവാ ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എത്ര ഉണ്ട്? 3 ഏതൊക്കെയാ 3? IRS, CRS, DRS. എന്താ IRS എന്ന് പറഞ്ഞ? എന്താ ഇൻക്രീസിംഗ് റിട്ടേൺസ് സ്കെയിൽ എന്ന് പറഞ്ഞ? എന്തുവാടാ? അതായത് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിനേക്കാൾ നമുക്ക് കൂടുതൽ എന്ത് കിട്ടൂടാ? എക്സാമ്പിൾ പറഞ്ഞേ. എക്സാമ്പിൾ പറഞ്ഞ എടാ, നമ്മളെ വീട്ടില് ചോറ് എങ്ങനെ വെക്കുക? ഒരു ഗ്ലാസ് അരി ഇട്ടാൽ 1 ഗ്ലാസ് ചോറാണോ കിട്ടുക? പിന്നെയോ? കൂടുതൽ കിട്ടൂലേ മക്കളെ? കിട്ടും. കഴിച്ച് കാണിച്ചേ. 1 ഗ്ലാസ്സില് അല്ലെങ്കിൽ 1 കപ്പിൽ നമ്മൾ അരി ഇട്ടാല്, 1 കപ്പിലോ 1 ഗ്ലാസ്സിലോ നമ്മൾ ചോറിന് വേണ്ടി അരി ഇട്ടാൽ നമുക്ക് 1 കപ്പ് ചോറാണോ കിട്ടുക? ആണോ അഭിനവ്, കൃഷ്ണ? ആണോടാ? അരി കണ്ടിട്ടുണ്ടോ? ചോറ് തിന്നിട്ടുണ്ടോ? ഇതെങ്ങനെ ഉണ്ടാവുമെന്ന് അറിയാമോ? ഉണ്ടാവും. എടാ, 1 ഗ്ലാസ് അരി ഇട്ടാൽ 1 ഗ്ലാസ് അല്ലേ ചോറ് കിട്ടാ? പിന്നെയോ? 1/2 ഗ്ലാസ്? 1.25? കറക്റ്റ് ആയിട്ട് അറിയാം. അവരാണ് വീട്ടില് അരി വെക്കണേന്ന് തോന്നുന്നത്. കഞ്ഞി വെക്കണ നീയാണോ വീട്ടില്? 1.5-1.25 കപ്പ് ചോറ് കിട്ടുന്നു. കൃത്യമായിട്ട് പറയാം. അങ്ങനെയാണോ? അല്ലല്ലോ. അത് പറയാം. അതെ, 1 ഗ്ലാസ് അരി ഇട്ടാല് എത്ര ചോറ് കിട്ടാത്ത? ഇത് അമ്മയടുത്ത് ചോദിക്കി. കഴിക്കാനുണ്ടാവും. അപ്പൊ അത്യാവശ്യം ചോറ് ഉണ്ടാവും അല്ലേ? ഓക്കെ. മനസ്സിലായ മക്കളെ? അപ്പൊ കുറച്ച് ഇൻപുട്ട് കൊടുക്കുകയും കൂടുതൽ ഔട്ട്പുട്ട് കിട്ടുകയും ചെയ്താൽ അത് IRS ആ, ഇൻക്രീസിംഗ് റിട്ടേൺസ് ടു സ്കെയിൽ. ക്ലിയർ ആണെങ്കിൽ കാണിച്ചേ. ഇൻക്രീസിംഗ് റിട്ടേൺസ് ടു സ്കെയിൽ ക്ലിയർ അല്ലേ? ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ നമ്മൾ കുറച്ച് ഇൻപുട്ട് കൊടുക്കുന്നു, കൂടുതൽ ഔട്ട്പുട്ട് കിട്ടുന്നു. ഈ പോപ്കോൺ ഒക്കെ ഉണ്ടാക്കാനുണ്ടോ? പോപ്കോൺ കണ്ടിട്ടുണ്ടോ മക്കളെ? പോപ്കോൺ കുറച്ച് കുഞ്ഞു സാധനമായിരിക്കില്ല, പക്ഷെ ഉണ്ടായി വരുമ്പോഴോ കുറേ ഉണ്ടാവും. ശരിയല്ലേ? ആണെങ്കിൽ കാണിച്ചേ. അതാണ് IRS. ഓക്കെ അല്ലേ? ഇനി CRS പറഞ്ഞ എന്താണെന്നറിയോ? കൊടുക്കുന്ന ഇൻപുട്ട് എത്രയാണോ അത്രേ ഔട്ട്പുട്ട് കിട്ടുള്ളൂ. എന്ത് കൊടുക്കുന്നോ അതേ കിട്ടുള്ളൂ. ഇപ്പൊ നിങ്ങളുടെ കാര്യത്തിൽ അങ്ങനെയാ. നിങ്ങൾ എത്രത്തോളം പഠിച്ചോ അത്രേ മാർക്ക് കിട്ടുള്ളൂ. കൂടുതലൊന്നും മാർക്ക് കിട്ടില്ല. പിന്നെ കോപ്പി അടിക്കണം കൂടുതൽ മാർക്ക് കിട്ടണമെങ്കിൽ. മനസ്സിലായോ കൃഷ്ണനുണ്ണി? അപ്പോ എത്രത്തോളം ഇൻപുട്ടാണോ കൊടുക്കുന്നത് അതിന് തുല്യമായിട്ടാണ് ഔട്ട്പുട്ട് കിട്ടുന്നതെങ്കിൽ അതിനെ നമുക്ക് എന്ത് വിളിക്കാം? CRS, കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിൽ എന്ന് പറയാം. ക്ലിയർ ആണെങ്കിൽ കാണിച്ചേ. യെസ്. അപ്പൊ ഡിക്രീസിംഗ് റിട്ടേൺസ് സ്കെയിൽ എന്തായിരിക്കും? കൊടുക്കുന്ന ഇൻപുട്ട് കുറേ ഇൻപുട്ട് കൊടുത്താലേ കുറച്ചേ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുള്ളൂ. മനസ്സിലായോ മക്കളെ? ഇൻപുട്ട് കൂടുതൽ, ഔട്ട്പുട്ട് കുറച്ച് കിട്ടുള്ളൂ. എന്താണെന്നറിയാമോ? എക്സാമ്പിൾ അറിയാമോ? കുറേ ഇൻപുട്ട് ഇട്ട് കൊടുക്കണം, ഔട്ട്പുട്ട് കുറച്ചേ കിട്ടുള്ളൂ. ആര് പറയും? ഹർഷലേ, അറിയോടാ? അറിയാമോടാ? കുറേ ഇൻപുട്ട് കൊടുത്താൽ കുറച്ച് ഇത്തിപ്പോലെ ഔട്ട്പുട്ട് കിട്ടും. അറിയില്ല. പാട്ടുപാടാൻ മാത്രമേ അറിയുള്ളൂ. ആർക്കറിയാം മക്കളെ? അപ്പൊ IRS ആണ്, ഇൻക്രീസിംഗ് റിട്ടേൺസ് സ്കെയിൽ ആണിത്. കൊടുക്കുന്ന ഇൻപുട്ടിനേക്കാൾ കൂടുതൽ ഔട്ട്പുട്ട് കിട്ടിയാൽ IRS, കൊടുക്കുന്ന ഇൻപുട്ടിന് ഈക്വൽ ആയിട്ട് ഔട്ട്പുട്ട് കിട്ടിയാൽ CRS, കൊടുക്കുന്ന ഇൻപുട്ടിനേക്കാൾ കുറവാണ് ഔട്ട്പുട്ട് കിട്ടിയതെങ്കിൽ DRS. സെറ്റ് അല്ലേ? ഓക്കെ. ആര് പറയും? കൂടുതൽ ഇൻപുട്ട് കൊടുക്കുകയും കുറച്ച് ഔട്ട്പുട്ട് കിട്ടുകയും ചെയ്യാം. ആരും പറയുന്നില്ലേ മക്കളെ? വളരെ മോശം. വന്നല്ല.
ഇപ്പുറത്തെ ആള് എപ്പുറത്തെത്തിയ ആ കേക്കോ? കേക്കുന്നുണ്ട്, പറഞ്ഞോ, പറഞ്ഞോളൂ. കേക്കുന്നുണ്ട്. ഏ കേക്കുന്നുണ്ടെന്നല്ലേ പറഞ്ഞേ? കേക്ക് എങ്ങനെ കൂടുതൽ ഇൻപുട്ടോട് കുറച്ച് കിട്ടുള്ളൂ? കേക്കാ? കരിമ്പിൻ ജ്യൂസ് എന്ന് പറയുന്നുണ്ട്. മക്കളെ ചീരക്കറി ഉണ്ടാക്കുന്ന കണ്ടോ? ചീരക്കറി, ചീരയില്ല, ചീരയില തോരൻ വെക്കുന്ന കണ്ടിട്ടുണ്ടോ മക്കളെ? എങ്ങനെ തോരൻ വെക്കണമെന്ന് അറിയാമോ? അറിയാമോ ചീര തോരൻ വെക്കുന്നത്? അത് ഇതെങ്ങനെയാടാ തോരൻ വെക്കുന്നത്? എന്താ? ആ, ഡേറ്റ് സിറപ്പ്. ആ, കുറച്ചേ കിട്ടുള്ളൂ സിറപ്പ് അല്ലേ? ഓക്കെ ഓക്കെ, ശരി ശരി. ഡേറ്റ് സിറപ്പ് ഉണ്ടാക്കുന്ന ആളാണ് നമ്മുടെ അഭിനവ്. എന്താണ്? ആ, ശരിയാ. നമുക്കറിയാം ചീര തോരനൊക്കെ വെക്കുന്നവരാണെങ്കിൽ നമുക്ക് കണ്ടറിയാം. ചീര ഈ ചീനച്ചട്ടിയിലൊക്കെ നമ്മൾ നിറച്ച് ചീര ഇട്ടാൽ കറിയൊക്കെ ആയി മീൻസ് തോരനായി വരുമ്പോൾ തന്നെ അത് കുറച്ചേ ഉണ്ടാവുള്ളൂ. ശരിയാണോ? ദേഷ്യം കാണിച്ചേ അല്ലേ? ശരിയല്ലേ? ചീര നമ്മളിങ്ങനെ ഇടുമ്പോൾ ചീനച്ചട്ടിയിൽ കുറേ ഉണ്ട്. അപ്പോൾ നമ്മൾ കുറേ ഉണ്ടല്ലോ ഇന്നത്തെ ചീരക്കറി. പക്ഷെ ഉണ്ടായി എല്ലാം എന്തൊക്കെ വരുമ്പോൾ കുറച്ചേ ഉണ്ടാവുള്ളൂ. ശരിയാണോ മക്കളാണെങ്കിൽ ദേഷ്യം കാണിച്ചേ? യെസ്. അപ്പൊ കൂടുതൽ ഇൻപുട്ട് ഇട്ട് കൊടുക്കുകയും കുറച്ച് ഔട്ട്പുട്ട് കിട്ടുകയും ചെയ്യുന്നതിനെയാണ് നമ്മൾ ഡിക്രീസിങ് റിട്ടേൺ സ്കെയിൽ എന്ന് പറയാം. അതിനൊരു ഫിഗർ ഉണ്ട്. ടെക്സ്റ്റ് ബുക്കിൽ ഈ ഫിഗർ ഇല്ല കേട്ടോ. ഇങ്ങനെ ഒരു ഫിഗറാണ്. ഇത് IRS, ഇത് CRS, ഇത് DRS കേട്ടോ. ഒരു എലിപ്പെട്ടി പോലെ തന്നെ വരച്ച് വെക്കാം കേട്ടോ മക്കളെ. എലിപ്പെട്ടി കണ്ടിട്ടുണ്ടോ നിങ്ങൾ? വരത്തെ കണ്ടിട്ടില്ലടാ? ഇത് IRS, ഇത് CRS, ഇത് DRS കേട്ടോ. മക്കളെ എക്സാമിന് വന്നാൽ ഇത് വരച്ച് ഞെട്ടിപ്പിക്കണം സാറന്മാരും ടീച്ചേഴ്സിന്. എക്കണോമിക്സ് എടുക്കണത് അവർ ചോദിക്കുന്നത് എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിക്കും കേട്ടോ. ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലാത്തതാണല്ലോ. അവർ ഞങ്ങളിത് പഠിച്ചു സാറേ, അല്ലെങ്കിൽ ടീച്ചറെ ഞങ്ങളിത് പഠിച്ചു, ഞങ്ങൾ പുറത്തുനിന്ന് നെറ്റിൽ നിന്നൊക്കെ നോക്കി സെർച്ച് ചെയ്ത് പഠിച്ചതെന്ന് പറഞ്ഞ് ഞെട്ടിപ്പിക്കുന്നവര്. ടഫ്ന ഉള്ള മാർക്ക് കളയരുത് പക്ഷേ കേട്ടോ. ഓക്കെ മക്കളെ, എല്ലാവർക്കും ക്ലിയർ ആയോ? റിട്ടേൺസ് സ്കെയിൽ ക്ലിയർ ആണെങ്കിൽ കഴിച്ച് കാണിച്ചേ. അക്സ ഓക്കെ അല്ലേ? ആർക്ക് ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? എല്ലാവർക്കും ക്ലിയർ ആണ്. യെസ്, എങ്കിൽ നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലോട്ട് പോയാലോ? നെക്സ്റ്റ് ടോപ്പിക്കിലോട്ട് പോവാം. യെസ്, അപ്പോൾ ഇത് ഇങ്ങനെ ഒറ്റയടിക്ക് പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. അത് ഇൻക്രീസിംഗ് റിട്ടേൺ സ്കെയിൽ ഓൾറെഡി പറഞ്ഞു. ഇഫ് എ പ്രൊപ്പോർഷണൽ ഇൻക്രീസ് ഇൻ ഓൾ ഇൻപുട്ട് ലീഡ്സ് ടു മോർ ദാൻ, കണ്ടോ, കൊടുക്കുന്ന ഇൻപുട്ടിനേക്കാൾ കൂടുതൽ ഔട്ട്പുട്ട് കിട്ടുക, കൊടുക്കുന്ന ഇൻപുട്ടിന് ഈക്വൽ ആയിട്ട് ഔട്ട്പുട്ട് കിട്ടുക, കൊടുക്കുന്ന ഇൻപുട്ടിനേക്കാൾ കുറവ് ഔട്ട്പുട്ട് കിട്ടുക. സെറ്റ് അല്ലേ? യെസ്, അടുത്ത് കാണിച്ചു. ഓക്കെ, നമ്മുടെ ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ കഴിഞ്ഞു. ഇനി ഇതിൽ ഒരു പ്രൊഡക്ഷൻ ഫംഗ്ഷൻ പറയുന്നുണ്ട്. കോബ് ഡഗ്ലസ്. കോബ് എന്ന് പറയുന്ന ഒരാളും ഡഗ്ലസ് എന്ന് പറയുന്ന വേറൊരാളും കൂടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ ഫംഗ്ഷനാണ്. അമേരിക്കക്കാരായിട്ടുള്ള 2 പേരാണ് മക്കളെ കോബും ഡഗ്ലസും. നമ്മുടെ മർവയും സഫയുടെ പോലെ. സഫ മർവയുടെ സാറേ, സഫ മർവയുടെ 2 എണ്ണം കൂടി. ആ മക്കളുണ്ട്. സഫ മർവ എപ്പോഴും ഒരുമിച്ചിരിക്കുന്നുള്ളൂ അല്ലെ? രാവിലെ ആകുമ്പോൾ ഒരാൾ മാത്രമുണ്ടാവുള്ളൂ. അപ്പൊ അങ്ങനെ സഫ മർവയുടെ പോലെ 2 പേരാണ്. ആരൊക്കെ? സഫ മർവ ആരൊക്കെയാണത്? വിളിച്ചേ. സഫ മർവ ആരൊക്കെയാണ് ഈ 2 പേരും? എന്നിട്ട് കോബ് ഡൈഗ്ലസാ? സ്പെല്ലിംഗ് കാണുന്നില്ലേ? ഒന്ന് വായിച്ചേ. ഡി പറയ്. എടാ ഈ സ്പെല്ലിംഗ് ഒന്ന് പറഞ്ഞാൽ മതി, ഞാൻ പിന്നെ ബാക്കി ഞാൻ വായിച്ചോളാം. ആ ആ GLAS പറഞ്ഞേ. GULAN ഗുലാൻ എന്ന് പറഞ്ഞ പോലെ. DOUGLAS ഡഗ്ലസ്. എന്താണ്? ഡഗ്ലസ്. അപ്പൊ കോബും ഡഗ്ലസും കേട്ടോ മക്കളെ. കോബും ഡഗ്ലസ് എന്ന് പറയുന്ന 2 അമേരിക്കക്കാരായിട്ടുള്ള എക്കണോമിസ്റ്റ് ആണ് ഈ കോബും ഡഗ്ലസും. അവർ 2 പേരും കൂടി കൊണ്ടുവന്നിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ ഫംഗ്ഷനാണ് കോബ് ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. അപ്പൊ അവര് ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ ലേബറും വേണം ക്യാപിറ്റലും വേണം എന്ന് പറഞ്ഞു. ഓക്കെ അല്ലെ? ലേബറും വേണം ക്യാപിറ്റൽ വേണം. ഒരു ലേബർ ഒരു 3ഉം ക്യാപിറ്റൽ ഒരു 2 ആണെന്ന് കരുതാം. ഇങ്ങനെ തരും. എക്സാമിന് ചിലപ്പോൾ ഇങ്ങനെ തരും കേട്ടോ. L⁻3 K⁻2. ഇതിന് പകരം ചിലപ്പോൾ ഇങ്ങനെ കുത്തായിരിക്കും ഇടുക. കുത്തിടുള്ളൂ. L⁻3
3 k raised to 2. Identify the returns scale. ഇവർക്ക് ഇവിടെ എത്ര റിട്ടേൺസ് സ്കെയിൽ കിട്ടും? റിട്ടേൺസ് ടു സ്കെയിൽ. യെസ്. അപ്പോൾ ഏതൊരു നമ്പറിന്റെ മുകളിലുള്ള ഭാഗല്ലേ ഇതാണ് ആൽഫ, ഇതാണ് ആൽഫ, ഇതാണ് ബീറ്റ. മനസ്സിലായ മക്കളെ? അതായത് എൽ റേസ് ടു ആൽഫ, കെ റേസ് ടു ബീറ്റ എന്നാണ് പറയാ. മനസ്സിലായ മക്കളെ? അതായത് രണ്ട് ഇൻപുട്ട് ഉണ്ടാവും. ഒന്നാമത്തെ ഇൻപുട്ടിന്റെ മുകളിലുള്ള സാധനം എന്താണ്? ആൽഫയാണ്. ആൽഫ. ആൽഫയുടെ സിമ്പിൾ അറിയാമോ? ഇതാണ് ആൽഫയുടെ സിമ്പിൾ കേട്ടോ. ഞാൻ എഴുതിയിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ആൽഫ കറക്റ്റ് ആയിട്ട് എഴുതാം. ഇനി രണ്ടാമത്തെ ഇൻപുട്ട് ഏതാണോ അതിന് മുകളിൽ കിടക്കുന്ന സാധനമാണ് ബീറ്റ. ബീറ്റ കണ്ടെങ്കിൽ എഴുതി കാണിച്ചേ. യെസ്. ഇവ രണ്ടും കൂടി കൂട്ടുമ്പോൾ ശ്രദ്ധിക്കണം, ഈ ആൽഫയും ബീറ്റയും കൂടി കൂട്ടുമ്പോൾ നമുക്ക് ഒന്നാണ് കിട്ടുന്നതെങ്കിൽ, ശ്രദ്ധിക്കാം കേട്ടോ, ഒന്നാണ് കിട്ടുന്നതെങ്കിൽ അതിനർത്ഥം എന്താ? അത് CRS ആ, കോൺസ്റ്റന്റ് റിട്ടേൺസ് സ്കെയിൽ. എത്ര ഇൻപുട്ട് ഇട്ട് കൊടുത്താലും ഈക്വൽ ആയിട്ട് ഔട്ട്പുട്ട് കിട്ടും. ക്ലിയർ ആണെങ്കിൽ എഴുതി കാണിച്ചേ. ക്ലിയർ ആണെങ്കിൽ എഴുതി കാണിച്ചേ. യെസ്. ഇനി മുകളിൽ നിൽക്കുന്ന ഈ രണ്ട് സാധനങ്ങൾ കൂട്ടിയാൽ ഒന്നിനേക്കാൾ കൂടുതലാണെങ്കിലാണെങ്കിലോ, ഇതിനോട് കൂട്ടിയാൽ ഒന്നിനേക്കാൾ മുകളിലുള്ള നമ്പർ ആണ് കിട്ടുന്നതെങ്കിൽ അത് IRS ആ, ഇൻക്രീസിങ് റിട്ടേൺസ് സ്കെയിൽ. കറക്റ്റ് ആണെങ്കിൽ എഴുതി കാണിച്ചേ. യെസ്. ഇനി ഒന്നിനേക്കാൾ കുറവാണെങ്കിൽ DRS. അപ്പൊ ഇവിടെ എന്താ വരിക? ഇവിടെ ഏത് റിട്ടേൺസ് സ്കെയിലാ വരിക? ഇത് ഏത് റിട്ടേൺസ്? ഇപ്പൊ എല്ലും കെയും കണ്ടാൽ അത് കോബ് ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. ഇത് ഏത് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആണെന്ന് ചോദിച്ചാൽ കോബ് ഡഗ്ലസ്. ഏത് റിട്ടേൺസ് സ്കെയിൽ ആണെങ്കിൽ നമ്മൾ കൂട്ടാം, ആൽഫയും ബീറ്റയും കൂട്ടാം. ആരെ വിളിക്കാം സാറേ? നീയാ? ഇവിടെ ആൽഫ എത്രയാ, ബീറ്റ് എത്രയാടാ? പറയും മോനെ. ഫസ്റ്റ് ഇൻപുട്ടിന്റെ മുകളിലുള്ള പൊസിഷൻ 3, ബീറ്റ 2. അപ്പൊ 3 + 2 5. സോ ഇത് ഗ്രേറ്റർ ദാൻ 1 അല്ലേ? അപ്പൊ ഇറ്റ്സ് ഗ്രേറ്റർ ദാൻ 1. അപ്പൊ ഒന്നിനേക്കാൾ കൂടുതലാണ് കിട്ടുന്നതെങ്കിൽ ഇറ്റ് ഈസ് IRS, ഇൻക്രീസിങ് റിട്ടേൺസ് സ്കെയിൽ. മക്കളെ ക്ലിയർ ആണെങ്കിൽ കഴിച്ച് കാണിച്ചെല്ലാവരും. ആ ക്വസ്റ്റ്യൻ തന്നിട്ട് IRS, CRS, DRS ഫൈൻഡ് ചെയ്യാൻ എക്സാമിന് പറയും. ചോദിക്കും എക്സാം കേട്ടോ. എക്സാമിന് വരാറുണ്ട് ഇങ്ങനെ തന്നിട്ട്, ചിലപ്പോ അത് ഏത് റിട്ടേൺസ് സ്കെയിലാന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ടുണ്ടാവും കേട്ടോ. ആരോഹിത്തെ ക്ലിയർ ആയോ മോനെ? രണ്ട് ഇൻപുട്ട് ഉണ്ട്, ലേബറും ക്ലിയർ ആണ്, സെറ്റാണ്. അതിന് മുകളിലത്തെ നമ്പർ ആഡ് ചെയ്ത് നോക്കുക കേട്ടോ. മുകളിലത്തെ നമ്പർ ആഡ് ചെയ്യുക. അത് ആഡ് ചെയ്ത് കിട്ടുന്നത് ഒന്നാണെങ്കിൽ ഇപ്പൊ ഇങ്ങനെ ചോദിക്കാം, L റേസ് ടു 1/2, K റേസ് ടു 1/2. ഇത് എത്രയായിരിക്കും? ഇത് ഏത് റിട്ടേൺസ് സ്കെയിലാ? നവനീത് VA, തേർഡ് റോയിൽ തേർഡ് വൺ. മോനെ നവനീത് VA ഉത്തരം പറഞ്ഞടാ. ഇത് ഏത് റിട്ടേൺസ് സ്കെയിലാ മോനെ? ഒന്ന് ശ്രദ്ധിക്കും മോനെ. ഞാൻ ഇവിടെ കിടന്ന് കഥാപ്രസംഗം നടത്തിയിട്ട് കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. നവനീതേ, ഈ എന്തെന്നാണ് ഞാനിവിടെ പറഞ്ഞോണ്ടിരിക്കണേ? സ്കൂളിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ടാണ് ട്യൂഷൻ ചേർന്നത്. ട്യൂഷനാണെങ്കിൽ ക്ലാസ് എടുത്ത് ഞാൻ ഇവിടെ അലറി വിളിക്കുകയാണ്, ആരും മൈൻഡ് ചെയ്യാൻ. അവനെ ശ്രദ്ധിച്ചാൽ നിനക്ക് മാർക്ക് കിട്ടും കേട്ടോ. നവനീതേ, അടുത്ത ആളെ വിളിക്കാം. ആര് പറയും? ഗൗരി നന്ദന പറഞ്ഞ മോനെ. ആൽഫ എത്രയാ ഗൗരി നന്ദന? ആൽഫ എത്രയാ? ആൽഫ 1/2. ബീറ്റ 1/2 + 1/2. ആൽഫ പ്ലസ് ബീറ്റ. അര പ്ലസ് അര. അര പ്ലസ് അര. 1.5. അര പ്ലസ് അര 1. 1 കിട്ടിയ എന്താ അർത്ഥം? CRS. വെരി ഗുഡ് മക്കളെ. ക്ലിയർ ആണെങ്കിൽ ഒന്ന് കൈവശി കാണിച്ച എല്ലാവരും. ആ സഫാനെ വിളിച്ചു സാറേ. സഫാനെ വിളിച്ച് അവനെ കാണാൻ വേണ്ടി ഇരിക്കുവായിരുന്നു ഞാൻ. മുഹമ്മദ് സഫാൻ തൊട്ട് മുകളില്, സെക്കൻഡ് ലാസ്റ്റില്, 4th വൺ, സെക്കൻഡ് ലാസ്റ്റ് തൊട്ട് മുമ്പത്തേല് ലാസ്റ്റ്. മുഹമ്മദ് സഫാനെ, നീ നോട്ട് എഴുതുന്നുണ്ടോടാ? നീ കഴിഞ്ഞ ക്ലാസ്സിൽ നീ നോട്ട് കാണിക്കാൻ പറഞ്ഞപ്പോ സ്കൂളിലെ നോട്ട് കാണിച്ചവനല്ലേ നീ? എന്റെ അടുത്ത് ടൈപ്പെടുക്കരുത്. ഇനി നിന്നെ ഞാൻ എല്ലാ ദിവസവും ഞാൻ നിന്നെ പൊക്കും കേട്ടല്ലോ. നീ എന്നെ പറ്റിക്കാതെ കരുതി അല്ലേ? ശരിയാക്കി തരാം നിന്നെ ഞാൻ. ഇതൊക്കെ മനസ്സിലായാ? അവിടെ നീ എന്നെ പറ്റിച്ചാൽ നിങ്ങൾ സ്വയം പറ്റിക്കപ്പെടുകയാണെന്ന് മനസ്സിലാക്കുക കേട്ടോ. കേട്ടോ സഫാനെ? എന്ത് ധൈര്യടാ എന്നെ പറ്റിക്കേ? 2 വർഷമായിട്ട് ഇവിടെ പഠിക്കുന്നവർക്ക് ഒരു ധൈര്യമില്ല. ആ 2 മാസമായപ്പോ നിനക്ക് ധൈര്യം വന്നു. 2 വർഷമായിട്ട് ഇവിടെ പഠിക്കുന്നവർക്ക് പോലും എൻ്റെ അടുത്ത് എന്നെ പറ്റിക്കാൻ ധൈര്യമില്ല. ശരിയെന്നാ, ഇതൊക്കെ മനസ്സിലായാ?
ആ മക്കളെ എല്ലാവർക്കും ക്ലിയർ ആണെങ്കിൽ കൈവശി കാണിച്ചേ, സെറ്റ് ആണോ? ഓക്കെ, അപ്പൊ അടുത്ത ടോപ്പിക്കിലോട്ട് പോകാം. നെക്സ്റ്റ് ടോപ്പിക് ആണ് കോസ്റ്റ്. മക്കളെ അപ്പൊ ഈ ചാപ്റ്ററിന്റെ ഫസ്റ്റ് സെക്ഷൻ നമ്മുടെ കഴിഞ്ഞു കേട്ടോ. പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ് എന്നാണ് ഈ ചാപ്റ്ററിന്റെ പേര്. അതില് നമ്മള് പ്രൊഡക്ഷൻ നമ്മുടെ കഴിഞ്ഞു. ഇനി നമ്മൾ പഠിക്കാൻ പോണ കോസ്റ്റ് ആണ്. ഓക്കെ, കൃഷ്ണനോട് ചോദിച്ചോടാ. ആ എക്സ് ആക്സിസിലല്ലേ? ഫിഗർ ആണോ അവിടെ ചോദിക്കണേ? ഇൻപുട്ട് ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട്? ആ അത് എ സി, അത് എടുക്കാൻ പോണുള്ളത് എ സി എം സി. ആ അത് എം പി, അത് കഴിഞ്ഞു. എം പിയും എ പി ആണ് എടുത്തത്. ഇനി കോസ്റ്റ് എടുക്കാൻ പോണേ, എ സിയും എം സി. ഓക്കെ ഓക്കെ, അത് രണ്ട് സാധനമാണ് കേട്ടോ. അത് പ്രൊഡക്റ്റ്, ഇത് കോസ്റ്റ്. ഇനി കോസ്റ്റ് ആണ് പഠിക്കാൻ പോണേ നമ്മൾ കേട്ടോ. മക്കളെ കോസ്റ്റിന്റെ പ്രോബ്ലം വരാറുണ്ട്, ടി സി ടി എഫ് സി അതൊക്കെ കാണാനായിട്ട് വരാറുണ്ട്. ഞാനൊരു എളുപ്പവഴി പറഞ്ഞുതരാം നിങ്ങൾക്ക്. ഈസി ആയിട്ട് നമുക്ക് പ്രോബ്ലം ചെയ്യാനായിട്ടുള്ള എളുപ്പവഴി വേണോ നിങ്ങൾക്ക്? വേണോ? പഠിക്കാൻ എളുപ്പത്തിൽ വേണോ? യെസ്, പറഞ്ഞുതരാം. സാറൊന്ന് പ്ലെയിൻ ആക്കാമോ? ശ്രദ്ധിക്കുക, ഈ ഒരു പെൻ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് രണ്ട് കോസ്റ്റ് വേണം, രണ്ട് ചെലവുകൾ വേണം. ഏതൊക്കെയാണെന്ന് അറിയാമോ? ആര് പറയും? രണ്ട് കോസ്റ്റുകൾ ഏതൊക്കെ വരിക? ബിബിൻ, ബെന്നി, ഏതൊക്കെ കോസ്റ്റാണ് വരിക? ഈ പേന ഉണ്ടാക്കണമെങ്കിൽ എന്തൊക്കെ വേണം എന്ന് പറഞ്ഞാൽ മതി. എന്തൊക്കെ വേണം ഈ പേന ഉണ്ടാക്കണമെങ്കിൽ? എന്ത് വേണം ബിബിൻ? എന്ത് വേണം മോനെ? പ്ലാസ്റ്റിക്. ഓക്കെ, പിന്നെന്ത് വേണം? ബിബിനെ യുട്ടയില്ലേ? പ്ലാസ്റ്റിക്. ആരാണ് പറഞ്ഞത് അവിടെ? എന്താ അമ്മയാണോ? ആ പ്ലാസ്റ്റിക് വേണം. പിന്നെന്തൊക്കെ വേണം? ട്യൂബ് വേണം. പേന എന്ന് പറഞ്ഞ സാധാരണ പേന അല്ല കേട്ടത്, 35,000 വിലയുള്ള പേനയാണത്. ആ പറയും. അപ്പോ എന്തൊക്കെ വേണം? പ്ലാസ്റ്റിക് വേണം. പിന്നെ നിബ് വേണം. വീണ്ടും പ്ലാസ്റ്റിക് വേണം. ആ അതൊക്കെ വേണം. ഈ ഷേപ്പിലാക്കി എടുക്കണമെങ്കിൽ എന്ത് വേണം? മിഷാലേ അതിനെ പൊക്കും ഞാൻ കേട്ടാ. ഈ ഷേപ്പിലാക്കി കിട്ടണമെങ്കിൽ എന്ത് വേണം? മഷി വേണമെങ്കിൽ ഷേപ്പിൽ കിട്ടുമോ? പ്രണവെ ശ്രദ്ധിച്ചിരുന്നല്ലേ? പ്രണവിനെ ഇറക്കി വിടും ഞാൻ. ഈ ഷേപ്പിലാക്കി കിട്ടണമെങ്കിൽ എന്ത് വേണടാ? ഈ ഷേപ്പിൽ കിട്ടണ മഷി വേണം. മഷി കിട്ടണമെങ്കിൽ ഈ ഷേപ്പ് ആക്കി എടുക്കാം. അങ്ങനെയാണോ? എടാ മഷി ഉണ്ടെങ്കിൽ ഈ ഷേപ്പ് ആക്കാം. ആണോ? നീ അതിൽ ഉറച്ചു നിൽക്കുന്നു അല്ലേ? മക്കളെ ആരെങ്കിലും പറയാമോ ഈ ഷേപ്പ് കിട്ടാനായിട്ട് എന്താ വേണ്ടേ? അവൻ പറഞ്ഞ കറക്റ്റ്. പ്ലാസ്റ്റിക് മെറ്റീരിയൽ വേണം. വെരി ഗുഡ്. മെറ്റീരിയൽ വേണം ബെന്നി. അല്ല സോറി, ബിബിൻ ബെന്നി. മെറ്റീരിയൽ വേണം, സമ്മതിച്ചു. ഇനി എന്തുകൂടി വേണം ഷേപ്പിലാക്കാൻ? സഫ്ന പറയുന്നുണ്ട് മെഷീൻ വേണം. എന്ത് വേണടാ? മെഷീൻ. കേട്ടോ ബിബിനെ, മെഷീൻ ഇട്ടാലല്ലേ ഈ ഷേപ്പിൽ കിട്ടുള്ളൂ. ശരിയല്ലേ? മെഷീൻ നമ്മൾ ഈ ഓരോ പേന ഉണ്ടാക്കാൻ ഓരോ മെഷീനറി വാങ്ങുമോ മക്കളെ? വാങ്ങുമെങ്കിൽ ഇങ്ങനെ കാണിക്കുക, ഇല്ലെങ്കിൽ ഇങ്ങനെ കാണിച്ചേ. ഓരോ പേന ഉണ്ടാക്കാൻ മാർക്കറ്റിൽ പോയി ഓരോ മെഷീനറി വാങ്ങിയിട്ട് വരൂ? വാങ്ങൂല. ഒരു ഒറ്റ തവണ വാങ്ങുള്ളൂ അല്ലേ? അപ്പൊ അങ്ങനെ മെഷീനറിയുടെ കോസ്റ്റിന് നമ്മൾ ഫിക്സഡ് കോസ്റ്റ് എന്നാണ് പറയുക. ഫിക്സഡ് ആയിട്ട് അവിടെ കിടപ്പുണ്ടാവും. ഒരു വട്ടം വാങ്ങിയാൽ അവിടെ ഫിക്സഡ് ആയിട്ട് അവിടെ കിടപ്പുണ്ടാവും. ക്ലിയർ ആയോ? പക്ഷേ ഈ പേന ഉണ്ടാക്കണമെങ്കിലോ നമ്മൾ മെറ്റീരിയൽ വാങ്ങണ്ടേ? മെറ്റീരിയൽ മാർക്കറ്റിൽ ഒരേ വിലയാവില്ല. നമുക്ക് ആവശ്യം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പോയി മാർക്കറ്റിൽ പോയിട്ട് മെറ്റീരിയൽ വാങ്ങിക്കൊണ്ടിരും. പ്ലാസ്റ്റിക്, അവൻ പറഞ്ഞ പോലെ പ്ലാസ്റ്റിക്, അതിന്റെ വില എപ്പോഴും ഒരേപോലെ ആയിരിക്കില്ല. മാർക്കറ്റിൽ എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. വെളിച്ചെണ്ണയുടെ വില പോലെയാണ്. മാർക്കറ്റിൽ കിട്ടുന്ന എല്ലാ സാധനങ്ങൾക്കും അങ്ങനെയാണല്ലോ. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വാങ്ങാൻ പോകുമ്പോൾ അതിന്റെ വിലയിൽ എന്തുണ്ടാവാം? ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവാം, ചേഞ്ചസ് ഉണ്ടാവാം. ശരിയാണെങ്കിൽ കഴിച്ച് കാണിച്ചേ. യെസ്. അപ്പോൾ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കണമെങ്കിൽ മെറ്റീരിയൽ വേണം, മെഷീനറി വേണം. മെറ്റീരിയലിന്റെ വില എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. അത് വേരിയബിൾ കോസ്റ്റ് ആണ്, വേരി ചെയ്യുന്ന ചിലവാണ്. പക്ഷെ മെഷീനറി എന്ന് പറഞ്ഞാൽ ഒരൊറ്റ തവണ നമ്മൾ വാങ്ങുള്ളൂ. അതുകൊണ്ട് ഫിക്സഡ് കോസ്റ്റ്, അത് ഒരൊറ്റ തവണത്തെ കോസ്റ്റ് മാത്രമേ നമ്മൾ ആഡ് ചെയ്യുള്ളൂ. അപ്പോൾ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കണമെങ്കിൽ ശ്രദ്ധിച്ചോട്ടാ, ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ ആവശ്യമായ ടോട്ടൽ കോസ്റ്റ്, ടി സി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ടോട്ടൽ കോസ്റ്റ്, മൊത്തം ചെലവ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്തൊക്കെ കൂട്ടണം? ആ പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ ആവശ്യമായ
TFC ടോട്ടൽ ഫിക്സഡ് കോസ്റ്റും ടോട്ടൽ വേരിയബിൾ കോസ്റ്റും കൂട്ടണം. ക്ലിയർ ആണെങ്കിൽ ഒന്ന് കൈ കാണിച്ച്. TCC = TFC + TVC. TCC = ടോട്ടൽ കോസ്റ്റ് കാണാൻ, ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ ആവശ്യമായ മൊത്തം ചെലവ് കാണണമെങ്കിൽ എന്തൊക്കെ കൂട്ടണം? അതിന്റെ ഫിക്സഡ് കോസ്റ്റും വേരിയബിൾ കോസ്റ്റും ആഡ് ചെയ്യണം. ക്ലിയർ ആണെങ്കിൽ കൈ കാണിച്ച് എല്ലാവരും. രോഹിത്തെ ക്ലിയർ ആയോ? ഡൗട്ട് ഉണ്ടല്ലോ? ഇല്ല. അപ്പൊ TCC = TFC + TVC എങ്കിൽ TFC = എന്തായിരിക്കും? ഇതിന് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തെടുക്കാലോ. ആരെ വിളിക്കാം? ബാഹുൽ ദേവ് എന്ന് പറഞ്ഞ TFC = എന്തായിരിക്കും മോനെ? അപ്പോ TFC എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് എന്നാണ് കേട്ടോ. ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് പറഞ്ഞടാ. എന്തൊക്കെ തമ്മില്? എന്തൊക്കെയാ? TC - TVC അങ്ങനെ എഴുതിയാ പോരെ. TVC = TC - വെരി ഗുഡ് മക്കളെ. ഈ ഇക്വേഷൻ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണെങ്കിൽ കാണിച്ചേ. ക്ലിയർ ആണെങ്കിൽ കാണിച്ചേ. TFCനെ മാത്രം പുറത്തേക്ക് എടുത്താൽ ഈ TVC അപ്പുറത്തോട്ട് പോകും അല്ലേ? അപ്പൊ TFC = എന്ത് വരും? TC - TVC. TVCനെ മാത്രം എടുത്താൽ TC - TFC. ക്ലിയർ ആണെങ്കിൽ കാണിച്ച ഇക്വേഷൻ സെറ്റ് ആണെങ്കിൽ യെസ്. അപ്പൊ ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാണേ. ഒരു ദിവസം എന്റെ കമ്പനി അടച്ചിട്ടേക്കായിരുന്നു, ഹർത്താലായിരുന്നു, പേനയൊന്നും ഉണ്ടാക്കിയില്ല. പക്ഷെ അവിടെ ഒരു കോസ്റ്റ് ഉണ്ടാവും. ഏത് കോസ്റ്റാ? ആര് പറയും? ഔട്ട്പുട്ട് ഒന്നും ഉണ്ടാക്കിയില്ല മക്കളെ, ഒരൊറ്റ പേന പോലും ഞാൻ ഉൽപ്പാദിപ്പിച്ചില്ല. പക്ഷെ എന്നാലും എനിക്ക് അവിടെ ഒരു ചെലവുണ്ടാവും, ഒരു കോസ്റ്റ് ഉണ്ടാവും. ആര് പറയും? അഫ്രീനെ പറയടാ. വെൻ ഔട്ട്പുട്ട് ഈസ് സീറോ, ഒന്നും ഉണ്ടാക്കിയില്ല, ഔട്ട്പുട്ട് ഒന്നുമില്ല, സീറോ ആണ്. അപ്പൊ എന്ത് കോസ്റ്റ് ഉണ്ടാവൂടാ? മെഷീനറി വാങ്ങിയിട്ട കോസ്റ്റ് ഉണ്ടാവില്ലേ? മെഷീനറി എപ്പോഴും അവിടെ കിടക്കല്ലേ, ഉണ്ടാവൂലേ? അപ്പൊ എന്തുണ്ടാവും? TC ഔട്ട്പുട്ട് സീറോ ആണെങ്കിൽ ടോട്ടൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് എന്തിന് ഈക്വൽ ആയിരിക്കും? TFCക്ക് ഈക്വൽ ആയിരിക്കും. ക്ലിയർ ആണെങ്കിൽ കഴിച്ച് കാണിച്ച്. TVC ഇല്ലല്ലോ അവിടെ, വേരിയബിൾ കോസ്റ്റ് ഇല്ല, അല്ല പ്രൊഡക്റ്റ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ലല്ലോ. ക്ലിയർ ആയോ മക്കളെ? ഓർത്ത് വെക്കുക കേട്ടോ. ഔട്ട്പുട്ട് സീറോ ആണെങ്കിൽ അതിന്റെ പ്രോബ്ലം കാണിച്ചു തരാം. അപ്പൊ ക്ലിയർ ആവും നിങ്ങൾ കേട്ടോ. ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നാൽ മതി. ഒന്നും ഉണ്ടാക്കിയില്ലെങ്കിലും അവിടെ എന്തുണ്ടായിരിക്കും? ഔട്ട്പുട്ട് സീറോ ആണെങ്കിൽ ടോട്ടൽ കോസ്റ്റും ഫിക്സഡ് കോസ്റ്റും സെയിം ആയിരിക്കും, വേരിയബിൾ കോസ്റ്റ് ഉണ്ടാവില്ല. ദിയ ക്ലിയർ ആയോ? സെറ്റ് അല്ലേ മക്കളെ? വെൻ ഔട്ട്പുട്ട് സീറോ ആണെങ്കിൽ TCയും TFCയും സെയിം ആയിരിക്കും. ഇനി ആവറേജിന്റെ കണക്കാ പറയാൻ പോണേ മക്കളെ. എളുപ്പവഴിയാണേ, ശ്രദ്ധിച്ചിരുന്നോ കേട്ടോ. എല്ലാവരും ശ്രദ്ധിച്ചിരുന്നോ? എളുപ്പവഴിയാണേ. AFC കാണാൻ പറയും. AFC, AVC, AC. ശ്രദ്ധിച്ചോ? ഈ പറയുന്ന സാധനങ്ങളില്ല മക്കളെ, ഏടെ സാധനങ്ങൾ എന്ത് വന്നാലും ഒരു എളുപ്പവഴി പറയട്ടെ. ശ്രദ്ധിച്ചിരുന്നോ? എല്ലാവരും ശ്രദ്ധിച്ചിരുന്നോ കേട്ടോ. AFC, AVC, AC. AC വരെ AC എന്ന് ചോദിക്കും, സെയിം ആണ്. വരുന്ന സാധനം മക്കളെ, ഇല്ലേ ഈ നെ അങ്ങനെ എടുത്ത് കളയാം, എന്നിട്ട് T ഇട്ട് കൊടുക്കാം. അപ്പൊ AFCയുടെ കളഞ്ഞാൽ T ഇട്ട് കൊടുത്ത് എന്ത് വരും? TFC ബൈ ഔട്ട്പുട്ട് ചെയ്താൽ മതി. അപ്പൊ ഇവിടെയോ മാറ്റിയിട്ട് T ഇട്ട് കൊടുക്ക. അപ്പൊ TVC ബൈ ഔട്ട്പുട്ട്. മക്കളെ സെറ്റ് ആണോ? എങ്കിൽ AC ആര് പറയും? AC പറയാൻ ഹാൻഡ് റൈസ് ചെയ്തേ. AC പറയാൻ ഹാൻഡ് റൈസ്. വന്നാൽ മാറ്റുക, T ഇട്ട് കൊടുക്കുക, ബൈ ഔട്ട്പുട്ട്. ആര് പറയും? വിളിക്കാത്തവരെ വിളിക്കൂ. ഹാൻഡ് റൈസ് മക്കൾ 100 പേരെങ്കിലും ഹാൻഡ് റൈസ് എളുപ്പവഴി പറഞ്ഞിട്ട് വായം പൊളിച്ചോണ്ടിരിക്കണം. നിങ്ങൾ അറിയാവുന്ന ഹാൻഡ് റൈസ് ചെയ്തേ. സ്റ്റെഫാനോ പറയാ മോനെ. AC ഉണ്ടോടാ വീട്ടില്? അപ്പൊ AC ഇങ്ങനെ കാണാം. TC ബൈ ഔട്ട്പുട്ട്. വെരി ഗുഡ്, മിടുക്കൻ. ഉറക്കം വരാതിരിക്കാനല്ലേ ചവച്ചോണ്ടിരിക്കണേ? എന്തുവാടാ മൗത്ത് നോക്കി നീ അങ്ങനെ പറയില്ലടാ. ഞാൻ അലറി വിളിച്ചിട്ട് നീ കിടന്ന് ഉറങ്ങുന്ന. കമ്പ്യൂട്ടർ കഴിഞ്ഞില്ല എക്സാം? ഇന്നലെ ഉറക്കൊളച്ചിരുന്ന് പഠിച്ചതിന്റെ ഉറക്ക ക്ഷീണമുണ്ട്. അതുകൊണ്ട് എക്കണോമിക്സ് ക്ലാസ്സിൽ ഉറങ്ങുമെന്ന് എനിക്ക് ഉറപ്പാണ്. അതുകൊണ്ടാണ്. ശരിയാണ്, ഇതൊക്കെ മനസ്സിലായില്ലേ? ഓക്കെ മക്കൾ. അപ്പൊ AFC, AVC, AC കാണാൻ എല്ലാവർക്കും മനസ്സിലായോ? ക്ലിയർ ആണെങ്കിൽ കൈശി കാണിച്ച എല്ലാവരും. പുതിയ കുട്ടികളെ സെറ്റ് അല്ലേ? അപ്പൊ എന്ത് സാധനം ചോദിച്ചാലും മാറ്റി T ഇട്ട് കൊടുക്കുക, ബൈ ഔട്ട്പുട്ട് ചെയ്യുക. സെറ്റ് അല്ലേ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചു സാറല്ലോ പറയേണ്ടത്. ഇതിലാകെ ഒരൊറ്റ ഇക്വേഷനെ പഠിക്കാനുള്ള മക്കളെ. കഴിഞ്ഞ ഇക്വേഷൻസ് 8 മാർക്കിന് പ്രോബ്ലം വന്നാൽ സിമ്പിൾ ആണ് കേട്ടോ. അടുത്ത ഒരൊറ്റ ഇക്വേഷനേ ഉള്ളൂ. അപ്പൊ അതിന് മുമ്പ് നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്ത് പറഞ്ഞുതരാം.
ആരാണ്? ജുവിനെ ഡൗട്ട് ആണോ? SAC എന്ന് പറഞ്ഞാലും AC എന്ന് പറഞ്ഞാലും സെയിം തന്നെയാടാ. SAC എന്ന് പറഞ്ഞാൽ ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റ് എന്നർത്ഥം കേട്ടോ. സെയിം തന്നെയാണ് കേട്ടോ. ഓക്കെ. SMC ഞാൻ എടുക്കട്ടാ. MC എടുക്കട്ടെ. നീ ആക്രാന്തം കാണിക്കില്ലേ? MC എടുക്കട്ടെ ഞാൻ. MC ഞാൻ പറഞ്ഞു തരൂല്ല. നീ ആക്രാന്തം കാണിക്കണ്ട. MC പറഞ്ഞുതരാം. MC അറിയാമോ? ഓക്കെ. ഇപ്പുറത്തെ ആരും സാറേ വിളിച്ച്. സഫാനെ എന്താണ് ഡൗട്ടാണോ? അത് നിനക്ക് MC വേണോ? പറഞ്ഞുതരാം. ഇപ്പോ Q എന്ന് പറഞ്ഞ ഔട്ട്പുട്ട് തന്നെയാടാ. Q എന്ന് വേണമെങ്കിൽ കൊടുക്കാം കേട്ടോ. Q. ചിനദേവി ഡൗട്ട് ആണോടാ? എങ്ങനെ? കൊടുക്കാം. കണ്ടുപിടിക്കാം. കണ്ടുപിടിച്ചോ, കുഴപ്പമില്ല. ഓക്കെ. മാളവിക എവിടെ സാറേ? ശരി, മാളവിക ഉണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യാമോ? മാളവിക പോയെ. മക്കളെല്ലാവരും ക്ലിയർ? MC പോകാം. MC എന്താ? MCയുടെ ഫുൾ ഫോം? ജിനദേവി ഡൗട്ടാണോടാ? പേരില്ല മക്കളിവിടെ. ഇവിടെ ഈ ക്ലാസ്സിൽ മാത്രം നമുക്ക് റെഡ് തരുള്ളൂ. എന്ത് ചെയ്യാനാ? ഇതുണ്ട്. ഹാൻഡ് റൈസ് ചെയ്ത മക്കളെ ഡൗട്ട് ഇല്ലെങ്കിൽ MC പോകാം. MCയുടെ ഫുൾ ഫോം എന്താ? MC ആര് പറയും? സഫ്ന. മക്കളെ കണ്ടോ, ഗേൾസ് ആണ് വരുന്നത്, ബോയ്സിന് ആർക്കും അറിയില്ല MC. പറഞ്ഞോ. എന്താടാ? മാർജിനൽ കോസ്റ്റ്. വെരി ഗുഡ് മക്കളെ. മാർജിനൽ കോസ്റ്റ് ആണ് കേട്ടോ, വേറെ ഒന്നുമല്ല. മാർജിനൽ കോസ്റ്റ്. MCക്ക് പകരം SMC എന്നും പറയും, ഷോർട്ട് റൺ മാർജിനൽ കോസ്റ്റ്. മക്കളെ M വന്നാൽ ഞാൻ നേരത്തെ എളുപ്പവഴി പറഞ്ഞില്ലേ? M മാർജിനൽ. മാർജിനൽ വന്നാൽ എന്താ ചെയ്യണ്ടേ? മാർജിനൽ വന്ന് എന്താ ചെയ്യണ്ടേ? എളുപ്പവഴി പറഞ്ഞല്ലോ. M എന്ന് പറഞ്ഞ മാർജിനൽ. മാർജിനൽ വന്നാൽ എന്താ ചെയ്യണ്ടേ? ആരെ വിളിക്ക സാറേ? MC എന്ന് പറഞ്ഞപ്പോ ഒരാൾ കൂടി വന്നേക്കണ്. ആരെ വിളിക്കാ നോക്ക്? ഭരദ്വജേ, ഇവിടെ മാർജിനൽ വന്ന് എന്താ ചെയ്യണ്ടേ? ഭരദ്വജ്, നേരത്തെ MP ഞാൻ പഠിപ്പിച്ചില്ല. MP മാർജിനൽ പ്രൊഡക്റ്റ്. അപ്പൊ മാർജിനൽ വന്ന എളുപ്പവഴി ഞാൻ പറഞ്ഞില്ല. മാർജിനൽ വന്ന് എന്ത് ചെയ്യണം? അവൻ അറിഞ്ഞൂടെ സാറേ, അവൻ ഒരു ആക്ഷൻ കാണിച്ചോണ്ടിരിക്കുന്നത്. അറിയില്ലെങ്കിൽ അറിയില്ലെന്ന് പറയാം. അടുത്ത ആള് വിളിച്ചു സാറ്. സന അറിയാമോ? മാർജിനൽ വന്ന് എന്ത് ചെയ്യണ്ടേ? എന്തിന്റെ ഡിഫറൻസ് എടുക്കണം? ഡെൽറ്റ TC. ഡെൽറ്റ TC ബൈ Q ചെയ്യണമെന്നില്ല. Q എപ്പോഴും 1 ആയിരിക്കും ചേഞ്ച് വരിക കേട്ടോ. അപ്പൊ ഡെൽറ്റ TC, ഡെൽറ്റ ചേഞ്ച് TCയുടെ ഡിഫറൻസ്. അതായത് നമ്മൾ MP പറഞ്ഞില്ലേ? MP. അപ്പൊ TPയുടെ ഡിഫറൻസ്. MC TCയുടെ ഡിഫറൻസ്. ഇനി MR വരുന്നുണ്ട്, അപ്പൊ TRന്റെ ഡിഫറൻസ്. അപ്പൊ M വന്നാൽ Tന്റെ ഡിഫറൻസ്. ക്ലിയർ ആണെങ്കിൽ ഒന്ന് കൈവശി കാണിച്ച എല്ലാവരും. ഇപ്പൊ എല്ലാ ഇക്വേഷൻസ് പഠിച്ചവര് ഒന്ന് ഹാൻഡ് റൈസ് ചെയ്ത് നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. 8 മാർക്കിന് പ്രോബ്ലം വരാറുണ്ട്. സിമ്പിൾ ആണേ പ്രോബ്ലം. പഠിച്ചു കഴിഞ്ഞാൽ ഒരു ഈസി ആയിട്ട് പഠിക്കാവുന്നേ ഉള്ളൂ കേട്ടോ മക്കളെ. ഈസിയാണ്. 8 മാർക്കിന് വന്നാൽ നിങ്ങൾ വിട്ടു കൊടുക്കരുത്. ഫുൾ മാർക്ക് വാങ്ങണം കേട്ടോ. ഫുൾ മാർക്ക് വാങ്ങണേ. ഹാൻഡ് റൈസ് ചെയ്യൂ. ആണല്ലേ?
ഇതൊക്കെ കണ്ടുപിടിക്കണം. ഇതെല്ലാം കണ്ടുപിടിക്കണം. ആകെ ഇത് മാത്രമേ തന്നിട്ടുള്ളൂ. കഴിഞ്ഞവർ ഹാൻഡ് റൈസ്, കഴിഞ്ഞവർ ഹാൻഡ് റൈസ്, ഹാൻഡ് റൈസ്, ഹാൻഡ് റൈസ്. ആരില്ല? ഇക്വേഷൻ കഴിഞ്ഞവർ, ഇക്വേഷൻ കഴിഞ്ഞവർ, ഇക്വേഷൻ പഠിച്ച് മനസ്സിലായവർ വേഗം ഹാൻഡ് റൈസ് ചെയ്തു. കുറേ പേരെ ഹാൻഡ് റൈസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാം. ഈസി ആണേ. ഓക്കെ, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നമ്മൾ ആദ്യം എന്താണ് വർക്ക്ഔട്ട് ചെയ്യേണ്ടത്? ദർശന അറിയാമോടാ? ആദ്യം എന്താ കാണേണ്ടത്? ഇതാണ് ക്വസ്റ്റ്യൻ. ടി വി സി കാണണം, ടി എഫ് സി കാണണം, എ എഫ് സി കാണണം, എ വി സി കാണണം, എ സി കാണണം, എം സി കാണണം. ടി എഫ് സി ആദ്യം കാണണം. മക്കൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ആദ്യം ടി എഫ് സി കാണുന്നതാണ് ദർശന പറയുന്നത്. ടി എഫ് സി എങ്ങനെ ടി എഫ് സി കാണാം? പോയാ എങ്ങനെ കാണാം? ഓക്കേടാ, നമുക്ക് നോക്കാം. ദർശന ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഹാൻഡ് റൈസ് ആണെന്നല്ലോ പറയേണ്ടതോ? മക്കളത് ആർക്കെങ്കിലും ചെയ്യാൻ അറിയാമെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ്. ടി എഫ് സി കാണാൻ ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യാമോ? ആർക്കെങ്കിലും അറിയാമെങ്കിൽ ടി എഫ് സി, ടി എഫ് സി. മറിയ പറഞ്ഞ മറിയ. ആ അതാണ് ഇവിടെ ചോദിച്ചത്. വായിച്ചേ മക്കളെ, ഓർത്ത് വെച്ചോട്ടെ. ഈ സ്റ്റേറ്റ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ്. വെറുതെ ഞാൻ തന്നതല്ല. ഔട്ട്പുട്ട് സീറോ, അതായത് ക്യൂ സീറോ ആണെങ്കിൽ, ഔട്ട്പുട്ട് സീറോ ആണെങ്കിൽ ടി സിയും ടി എഫ് സിയും സെയിം ആയിരിക്കും. ക്ലിയർ ആണെങ്കിൽ കൈ കാണിച്ചേ. ടി സിയും ടി എഫ് സി സെയിം ആയിരിക്കും. അപ്പൊ ഔട്ട്പുട്ട് ക്യൂ സീറോ ആണെങ്കിൽ ടി സി 50 അല്ലേ? അപ്പൊ അത് തന്നെയായിരിക്കും ടി എഫ് സി. മക്കളെ സെറ്റ് ആണെങ്കിൽ ഒന്ന് കൈ കാണിച്ചേ. എല്ലാവരും സെറ്റ് ആണ് കൈ കാണിച്ചേ. സെറ്റ് ആണ് കൈ കാണിച്ചേ. യെസ്. അപ്പൊ ക്യൂ സീറോ ആണെങ്കിൽ, ക്യൂ എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് ആണ്, ഔട്ട്പുട്ട് സീറോ ആണെങ്കിൽ ടി സി തന്നെയാണ് ടി എഫ് സി. കാരണം അവിടെ ഫിക്സഡ് കോസ്റ്റ്, മെഷീനറിയുടെ കോസ്റ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഫിക്സഡ് കോസ്റ്റ് ഒരെണ്ണം കിട്ടിയാൽ അത് ഫിക്സഡ് ആയിരിക്കും, എല്ലാത്തിലും സെയിം ആയിരിക്കും. അപ്പൊ 1 50 ആണെങ്കിൽ അടുത്തത് 50, 50, 50, 50, 50. ക്ലിയർ ആണോ മക്കളെ? സെറ്റ് ആണെങ്കിൽ കഴിച്ച് കാണിച്ച്. ഇനി ടി വി സി കാണാലോ. ടി വി സി കാണാൻ ഇക്വേഷൻ അറിയാലോ എല്ലാവർക്കും. ടി വി സി എങ്ങനെ കാണാൻ വിളിക്കാം? പ്രണവേ, ടി വി സി എങ്ങനെ കാണാൻ മോനെ? ടി വി സി അപ്പോ 50 - 50 0 അല്ലേ? 110 - 50 60 ശരിയല്ലേ? 120 - 50 70, 150 - 50 100, 140, 150. കറക്റ്റ് അല്ലേ മോനെ? മക്കൾ എല്ലാവർക്കും ക്ലിയർ ആണെങ്കിൽ വിഷി കാണിച്ച ടി വി സി ക്ലിയർ ആണെങ്കിൽ സെറ്റ് അല്ലേ? ഡൗട്ട് ഇല്ലല്ലോ? സഫാനെ ക്ലിയർ അല്ലേ മോനെ? എല്ലാവർക്കും ഓക്കെ അല്ലേ? ഇനി എ എഫ് സി, എ വരുന്ന സാധനം കാണാൻ എളുപ്പടി പറഞ്ഞില്ലേ? എ അപ്പൊ എ എഫ് സി, എ വി സി, എ സി. അപ്പൊ എ വരുന്നത് എന്ത് കണ്ടുപിടിക്കാനും എന്താ ചെയ്യേണ്ട? എക്സ തേർഡ് റോ ലാസ്റ്റ് വൺ. എ വരുന്ന എ എഫ് സി, എ വി സി, എ സി. എ വരുന്ന എന്ത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? എ ചേഞ്ച് ചെയ്തിട്ട് ടി ഇട്ട് കൊടുക്കുക, ബൈ ഔട്ട്പുട്ട് ചെയ്യുക, ബൈ ക്യൂ. വെരി ഗുഡ്. അപ്പൊ എ എഫ് സി കാണാൻ ടി എഫ് സി ബൈ ക്യൂ, എ വി സി കാണാൻ ടി വി സി ബൈ ക്യൂ, എ സി കാണാൻ ടി സി ബൈ ക്യൂ. ക്ലിയർ ആയോ മക്കളെ? സെറ്റ് ആണെങ്കിൽ കഴിച്ച് കാണിച്ചേ. സഫാനെ കളിക്കല്ലേ കേട്ടോ. സഫാനെ ഫോണിൽ കളിച്ച് ഇറക്കി വിടും മോനെ. മുഹമ്മദ് സഫാൻ. ഓക്കെ മോനെ. ഭരതജേ ഡൗട്ട് ആണോടാ? അത് ഉത്തരം പറയാൻ വന്നാണോ? ഓക്കെ. സൗണ്ട് ഇല്ലാതെ എന്തിനാ വന്നത്? സൗണ്ട് ഇല്ലല്ലോ നിനക്ക്. എടാ നീ മൈക്ക് ഓൺ ആയെങ്കിൽ ഇവിടെ സൗണ്ട് കേൾക്കുന്നില്ല. ഉറക്കെ പറയ്, അലറി വിളിക്കൂ. ആ ഇപ്പൊ കേക്കാലോ. ഇപ്പൊ എങ്ങനെ സൗണ്ട് കുറച്ചിട്ടേക്കുമല്ലേ? മനപ്പുറം എന്നെ പറ്റിക്കാൻ നോക്കുകയാണല്ലേ? എടാ എ എഫ് സി കാണാം എന്ന് പറഞ്ഞേ.
ആ അപ്പൊ പറഞ്ഞോ 50/0 എത്രയാ? ഇല്ല, നോട്ട് ഡിഫൈൻ. 50/1 50, 50/2 25, ശരി. 50/3 50/3 ആ 50/4 50/5 ആ. ABC എങ്ങനെ കാണാം? അത് നോക്കണം, തന്നെ എ മാറ്റി ടി ഇട്ട് കൊടുക്ക. ഇല്ല. 60/1 60, 70/2 35 അല്ലേ? അങ്ങനെ പോവാട്ടോ മക്കളെ, ഫുള്ള് കംപ്ലീറ്റ് ചെയ്യുക. ഇനി അടുത്ത് AC ആരെ വിളിക്കാം? AC പറയാൻ യോഗ്യത ഉള്ളത് ആരാളുള്ളത്? പ്രണോഷേ, AC എങ്ങനെയാടാ കാണാ? ആ അപ്പൊ 50/0 നില്ല്, 110/1 110, 120/2 60, ശരിയല്ലേ? 150/3 13 15 50. അങ്ങനെ ചെയ്തു പോവാട്ടോ മക്കളെ, കംപ്ലീറ്റ് ചെയ്യണേ. MC ആര് പറയും? MC പറയാൻ യോഗ്യത ആർക്കാ? ആസിയ, MC പറഞ്ഞോടാ. അല്ല, ആദ്യത്തെ 50 തന്നെ എഴുതാം, അല്ലെങ്കിൽ നില്ലിടുക. എന്ത് വേണം? 50 തന്നെ എഴുതാം. ഫസ്റ്റത്തെ ചേഞ്ച് ചെയ്യാൻ മുകളിലത്തെ ഒന്നും ഇല്ലല്ലോ, അപ്പൊ നമ്മൾ ആ സെയിം തന്നെ എടുത്ത് എഴുതിയാൽ മതി. ഇനി 50 110 എത്ര ചേഞ്ച്? 60. 110 120 എത്ര ചേഞ്ച്? 120 150 എത്ര ചേഞ്ച്? 150 190 40, 190 200 10. കറക്റ്റ് അല്ലേ മക്കളെ? എല്ലാവർക്കും ടേബിൾ ക്ലിയർ ആണെങ്കിൽ ഒന്ന് കഴിച്ച് കാണിച്ച എല്ലാവരും. ഡൗട്ട് ഉള്ളവർ ഹാൻഡ് റൈസ് ചെയ്തോ, ഡൗട്ട് ഉള്ളവർ ഹാൻഡ് റൈസ്. MC തന്നിട്ട് TC കാണാൻ പറഞ്ഞാൽ കൂട്ടി കൊണ്ടുവന്നാൽ മതി കേട്ടോ, നമ്മൾ നേരത്തെ ചെയ്ത പോലെ. ഓക്കെ, രോഹിത്തെ ഡൗട്ട് ആണോ മോനെ? ചോദിച്ചോടാ. ഏതാടാ? മതി മതി, AC കാണാൻ ഇത് രണ്ടും കൂട്ടിയാലും മതി. നേരത്തെ പറഞ്ഞല്ലോ, ഇത് രണ്ടും കൂട്ടുമ്പോൾ ഇത് കിട്ടുന്ന പോലെ AFC ABC കൊണ്ട് കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും? AC കിട്ടും കേട്ടോ. AC കാണാൻ, അല്ലാതെ AC കാണാൻ അറിയാലോ. ഓക്കെ, ഇങ്ങനെ കൂട്ടിയാലും കിട്ടും കേട്ടോ. ഓക്കെ ഓക്കെ, സെറ്റ്. മക്കളെല്ലാവർക്കും ക്ലിയർ ആണെങ്കിൽ ഒന്ന് AC കാണിച്ചേ. അദ്ദേഹത്തെ ഡൗട്ട് ആണോ മോനെ? ചോദിച്ചോടാ. MC എന്ന് പറഞ്ഞാൽ M എന്ന് പറഞ്ഞാൽ മാർജിനൽ ആണ്, അത് കാണണമെങ്കിൽ ഡെൽറ്റ TC ഉണ്ടായ ചേഞ്ച്. ഡെൽറ്റ എന്ന് പറയുന്ന അർത്ഥം മാറ്റം. അപ്പൊ TC നമുക്ക് ആദ്യത്തെ 50 അല്ലേ, തൊട്ട് മുമ്പത്തെ മാറ്റം അറിയാൻ നമുക്ക് ഒന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് വേണമെങ്കിൽ 50 തന്നെ എടുത്ത് എഴുതാം. ഒന്നും എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ, ഒന്നും എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. 50 എഴുതിയാലും കുഴപ്പമില്ല, ഇവിടെ നില്ലിട്ടാലും കുഴപ്പമില്ല. ഇനി 50 എത്രയായി? 110 ആയില്ലടാ. അപ്പൊ എത്ര ചേഞ്ച്? 110 50 കുറയ്ക്കുക. അപ്പൊ എത്രയാ മാറ്റം? 60. ക്ലിയർ ആയോ? ഇനി 110 120 അപ്പൊ എത്രയാ മാറ്റം? 10 അല്ലേ കൂടിയത്, അപ്പൊ 10. 120 150 അപ്പൊ 30. ക്ലിയർ ആയോ? തൊട്ട് മുമ്പത്തെ കുറച്ചാൽ മതി കേട്ടോ. 110 മൈനസ് 50, 120 മൈനസ് 110, കുറച്ചുണ്ട്. ആരെ ചോദിച്ചാള്? അച്ഛാ. അത് 50 എഴുതിയാലേ നമുക്ക് എക്സാമിന് നമുക്ക് MC തന്നിട്ട് TC കാണാൻ പറയുമ്പോൾ നമുക്ക് ക്യൂമുലേറ്റ് ചെയ്യണ്ടേ. അപ്പൊ ആദ്യത്തെ 50 എടുത്ത് എഴുതണം. 50 + 60 100. അങ്ങനെ കറക്റ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ ഈ 0 ഔട്ട്പുട്ടിൽ TC ഏതാണോ അത് തന്നെ MC ആയിട്ട് എഴുതേണ്ടി വരും. അതല്ല ചോദിച്ചത്. ചോദിച്ചത് 0 ഔട്ട്പുട്ടിൽ MC 0 ആക്കി കൂടെ, നില്ലാക്കി എഴുതി കൂടെ എന്നല്ലേ ചോദിച്ചത്. അങ്ങനെ എഴുതിയതിന് തെറ്റൊന്നുമില്ല. പക്ഷേ MC തന്നിട്ട് TC കാണാൻ പറഞ്ഞാലോ? 50 ഇല്ലെങ്കിൽ നമുക്ക് ഇവിടെ ഒന്നും കിട്ടൂലല്ലോ, അതാണ് പറഞ്ഞത് കേട്ടോ. അപ്പൊ 50 നമ്മൾ കറക്റ്റ് ആയിട്ട് ഇങ്ങനെ എഴുതി പോയാൽ കറക്റ്റ് പ്രോപ്പർ ആയിട്ട് ആൻസർ കിട്ടും കേട്ടോ. ഓക്കെ അല്ലേ? ഓക്കെ. പിയോണ ഡൗട്ട് ഉണ്ടോ മോനെ? എനി ഡൗട്ട്? എന്തുവാടാ പോയാ പിയോണ?
എ സി. എടാ എ ലേറ്റ് ആയില്ലേ വരാൻ ബ്രേക്ക് കഴിഞ്ഞിട്ട്? ഇല്ല ഉണ്ടായിരുന്നു. എടാ എന്റെ സാധനം ഇടാ, എ വരുന്ന സാധനം കാണാൻ എളുപ്പടി പറയാം. ഫിയോണ എ എഫ് സി, എ വി സി, എ സി. എന്റെ സാധനങ്ങൾ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം അറിയാം? ഫിയോണ കേൾക്കുന്നുണ്ടോ? ആ എ എഫ് സി കാണാൻ എ മാറ്റിട്ട് ടി ഇടുക. അപ്പൊ എന്ത് വരും ഇവിടെ? ടി എഫ് സി, ടി എഫ് സി ബൈ ക്യൂ ചെയ്യുക. അത് ടി എഫ് സിനെ ക്യൂ വെച്ച് ഡിവൈഡ് ചെയ്യുക. അപ്പൊ 50/0 50 50/1 50 50/2 25. അങ്ങനെ എ എഫ് സി ആണെങ്കിൽ എ മാറ്റുക, എക്ക് വരെ ടി ഇട്ട് കൊടുക്കുക. അപ്പൊ ടി എഫ് സി ബൈ ക്യൂ. എ വി സി കാണാനോ എ മാറ്റുക, ടി ഇട്ട് കൊടുക്കുക. അപ്പൊ ടി വി സി ബൈ ക്യൂ. ക്ലിയർ ആയോ? അപ്പൊ എ സി കാണാനോ എ മാറ്റിയിട്ട് എന്തിട്ട് കൊടുക്കുക? ആ ടി സി ബൈ ക്യൂ. കത്തിയാ? സെറ്റ് അല്ലേ? ഓക്കേടാ. മക്കളെ എല്ലാവർക്കും ക്ലിയർ ആണോ? ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ടോ? ആരാണ് അടുത്ത ആള്? അരവിന്ദ് ഡൗട്ട് ഉണ്ടോ? എട്ട് മാർക്കിന് വരെ വരാം കേട്ടോ. എങ്ങനെയുണ്ടത്? രസമുണ്ടോ? കൊള്ളാല്ലേ? ഓക്കെ. എന്നിട്ട് ഫിഗർ വരയ്ക്കാൻ ചോദിക്കുവേ. ആരാണത്? നസ്രീനെ ചോദിച്ചു മോനെ. ഞാനൊരു ഒറ്റ പ്രോബ്ലം കാണിച്ചിട്ടുള്ളൂ, നിങ്ങൾ കൂടുതൽ പ്രോബ്ലം പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. ആരാണ്? എം സി കാണാൻ ടി സിയിലുണ്ടായ മാറ്റം, ചേഞ്ച് ആണ് എടുക്കേണ്ടത് കേട്ടോ. ആദ്യത്തെ നമുക്ക് ഒന്നും മാറ്റം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ 50 തന്നെ സെയിം തന്നെ എടുത്ത് എഴുതാം. എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, നില്ലാക്കി എഴുതിയാലും കുഴപ്പമില്ല. നസ്രീനെ 50 110 ആയില്ല. അപ്പൊ എത്രയും മാറ്റം? 110 തൊട്ട് മുമ്പത്തെ 50 കുറയ്ക്കുക, 60. 120 110 കുറയ്ക്കുക, 10. ക്ലിയർ ആയാ? തൊട്ട് മുമ്പത്തെ കുറച്ച് കുറച്ച് കൊണ്ടുവന്നാൽ മതി. നസ്രീൻ കേൾക്കുന്നുണ്ടോ? പോയോ നസ്രീനെ? പോയോ നസ്രീൻ? ക്ലിയർ ആയോടാ? ഇനി എക്സാമിന് ഫിഗർ ചോദിക്കട്ടോ മക്കളെ. ഫിഗർ ആണേ, എല്ലാത്തിന്റെ ഫിഗർ ചോദിക്കും. അപ്പോൾ എനിക്ക് തോന്നുന്നു കഴിഞ്ഞതിന് മുമ്പത്തെ വർഷം 8 മാർക്കിന് ചോദിച്ചപ്പോൾ ഇങ്ങനെ ഒരു പ്രോബ്ലം തന്നിട്ട് ഈ പറയുന്ന ടി എഫ് സിയും ടി സിയും ടി വി സിയും ഇത് മൂന്നും കൂടി ചേർത്ത് ഒരൊറ്റ സിംഗിൾ ഫിഗറിൽ വരയ്ക്കാൻ പറഞ്ഞു കേട്ടോ. എന്താ സാറേ? ആ 5 മിനിറ്റ് വേണം. ബ്രേക്ക് വേണ്ടല്ലോ മക്കളെ? വേണ്ടല്ലോ. എന്താ കൃഷ്ണനുണ്ണി എന്ന് പറഞ്ഞല്ലോ? ബോറിംഗ് ഒന്നും ഇല്ലല്ലോ? എന്താ ഫായിദേ ഇത് പറയാതെ ഹാൻഡ് റൈസ് പറഞ്ഞല്ലേ? എന്താണ് 5 മിനിറ്റ്? 5 മിനിറ്റ് തരാം. 5 മിനിറ്റ്സ് ബ്രേക്ക്. കറക്റ്റ് ടൈമിന് വന്നാൽ ഫിഗർ കിട്ടൂല, അല്ലെങ്കിൽ മാർക്ക് കിട്ടൂല നിങ്ങൾക്ക്. ശരി. ഈ ടി സിയും ടി എഫ് സിയും ടി വി സിയും കൂടി ഒറ്റ ഒരുമിച്ച് ഒരു ഫിഗർ ആയിട്ട് ചിലപ്പോൾ ചോദിക്കാം. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഇത് ഇങ്ങനെ അങ്ങോട്ട് ഫിഗർ വെച്ചാൽ മതി. ഞങ്ങൾ കാണിച്ചു തരാം കേട്ടോ. എക്സ് ആക്സിസ്, വൈ ആക്സിസ്. ടി എഫ് സി എപ്പോഴും ഫിക്സഡ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ വരയ്ക്കാം. കാരണം ടി എഫ് സി കണ്ടോ, എക്സ് ആക്സിസിന് പാരലൽ ആയിട്ട് വരയ്ക്കുന്ന ലൈനാണ് ടി എഫ് സി. ക്ലിയർ ആണെങ്കിൽ കാണിച്ച ടി എഫ് സി സ്കെയിൽ എടുത്തിട്ട് പാരലൽ ആയിട്ട് വരയ്ക്കാം. എന്നിട്ട് സീറോയിൽ നിന്ന് നമുക്കറിയാം, സീറോ ഔട്ട്പുട്ടിൽ ടി വി സി 0 അല്ലേ? ടി വി സി 0 ആണ്. അപ്പോൾ ടി വി സി ഇങ്ങനെ വരയ്ക്കാം. ഇതാണ് ടി വി സി. ഇത് ഇവിടെ നിന്ന് അങ്ങോട്ട് ടി സി വരയ്ക്കാം. ടി സി കേട്ടോ. ക്ലിയർ ആയോ മക്കളെ? ക്ലിയർ ആണെങ്കിൽ നമുക്ക് ഈസി കാണിച്ച് കുറച്ച് മുകളിലേക്ക് വരച്ചു. അതാണ് വൈ ആക്സിസ്. കാണിച്ചെല്ലാവരും ഒന്നര വേണമെങ്കിൽ വരച്ച് കാണിച്ചു തരാം. ഇങ്ങനെ വരയ്ക്കുക, ഇങ്ങനെ വരയ്ക്കുക. എക്സ് ആക്സിസ്, വൈ ആക്സിസ്, ഇത് ടി എഫ് സി, ഇങ്ങനെ ടി വി സി, ഇത് ടി സി. ആണെങ്കിൽ ഓക്കെ അല്ലേ? ഓക്കെ ആണെങ്കിൽ ഈ ഗ്യാപ്പ് സെയിം ആയിരിക്കണം കേട്ടോ. ടി സി മുകളിൽ നിന്ന് വരയ്ക്കാവൂ. കാരണം നോക്കി, സീറോ ഔട്ട്പുട്ടില് ടി സിയും ടി എഫ് സിയും സെയിം അല്ലേ? നോക്കി കണ്ടോ, സീറോ ഔട്ട്പുട്ടിൽ ടി സിയും ടി എഫ് സിയും 50 തന്നെയല്ലേ? കണ്ടോ? അപ്പൊ ഇവിടെ ഒരുമിച്ചായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. ടി സി എവിടെ നിന്ന്, ടി എഫ് സി എവിടെ നിന്നാണ് തുടങ്ങുക, അവിടെ നിന്നാണ് ടി സി തുടങ്ങുക. ക്ലിയർ? കൈശിക്കേ. അപ്പൊ ഇതെല്ലാം കൂടി ഒരൊറ്റ ഫിഗറിൽ വരയ്ക്കാൻ പറഞ്ഞാൽ ഫാഹിദെ ക്ലിയർ ആയില്ലേ? നൈജോനെ ക്ലിയർ?
ഇനി നമുക്ക് ഇതിനൊക്കെ ചിലപ്പോൾ ഓരോ ഫിഗർ ഉണ്ട്. അതിൽ AFCയുടെ ഫിഗർ ഒന്ന് പഠിച്ചു വെക്കണേ. AFC എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഷേപ്പിലാണ് AFC വരിക. ഈ ഫിഗർ, ഈ ഒരു ഷേപ്പിന് നമ്മളൊരു പേര് പറയും. എന്തോന്ന് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? AFC കർവ് ഈ ഒരു ഷേപ്പിലായിരിക്കും. ഈ ഒരു ഷേപ്പിന് ഒരു പേര് പറയില്ല. ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? AFC കർവ് എപ്പോഴും ഈ ഷേപ്പിലായിരിക്കും. 1 മാർക്ക് ചോദിക്കാറുണ്ട്. ആരെ വിളിക്കാം? കൃഷ്ണനുണ്ണി, ഈ ഷേപ്പിന് എന്താ വിളിക്കാടാ? അല്ല, റെക്ടാങ്കുലർ ഹൈപ്പർബോള. എക്സാമിന് ചോദിക്കാറുണ്ട് കേട്ടോ മക്കളെ. റെക്ടാങ്കുലർ ഹൈപ്പർബോളയിലുള്ള കോസ്റ്റ് കർവ് ഏതാണ്? AFC കർവ് ആണ് കേട്ടോ. ഹൈപ്പർബോള 1 മാർക്കിന്റെ ക്വസ്റ്റൻ ആണ്, ചോദിക്കും. 1 മാർക്കിന് MCക്ക് വരാൻ ചാൻസ് ഉണ്ട്. AFC കർവ് എപ്പോഴും റെക്ടാങ്കുലർ ഹൈപ്പർബോള ഷേപ്പിലായിരിക്കും. ഓർത്ത് വെക്കുക കേട്ടോ. AFC കർവ് എപ്പോഴും റെക്ടാങ്കുലർ ഹൈപ്പർബോള ഷേപ്പിലായിരിക്കും. ഇനി AVC ഒക്കെ ഇങ്ങനെയാണ് വരിക. AVC കേട്ടോ. AVC ഒക്കെ ഈ ഒരു ഷേപ്പിലാണ് വരിക. AVC. MC ഇങ്ങനെ ടിക്കിട്ട പോലെയാ. ടിക്ക് ഇടൂല്ലേ? ടിക്കിട്ട പോലെയാണ് MC വരയ്ക്കുക കേട്ടോ. MC ടിക്കിട്ട പോലെ ഓർത്ത് വെക്കുക കേട്ടോ. ടിക്കിട്ടതാണ് MC. ടിക്കിട്ട പോലെയാണ് MC വരയ്ക്കുക. ഓക്കെ ആണോ? സെറ്റ് ആണെങ്കിൽ AVC കാണിച്ച എല്ലാവരും. അപ്പൊ ഇതിന്റെയൊക്കെ ഒന്ന് ഷേപ്പ് ഒക്കെ ഒന്ന് ഓർത്ത് വെക്കുക. ഇത് ഇമ്പോർട്ടന്റ് ആണ്, ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഈ 2 കർവ് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഓർത്ത് വെക്കുക, എക്സാമിന് ചോദിക്കാറുണ്ട്. ക്ലിയർ ആണോ മക്കളെ? ചാപ്റ്റർ ഫിനിഷ്ഡ്. ഇത്രയുള്ള ചാപ്റ്റർ, എന്ത് സിമ്പിൾ ചാപ്റ്റർ നോക്കിക്കേ. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇനി ഡൗട്ട്? റിലേഷൻഷിപ്പ് ഒക്കെ നിങ്ങൾ ഇത് നോക്കി എഴുതാവുന്നേ ഉള്ളൂ കേട്ടോ. കോസ്റ്റുകൾ, കർവിന്റെ ഒക്കെ റിലേഷൻഷിപ്പ്. ഓക്കെ, രോഹിത്തെ ഡൗട്ട് ഉണ്ടോ മോനെ? ചോദിച്ചോടാ. അത് MC ടിക്കറ്റ് കണ്ടോ? MC കർവ് വരയ്ക്കാൻ പറഞ്ഞാല് നിങ്ങനെ അങ്ങോട്ട് വരയ്ക്കുക, നിങ്ങനെ അങ്ങോട്ട് ടിക്കറ്റ് ഇട്ടാൽ മതി. ഇതാണ് MC. തെറ്റല്ലേ? അല്ല, AVC സെപ്പറേറ്റ് വേണമെങ്കിൽ വരയ്ക്കണമെങ്കിൽ ഇങ്ങനെ വരച്ചാൽ മതി. റായിട്ട പോലെ. ഇതാണ് AVC. AC-യോ? AC മുകളിലായിരിക്കണം. AVCക്ക് മുകളിലായിരിക്കും AC നമ്മൾ എപ്പോഴും എവിടെ വെക്കാടാ? വീടിന്റെ എവിടെ വെക്കുക? വീട്ടിലെ AC എവിടെ വെച്ചേക്കണേ? മേളിലല്ലേ വെച്ചേക്കണേ? തറയിൽ ആരും വെക്കില്ലല്ലോ. അപ്പൊ AC എപ്പോഴും മുകളിലായിരിക്കും, അതിനടിയിലായിരിക്കും AVC വരിക. മനസ്സിലായ മക്കളെ? ആണെങ്കിൽ AVC കാണിച്ച്. എക്സാമ്പിൾ ഒന്നും എഴുതരുത്. എക്സാമ്പിൾ കൊള്ളാന്നല്ലേ? ഓക്കെ. യെസ് മക്കളെ, അപ്പൊ AVC AC ഒക്കെ ഒരു U ഷേപ്പ്ഡ് ആണ്. പക്ഷെ മുകളിൽ നിൽക്കുന്ന ആളാണ് AC. അണ്ട ഇവിടെ മുകളിലാണ് AC വെച്ചേക്കണേ. അതേപോലെ AC എപ്പോഴും മുകളിലായിരിക്കുള്ളൂ. അപ്പൊ AC മുകളിൽ വരയ്ക്കാം. ഓക്കെ ആണോ? നമുക്ക് AVC കാണിച്ചെല്ലാവരും. സെറ്റല്ലേ? ആസിയ, AC ഉണ്ടോ വീട്ടില്? എവിടെ വെച്ചേക്കണ AC? ഇല്ലേ? അതുകൊണ്ട് അറിഞ്ഞൂടാ. ഓക്കെ, AC ഇല്ല. ഓക്കെ, AC എവിടെ വെക്കുക സാധാരണ? മേള്. അപ്പൊ മേളിലാണ് AC കർവ് കേട്ടോ. അതിനടിയിലാണ് AVC കർവ്. ഓക്കെ മക്കളെ, എല്ലാവർക്കും ഓക്കെ ആണോ? ഒന്ന് AVC കാണിച്ച്. ഓക്കെ, അപ്പൊ നമ്മുടെ 3rd ചാപ്റ്റർ കഴിഞ്ഞ് നമുക്ക് ഇനി 1st ചാപ്റ്ററിലോട്ട് പോകാം. 1st ചാപ്റ്ററിൽ നാളെ നമുക്ക് 2nd ചാപ്റ്ററിന് വേണ്ടി മാത്രം ഞാൻ മാറ്റി വെച്ചേക്കാണേ. 2nd ചാപ്റ്റർ വലിയ ചാപ്റ്ററാണ്, വെല്ലിക്കാട്ട് ചാപ്റ്റർ ആണ്. ഒരു 30 മാർക്കിന് മുകളിൽ എന്തായാലും ആ ചാപ്റ്ററിൽ നിന്ന് വരും കേട്ടല്ലോ. 30 above അല്ലെങ്കിൽ 30 മാർക്സ് ആണ്. യെസ്, അപ്പൊ നമുക്ക് എന്തായാലും 1st ചാപ്റ്ററിലേക്ക് പോകാം. ഇൻട്രൊഡക്ഷൻ ടു മൈക്രോ എക്കണോമിക്സ്. ഇതിൽ എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്? സിമ്പിൾ ആണ്. സാറേ കാണിച്ചോളൂ. ആദ്യം ഈ ടേബിൾ പഠിക്കണം. അതായത് ഓരോ ആളുകൾ. ആരാണ് ഫാദർ ഓഫ് മോഡേൺ എക്കണോമിക്സ്? മോഡേൺ എക്കണോമിക്സിന്റെ ഫാദർ ആരാണ് മക്കളെ? ആരാണ് ഫാദർ? എക്കണോമിക്സിന്റെ ഫാദർ ആരാണ്? രജീഷ് സാർ പറഞ്ഞേക്കല്ലോ കേട്ടോ മക്കളെ. കഴിഞ്ഞ വർഷത്തെ പിള്ളേരാകുന്നുണ്ടല്ലേ സാറേ? യെസ്, ആരാണ് മോഡേൺ എക്കണോമിക്സിന്റെ ഫാദർ? സഫ മർവ, ആരാണ് ഫാദർ? ആഡം സ്മിത്ത്. വെരി ഗുഡ് മക്കളെ. ആഡം സ്മിത്ത് ആണ് AVC കാണിച്ചേ. യെസ്, ആഡം സ്മിത്ത് ആണ് ഫാദർ ഓഫ് മോഡേൺ എക്കണോമിക്സ്. മോഡേൺ എക്കണോമിക്സിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആഡം സ്മിത്ത് ആണ് കേട്ടോ ചന്ദ്രിക. യെസ്, ഇനി ആഡം സ്മിത്ത് ആദ്യമായിട്ട് ആഡം സ്മിത്ത് ആണ് എക്കണോമിക്സിനെ നിർവഹിച്ചത്. എന്നാന്നറിയോ? 1776 1776 ആഡം സ്മിത്ത് എക്കണോമിക്സുമായി റിലേറ്റഡ് ആയിട്ട് ഒരു ബുക്ക് എഴുതുകയുണ്ടായി. ആ ബുക്കിന്റെ പേരെന്താ? An Inquiry into the Nature and Causes of Wealth of Nations. മനസ്സിലായോ? അതാണ് ആ ബുക്കിന്റെ പേര് മക്കളെ. ബുക്കിന്റെ പേര്, ഇയർ, ഡെഫിനിഷൻ എല്ലാം പഠിക്കാൻ മാച്ച് ദ ഫോളോയിങ്ങിൽ വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഭാഗ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മാച്ച് ദ ഫോളോയിങ് ചോദിക്കും. അങ്ങനെ മാച്ച് ദ ഫോളോയിങ് വന്നാലോ ഇതായിരിക്കും വരിക കേട്ടോ. അതുകൊണ്ട് സഫാനെ ചിരിച്ചിരുന്നിട്ട് കാര്യമില്ല. മാച്ച് ദ ഫോളോയിങ് കിട്ടണമെങ്കിൽ ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. ചിരിച്ചിരുന്നിട്ട് കാര്യമില്ല കേട്ടോ മുഹമ്മദ് സഫാൻ. ഓക്കെ, അപ്പൊ ആദ്യം ആഡം സ്മിത്ത്
ഡെഫിനിഷന്റെ പേര് വെൽത്ത് ഡെഫിനിഷൻ, ബുക്കിന്റെ പേര് അൻ എൻക്വയറി, ഇയർ 1776. രണ്ടാമത് വന്ന ആരാണ്? ആൽഫ്രഡ് മാർഷൽ ആണ്. ആൽഫ്രഡ് മാർഷൽ പുള്ളിക്കാരനാണ് ശരിക്കും ഫാദർ ഓഫ് മൈക്രോ ഇക്കണോമിക്സ്. മൈക്രോ ഇക്കണോമിക്സിന്റെ ഫാദർ എന്നറിയപ്പെടുന്നത് ആൽഫ്രഡ് മാർഷൽ ആണ്. പക്ഷെ നിങ്ങൾക്ക് അത് പഠിക്കാനില്ല, അതുകൊണ്ട് ആരും തന്നെ പഠിക്കണ്ട കേട്ടോ. ഇപ്പൊ ആൽഫ്രഡ് മാർഷൽ ആണ് മൈക്രോ ഇക്കണോമിക്സിന്റെ ഫാദർ. അദ്ദേഹത്തിന്റെ ബുക്കിന്റെ പേരാണ് പ്രിൻസിപ്പിൾസ് ഓഫ് എക്കണോമിക്സ് എന്നാണ് ബുക്കിന്റെ പേര്. ഡെഫിനിഷന്റെ പേര് വെൽഫെയർ ഡെഫിനിഷൻ. അത് ഡിഫൈൻ ചെയ്ത 1890-ലാണ്. മൂന്നാമത് വന്ന ആളാണ് ലയണൽ റോബിൻസ് ആണ്. അദ്ദേഹത്തിന്റെ ഡെഫിനിഷൻ സ്കേഴ്സിറ്റി ഡെഫിനിഷൻ ആണ് അറിയപ്പെടുക. ബുക്കിന്റെ പേര് an essay on the nature and significance of economics, പബ്ലിഷ് ചെയ്തത് 1932. ലാസ്റ്റ് ആണ് പോൾ എ സാമുവൽസൺ. അദ്ദേഹത്തിന്റെ ഡെഫിനിഷൻ ആണ് ഗ്രോത്ത് ഡെഫിനിഷൻ. ബുക്കിന്റെ പേര് എക്കണോമിക്സ്, 1964. ക്ലിയർ ആണെങ്കിലും ദേഷ്യം കാണിച്ച് ഇല്ലാത്തവരൊന്ന് സ്ക്രീൻഷോട്ട് എടുത്തോ കേട്ടോ. ഈ ടേബിളിൽ നിന്ന് സ്ക്രീൻഷോട്ട് എടുത്തോ, ചിലപ്പോൾ മാച്ച് ദ ഫോളോയിങ് ചോദിക്കാം. ഇല്ലാത്തത് അടുത്തൊരു ടോപ്പിക് കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം ഈ ചാപ്റ്ററിൽ. ഇവ കിട്ടിയോടാ? ഫിയോണ കിട്ടിയില്ലേ? ടേബിള് കിട്ടിയോ ഫിയോണ? ഇല്ല, ചാറ്റിൽ അയച്ചു കൊടുത്തേക്ക് സാറേ. ഫിയോണയ്ക്ക് ഇപ്പൊ അയച്ചു തരാം കേട്ടോ. ഫിയോണ മെസ്സേജ് ആയിട്ട് വരും കേട്ടോ. ഫിയോണ എക്കണോമിക് പ്രോബ്ലത്തിന്റെ മാളവിക വന്നല്ലോ സാറേ. ഒന്നാണോ? നേരത്തെയാണോ? കോസസ് ഓഫ് എക്കണോമിക് പ്രോബ്ലം. മക്കളെ, ഒരു രാജ്യത്ത് സാമ്പത്തിക പ്രശ്നങ്ങൾ ഉടലെടുക്കാനായിട്ട് 4 കാരണങ്ങളുണ്ട്. എന്തൊക്കെയാ? ഹ്യൂമൻ വാണ്ട്സ് ആർ അൺലിമിറ്റഡ്. മനുഷ്യന്റെ ആവശ്യം അനന്തമാണ്, ഒരിക്കലും അവസാനിക്കുന്നില്ല. പക്ഷെ അതിന് വേണ്ട റിസോഴ്സസ് വളരെ ലിമിറ്റഡ് ആണ്, കുറച്ചേ ഉള്ളൂ. റിസോഴ്സസ് ഹാവ് ഓൾട്ടർനേറ്റീവ് യൂസസ്. റിസോഴ്സുകൾക്ക് ഒന്നിൽ കൂടുതൽ ഉപയോഗങ്ങളുണ്ട്. എല്ലാ ആവശ്യങ്ങളും ഒരുപോലെ ഇമ്പോർട്ടൻ്റ് അല്ല. ഈ 4 പോയിന്റുകൾ ഒന്ന് പഠിച്ചു വെക്കുക കേട്ടോ. ഹ്യൂമൻ വാണ്ട്സ് ആർ അൺലിമിറ്റഡ്, റിസോഴ്സസ് ആർ ലിമിറ്റഡ്, റിസോഴ്സസ് ഹാവ് ഓൾട്ടർനേറ്റീവ് യൂസസ്, ഓൾ വാണ്ട്സ് ആർ നോട്ട് ഈക്വലി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ ആണോ? 4 കോസസ് ഓഫ് എക്കണോമിക് പ്രോബ്ലം ക്ലിയർ ആയോ മക്കളെ? സെറ്റ് ആണെങ്കിൽ ഒന്ന് കാണിച്ചേ. യെസ്. അപ്പൊ ഞാൻ ഇന്ന് ഇതുവരെ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് എടുത്താൽ നിങ്ങൾ തലയിൽ കയറൂല. അപ്പൊ അതുകൊണ്ട് ബാക്കി നമുക്ക് ഈ ചാപ്റ്ററിന്റെ ബാക്കിയും സെക്കൻഡ് ചാപ്റ്ററും നാളെ ഈവനിങ്ങിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പൊ എല്ലാവരും ഈവനിങ്ങിൽ പ്രോപ്പർ ടൈമിൽ കയറൂലേ? നാളെ കയറണം. എല്ലാം പഠിച്ചതിന് ശേഷം നാളെ കയറുക കേട്ടോ. എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെക്കുക, ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്ത് തരാം കേട്ടോ. അപ്പൊ നാളെ ഈവനിങ്ങിൽ. ഓക്കെ. ഫാഹിദ് എന്താ മോനെ, ബ്രേക്ക് വേണമെന്നാണോ? പിന്നെന്താ, തീർച്ചയായിട്ടും കാണിക്കാം. സാർ ഒന്ന് കാണിച്ചേക്ക്. കിട്ടിയോ? ഓക്കെ മക്കളെ. അപ്പൊ ആർക്കെങ്കിലും എന്തെങ്കിലും ഇന്നെടുത്ത ടോപ്പിക്കിൽ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വെയിറ്റ് ചെയ്തോളൂ കേട്ടോ. ബാക്കിയുള്ളവർക്ക് ഇപ്പൊ ബൈ നാളെ ഈവനിങ്ങിൽ കറക്റ്റ് ടൈമിൽ കയറണം. ഫ്രണ്ട്സിനൊക്കെ കേട്ടണം കേട്ടോ. ഫ്രണ്ട്സിനോടൊക്കെ പറയാ 6 മണിക്ക് ക്ലാസ് ഉണ്ട് സാറിന്റെ, എല്ലാവരും കയറണം കേട്ടോ. കേട്ടോ അഫ്നാനെ?